വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലും പരിപൂർണ തൃപ്തിയിലുമായി സുന്നി ആദർശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാനും നമ്മുടെ ഈ ക്ലാസ് റൂമുകളോട് ബന്ധപ്പെടുന്നവരും അല്ലാതെ നമ്മൾ സ്നേഹിക്കുന്നവരുമായ മുഴുവൻ ആളുകളെയും അവരുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ, കൊണ്ട് വസിയത്തുകൾ എല്ലാവരെയും ജന്നാത്തുൽ ഒരുമിച്ചുകൂടി പരസ്പരം കണ്ട് സന്തോഷിക്കുവാനും അല്ലാഹു ആമീൻ നിങ്ങൾ ദുആ ചെയ്യാമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. ഒന്ന് രണ്ട് പ്രാവശ്യങ്ങളിലായിട്ട് സംഗതി ആദർശ ചർച്ചയാണ്. ഇപ്പോൾ നമ്മുടെ ചർച്ചയുടെ സമയമാണ്. ആദർശം ചർച്ച ചെയ്തതിൻ്റെ പേരിൽ ആദർശ വിരോധികൾ ആയുധം താഴെ വെച്ച് അവരെ മാളത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ഇനി എന്തെങ്കിലുമൊക്കെ കുതന്ത്രങ്ങൾ ഇങ്ങനെ ആലോചിച്ച് പിടിച്ച് ചിലപ്പോൾ ഇനിയും അവർ ആ പഴയ ചുരുമ്പ് പിടിച്ചതുമായി പിന്നെയും വരാനും അതിനെ ബഹുമാനപ്പെട്ട കേൾവിക്കാർ സ്ഥാനം പോലെയുള്ളവരുടെ മൂർച്ചയേറിയ ആയുധ പ്രയോഗം കൊണ്ട് അവരെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയും അത് കണ്ട് കേരളം സുന്നി സമൂഹം സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയമാണ്. എന്നാലും ഈ കേൾക്കുന്ന പ്രവർത്തകർക്കും മറ്റുമൊക്കെ നേരത്തെയുള്ള ചില അനുഭവങ്ങൾ നേരിൽ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 989 അനിവാര്യമായ, എല്ലാവരും പറയും ഖേദകരമായ പിളർപ്പ് എന്നൊക്കെ. ഇതിൻ്റെ നേരത്തെ അടിത്തറ മനസ്സിലാക്കുന്നവർക്ക് ഇത് ഒരു അനിവാര്യമായ പിളർപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നിലയ്ക്ക് സംഭവിക്കുകയും ചെയ്തു. അഥവാ പിളർന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള മജുമോ, ആ മജുമോ പോലെയുള്ള കേരളത്തിലെ മിക്ക മണ്ഡലങ്ങളിലും ഇങ്ങനത്തെ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ അതുപോലെ വലിയ സ്ഥാപനങ്ങൾ എത്രത്തോളം നമ്മുടെ മലപ്പുറം മഅദിൻ ഇതിപ്പോൾ ഒരു വലിയ സ്ഥാപനമാണല്ലോ. മർക്കസ് പോലെ, സിറാജുൽ ഹുദ പോലെയൊക്കെ വലിയ സ്ഥാപനമായി വന്നിട്ടുണ്ട്. അത് മർക്കസ് അന്നുണ്ട് ഒരു ചെറിയ രൂപത്തിൽ എന്നല്ലേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പറയാനുള്ളൂ. മറ്റുള്ളതൊന്നും വരുമായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സുന്നി പടയണി ഒന്ന് കണ്ട് സടകുടഞ്ഞെഴുന്നേറ്റതാണ് ഇതിന് കാരണം. 25 വർഷമായി ഇപ്പോൾ നമ്മൾ പിളർപ്പ് സംഭവിച്ചിട്ട്. പൂർത്തിയായിട്ടിങ്ങനെ 5 6 8 മാസത്തിന് കുറവൊക്കെ ചിലപ്പുണ്ടാവും. ഏതായിരുന്നാലും 25 കൊല്ലം എന്ന് തന്നെ പറയാം. ഇവരൊക്കെ ഇതിനിടയ്ക്ക് ഒരു ചേളാരിക്കാരൻ നോട്ടീസിൽ കണ്ടിരുന്നു. ഒരു സക്കാഫി സമ്മേളനം നടത്തിയാണ്ടുള്ള നോട്ടീസാണ് ഇവിടെ മലപ്പുറത്ത് നടത്തിയതാണ്. അതൊക്കെ ഏതൊക്കെ വഴിക്ക് കാറ്റൊഴിഞ്ഞു പോയി ഓലിനപ്പം അതിലിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതിന് കണ്ണിയത്ത് ഉസ്താദിൻ്റെ പ്രാർത്ഥനയുടെ 25ാം വാർഷികമാണ്. മുഖം കെടുത്തണേ തകർത്തണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ അതിനൊന്ന് 2 സാമ്പിളുകളൊക്കെ പറഞ്ഞു. ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പോൾ 25 വർഷമായി എന്ന് പോലും സമ്മതിക്കും. എന്നാൽ 25 വർഷം അല്ല, അതിൻ്റെ മുമ്പ് തന്നെ ഈ പിളർപ്പിൻ്റെ ഈ അഗ്നിപർവ്വതം ഉള്ളിൽ ഇങ്ങനെ വട്ടം തിരിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോൾ മുതൽ കഴിയും? 978 ഏപ്രിൽ മാസം 18-ാം തീയതി ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി റബ്ബറല്ലാഹു മർഖദഹു മഹാനവറുകൾ ആർക്കും വേണ്ടാത്തൊരു സ്ഥലത്ത്, അല്ലേ, ഞാൻ വിശദീകരിച്ച് പറഞ്ഞു നോക്കിയാൽ ആർക്കും വന്നാൽ ആ സ്ഥലം വേണ്ട എന്ന് തോന്നുന്ന ആ സ്ഥലത്ത് ബഹുമാനപ്പെട്ടവരുടെ പരിശുദ്ധമായ കരങ്ങളെ കൊണ്ട് ഒരു ചെറിയ കുഴി ഒഴിച്ചതിൽ ഒരു കല്ല് വെച്ച് മർക്കസിന് ശിലാസ്ഥാപനം നടത്തി. എന്നിട്ട് അവിടുന്ന് ദുആ ചെയ്തു. ആ ദുആ കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവേർത്ത് തങ്ങൾ, ബഹുമാനപ്പെട്ട മർഹൂമി കാസിം മുസ്ലിം തുടങ്ങിയ ആളുകളൊക്കെ നിൽക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക് ആദ്യമായിട്ട് പറഞ്ഞത് ഷേഖ് അബൂബക്കർ എന്ന് വിളിച്ചിട്ട് ഞാൻ തിരിച്ച് ഇൻഷാ അല്ലാഹ് മക്കയിലെത്തിയാൽ
ആ മക്കയിലെത്തുന്ന സമയത്ത് ഞാനൊരു ഉംറ നിയ്യത്ത് ചെയ്തിട്ടേ പോവുകയുള്ളൂ. ആ ഉംറക്ക് വേണ്ടി ഞാൻ ആദ്യം ഹറമിൽ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധമായിരിക്കുന്ന കഅബ ശരീഫ് കാണുന്ന സമയത്ത് ആദ്യമായി ഞാൻ ദുആ ചെയ്യുക ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയായിരിക്കും. ആദ്യത്തെ ദുആ അതായിരിക്കും അല്ലെ. അന്നിപ്പോ ഏകദേശം 38 കൊല്ലം മുമ്പ് ഇന്ന് ഹറമില് കഅബം കാണുന്നമാരെയല്ല. അന്ന് പള്ളി ഇത്ര വിശാലമായിട്ടില്ല, ഇങ്ങനെ കാണാത്ത രൂപമൊന്നും വന്നിട്ടില്ല. 35 കൊല്ലം മുമ്പ് പരിശുദ്ധമായിരിക്കുന്ന ഹറം ഷരീഫിലേക്ക് പോയവർക്കറിയാം. കുറച്ച് നേരത്തെ തന്നെ വേഗം കാണും. ഇന്നിപ്പോ കുറച്ചൊക്കെ പള്ളിൻ്റെ ഉള്ളിൽ കൂടെ കയറി അങ്ങോട്ട് എത്തിയാലേ പള്ളി വിശാലമാക്കിയതിന്റെ പേരിൽ കഅബം കാണുകയുള്ളൂ. അപ്പോൾ ഏതായിരുന്നാലും ആ കഅബം കാണുമ്പോൾ ഞാൻ ആദ്യം അങ്ങനെ ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്യും ഈ സ്ഥാപനത്തിന് വേണ്ടി, ഈ സ്ഥാപനത്തിന്റെ ശില്പിക്ക് വേണ്ടിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ പരിപൂർണമായി സ്വീകരിച്ചു എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇപ്പൊ നമുക്ക് ഉറപ്പിക്കാം. കാരണം അത്രത്തോളം നമ്മൾ ഈ സ്ഥാപനം വളർന്നു. അപ്പൊ ഒരു സ്ഥാപന വളർച്ച മാത്രമല്ല, ആ സ്ഥാപനത്തിന്റെ ശില്പിയും അതിനനുസരിച്ച് ഉയർന്നു. ഈ തറക്കല്ലിടൽ കർമ്മം കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതെങ്ങനെ തടയാൻ പറ്റുമെന്ന്, എങ്ങനെ തടയാൻ പറ്റുമെന്ന് ഇപ്പൊ ജീവിക്കുന്ന ചേളാരികളുടെ ചില അസൂയാലുക്കൾ അന്ന് ജീവിച്ചിരുന്നവർ ചിന്തിച്ചിരുന്നു. പേരൊന്നും നമ്മൾ പരാമർശിക്കണ്ട. അന്ന് ചെറുപ്പമുള്ളവർ 10, 25, 24, 30 വയസ്സ് അവർക്കൊന്നും അറിയില്ല. അതിനപ്പുറമുള്ളവർക്കൊക്കെ ആരാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. ആ ശ്രമത്തിന് അവർ അണിയറ നീക്കങ്ങൾ നടത്തിയതാണ് നമ്മുടെ ഈ സമസ്തയുടെ പിളർപ്പിനും കാരണമായി വന്നിട്ടുള്ളത്. കാരണം അന്ന് കാന്തപുരം ജുമാഅത്ത് പള്ളിയിൽ ഒരു 10, 65, 70 മുതഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തിക്കൊണ്ട് രാത്രികാലങ്ങളിൽ വഅദ് പറഞ്ഞ് ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് പണ്ട് ഒരു സാധാരണ ഒരു ദർസ് നടത്തുന്ന ഒരു മൂലയാണ്. ആ മൂലയാര് ഈ മർക്കസിന്റെ ശിലാസ്ഥാപനം നടത്തുകയും അതുപോലെ ആ വർഷം നടന്ന ഐതിഹാസികമായിരിക്കുന്ന സുന്നി യുവജന സംഘത്തിന്റെ സ്റ്റേറ്റ് സമ്മേളനത്തിന്റെയും ഭാഗമായി അന്ന് നടത്തിയ ഒരു പത്രസമ്മേളനം. അന്നൊക്കെ മൂലയന്മാർ പത്രസമ്മേളനം നടത്താറിഞ്ഞാൽ തന്നെ ചിലർ മൊഹാലായിട്ടാണ് കണ്ടില്ലേ. അന്നുണ്ടായിരുന്നേ രൂപം ഓരോക്കെ അങ്ങനെയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ ഹിമ്മത്ത് കൊണ്ടും മറ്റുമൊക്കെ ആ കാര്യം വന്ന് നടന്ന് ആ പത്രസമ്മേളനത്തിൽ പത്രക്കാരിങ്ങനെ പലതും ചോദിച്ച കൂട്ടത്തിൽ എന്താണ് നിങ്ങൾ ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുന്നി സാംസ്കാരിക കേന്ദ്രം, അവിടെ സുന്നി കൾച്ചറൽ സെന്റർ എന്ന ഹെഡിങ്ങിലുള്ള ലെറ്റർ പാഡിലാണ് അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് അന്ന് അവർക്ക് ഇതിന്റെ മെനു റിപ്പോർട്ട് കൊടുത്തിരുന്നത്. അപ്പൊ ഈ സുന്നി കൾച്ചറൽ സെന്റർ എന്നൊക്കെ അന്ന് മൗലവിമാരെങ്ങനെ പറയോ, അതൊക്കെ ഞങ്ങളെ കുത്തകയല്ലേ എന്നൊക്കെ ഇതില് പ്രചരിപ്പിച്ചിരുന്നേ മറ്റുള്ളവരൊന്നും തിരിയാത്തവരാണ് എന്ന് പറയുന്നൊക്കെ കാലവും കൂടിയാളാണ്. അതിന് ഇവർ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട എ പി സാഹിബ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഒരു കോടി ഉറുപ്പികയുടെ പദ്ധതി ആവിഷ്കരിക്കുന്നു. 1 കോടി. അത് പത്രക്കാര് അന്ന് ആ പത്രസമ്മേളനം നടത്തുമ്പോൾ അന്ന് ഉസ്താദിന്റെ കൂടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട മർഹൂം എ കെ ഹസൻ മുസ്ലിയാരുണ്ട്, ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് അബേൽത്ത് തങ്ങളുണ്ട്, പിന്നെ സി എ പറമ്പക്കളവ്, ബഹുമാനപ്പെട്ട മർഹൂം സി ഐദർ ഹാജി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോ ആ കൂട്ടത്തിൽ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് നമ്മൾ പത്രത്തിൽ സമ്മേളനത്തിൽ അഭിപ്രായം പറയാനല്ല അത് കൂട്ടത്തിലുണ്ട്. അപ്പൊ പത്രക്കാരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. ഒരു മൂലയാരൊരു കോടി പറയുന്നു എന്നുള്ളവർക്കല്ലേ. അങ്ങനെ ചില ആളുകൾ അത് ഒരു അതിശയോക്തിയായിട്ട് തന്നെ കുറച്ച് നന്നാക്കി റിപ്പോർട്ട് ചെയ്തു. അന്നൊക്കെ രാഷ്ട്രീയ പത്രം നമ്മളെ അന്ന് ഒളിഞ്ഞും ചെളിഞ്ഞും ഒക്കെ അവർ ആക്രമിക്കുന്ന കാലമാണ്. അവരിൽ പരിഹാസ്യ രൂപത്തിലും അവരും റിപ്പോർട്ട് ചെയ്തു. അപ്പോ അന്ന് ഈ ചേളാരിക്കാരുടെ ആ പിന്തലമുറക്കാരിൽപ്പെട്ട ചില ആളുകൾ അന്നിങ്ങനെ പറയാ, എന്താ ഇയാൾക്ക് ഭക്ഷണം 1 കോടി പറയാനോ, 1 കോടി പറയാനോ? മൂല്യന്മാർക്ക് ഇങ്ങനെ 1 കോടി കിട്ടുക എന്നുള്ളതാണ്.
1 കോടിയോ എന്ന് ചോദിച്ചു ഇങ്ങനെ ചിരി കൂട്ടി സംസാരിച്ച ആളുകളും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പി ഉസ്താദ് ക്ഷമാപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് ഇപ്പൊ കോടികൾ മറ്റുള്ളവർക്ക് കൊടുത്തു എന്ന ആരോപണം വരെ വരുന്ന അവിടത്തേക്കല്ലേ. ഓരോപാലം വന്നിട്ട് തൂക്കിങ്ങാണ്ട കൊടുത്തതെന്നൊക്കെ നമ്മൾ പലയിടത്തും കേട്ടതും പറഞ്ഞതൊക്കെയാണല്ലോ. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് പ്രാവർത്തികമാക്കുന്നതും കണ്ടപ്പോഴാണ് ഈ കക്ഷികൾക്ക് ഹാലിളകിയിട്ട് ഇത് എന്തായിരുന്നാലും ശരി ഇതിന് തടയിടണമെന്ന് അവർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പി ഉസ്താദിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. അങ്ങനെ ഏകദേശം ഒരു 5-6 കൊല്ലം 78 കഴിഞ്ഞിട്ട് പിന്നെ പി ഉസ്താദിന്റെ പടയോട്ടമായിരുന്നു. സുന്നി യുവജന സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം പി ഉസ്താദിലേക്ക് എത്തി ഒരു 2 കൊല്ലം കഴിയുന്നേ ഉള്ളപ്പോൾ. അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ സുന്നി യുവജന സംഘം ഉണ്ടായിരുന്നു. സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. പി ഉസ്താദിനകത്ത് എത്തുമ്പോൾ എന്താ ഉള്ളത്? കുറഞ്ഞ ചില്ലറ പൈസ കടത്തോടുകൂടെ ഏൽപ്പിക്കുകയാണ്. 2 നോട്ട് ബുക്കും, ഒരു 50 പേജുള്ളത്, ഒരു 60 പേജുള്ളതെന്നാണ് തോന്നുന്നത്. ബഹുമാനപ്പെട്ട മർഹൂം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാറും പറല്ലാഹു മർക്കദഹു മഹാനവറുകളുടെ ദീർഘദൃഷ്ടിയാണ് സുന്നി യുവജന സംഘത്തിനെ ഈ നിലയിലേക്ക് എത്തിക്കാൻ കാരണം. പി ഉസ്താദിനോട് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്താദ് പറഞ്ഞത്, നിങ്ങൾ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, ഹസൻ മുസ്ലിയാരോട് പറഞ്ഞത്, ഹസൻ മുസ്ലിയാരെ നിങ്ങൾ ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനമില്ലാതെയായി ബിദ്അകൾ രംഗപ്രവേശനം വന്ന് ദീന് ആന കയറിയ കരിമ്പും കൂട്ടം പോലെ ആയിട്ട് ആളുകൾക്കൊന്നും തിരിയാതെ നട്ടം തിരിയുന്ന രംഗം വരികയും ദീനിൽ നിന്ന് ആളുകൾ മാറി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം വരും. അങ്ങനെ വന്നാൽ നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരുമല്ല. ആ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മർഹൂം കെ എസ് മുസ്ലിയാരും ബഹുമാനപ്പെട്ട ഒന്നരായ പി ഉസ്താദും ഈ സ്ഥാനം ഏറ്റെടുത്തത്. ഏറ്റെടുത്തിട്ട് അവർ കൂടിയാലോചന നടത്തി താഴെ തട്ടിലേക്ക് ഇറങ്ങി വന്നു. പ്രവർത്തകന്മാരുമായി ബന്ധപ്പെട്ടു, യൂണിറ്റുകളുമായി ബന്ധപ്പെട്ടു. അങ്ങനെ അന്ന് താലൂക്ക് കമ്മിറ്റിയും മറ്റ് മേഖലാ കമ്മിറ്റിക്കുമൊക്കെ എല്ലാത്തിനും പകരം സർക്കിളിനും സെക്ടറിനുമൊക്കെ പകരമുള്ള അന്നത്തെ യൂണിറ്റും പഞ്ചായത്തും കമ്മിറ്റികളൊക്കെ ഇങ്ങനെ വന്നു. ശരിയായി വന്നൊരു 2 കൊല്ലം കൊണ്ട് ഏകദേശം സെറ്റപ്പാക്കിയിട്ടാണ് സുന്നി യുവജന സംഘത്തിന്റെ സ്റ്റേറ്റ് സമ്മേളനം കോഴിക്കോട് നടക്കുന്നത്. ആ സമ്മേളനത്തിന് ചില ആളുകൾ ഇങ്ങനെ മുഖം കറുപ്പിച്ച് വന്നവരൊന്നുണ്ടായിരുന്നു. കാരണം സമ്മേളനം പി ഉസ്താദിന്റെ പ്രവർത്തനം കൊണ്ട് ഒരു ഹരമായി പ്രവർത്തകർ ഏറ്റെടുക്കുകയും ഇന്നത്തതുപോലെ ലക്ഷക്കണക്കിന് മെമ്പർമാരൊന്നും വന്നില്ല. കാരണം അതിനുള്ള ഒരു ചുറ്റുപാടും സംവിധാനം അന്നില്ലായിരുന്നു. പക്ഷെ ജനങ്ങൾ കുറെ അന്ന് ഈ സുന്നി പ്രസ്ഥാനത്തിന്റെ ഈ മുന്നേറ്റത്തിന് കോഴിക്കോട്ടേക്ക് ഒഴുകിയെത്തി. ഇത് മറ്റുള്ളവർക്ക് ഒരു രസമായി തോന്നിയില്ല. അതുകൊണ്ടാണ് അവർ മുഖം കറുപ്പിച്ചു വന്നു എന്ന് പറയാൻ കാരണം. ഇനി ഏതെങ്കിലും എസ്കക്കാർക്ക് ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്ക് കേൾക്കുന്നവര് ആരാണ് ആ മുഖം കറുപ്പിച്ചത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഓരോട് ഞാൻ പറഞ്ഞെടുക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾക്കങ്ങനെ മറ്റുള്ളവരെ പരാമർശിക്കൽ വലിയ ലക്ഷ്യമല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം ഒരു പേര് പറയുന്നില്ല. ഇതും കൂടി കഴിഞ്ഞപ്പോൾ ഇവർക്കൊന്നുകൂടി ഒരു പ്രശ്നമായി. അങ്ങനെ കരുനീക്കം നടത്തിയിട്ടാണ് അവരിതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത്. ഈ സമ്മേളനം കഴിഞ്ഞ് ഏകദേശം ഒരു 5 വർഷം കഴിയുമ്പോഴാണ് സമസ്തയുടെ 60ാം വാർഷികം തീരുമാനിക്കുന്നത്. ആ തീരുമാനിക്കുന്ന സമയത്ത് ഒരുപാട് വൈതരണി സുന്നി പ്രസ്ഥാനത്തിന്റെ മുന്നിൽ. ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുനാ ശംസുൽ ഉലമാ കെ ഉസ്താദ് നമ്മളോടുകൂടെ അന്ന് പാറ പോലെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ ഉറപ്പ് വേണ്ടതുപോലെ പി ഉസ്താദ് മുതലെടുത്തിട്ടാണ് ആ സമ്മേളനം വിജയിപ്പിച്ചത് എന്ന് പ്രവർത്തകരെ നാം മനസ്സിലാക്കണം. അന്ന് ശൈഖുനാ ശംസുൽ ഉലമാ നമ്മളെ കൂടെ അല്ലെങ്കിൽ ആ 60ാം വാർഷികം ആ രൂപത്തിൽ ഒന്ന് വിജയിക്കുകയില്ല എന്നത് ഉറപ്പാണ്. കാരണം ശംസുൽ ഉലമയുടെ ദീർഘദൃഷ്ടിയും മറ്റുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആ രൂപത്തിലായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മളെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ, അയാളും സാധു, പിന്നെ തൗബ ചെയ്തിട്ടൊക്കെ അയാൾ മരിച്ചുപോയി. ഈ കോഴിക്കോട്ടേക്ക് നമ്മളന്ന് റോഡ് ബ്ലോക്കാക്കും, ആളുകൾ വരാൻ പെടില്ല എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയക്കാരുടെ ഒരു തിരിപ്പ് കൊണ്ട് പറഞ്ഞതായിരുന്നു അയാളെന്ന്. പിന്നെ ആ രാഷ്ട്രീയത്തിൽ തന്നെ അയാൾ പോയി.
അയാൾ വേറൊരു രാഷ്ട്രീയക്കാരനായിട്ടൊക്കെയാണ് അവസാനം മരണപ്പെട്ടത്. അന്ന് എ പി ഉസ്താദിന്റെ സ്വാഗത പ്രസംഗം ശ്രദ്ധിച്ച ആരെങ്കിലും ഇതിന്റെ ഈ സംസാരം കേൾക്കുന്നുവെങ്കിൽ സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനത്തിന് റോഡ് ബ്ലോക്കാക്കുമെന്ന് പറഞ്ഞവരെ അള്ളാഹു ബ്ലോക്കാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉസ്താദ് പറഞ്ഞപ്പോൾ ആദ്യം വലിയ ഉഷാറായിട്ട് തക്ബീർ ജനങ്ങൾ ചൊല്ലിക്കൊടുത്തത് ഇല്ലേ? ഈ പറഞ്ഞ വ്യക്തിനെയാണ് എന്തോ ഒരു ചെറിയ അസുഖം കാരണം അദ്ദേഹത്തെ അള്ളാഹു തആല കൊണ്ട് ആശുപത്രിയിലാക്കി, അതുകൊണ്ടാണ് ബ്ലോക്കാക്കി എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു വൈതരണി. പിന്നെ ഇന്നിപ്പോ മറുഭാഗത്തുള്ള ഫൈസി 2-3 പൈസമാരുണ്ടായിരുന്നില്ല. ആ പൈസമാര് അന്ന് സമസ്തക്കൊരു തലവേദനയായിരുന്നു. എ പി ഉസ്താദിന്റെ സ്വസ്ഥമായിരിക്കുന്ന ഇടപെടൽ കാരണം അവരെ അന്ന് സസ്പെൻഡ് ചെയ്യുകയും പിന്നെ അത് തിരിച്ചെടുക്കുകയും പിന്നെ അവരോട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്ത് അവരെ ഒരു ഭാഗത്തേക്ക് അടക്കി നിർത്തുന്ന പരിപാടി. അത് അങ്ങനെ ഒരുപാട് വൈതരണികൾ അന്ന് സൃഷ്ടിച്ചതിന്റെ പിന്നിലൊക്കെ ഇപ്പോഴത്തെ ഈ ചേളാരിക്കാരുടെ പിന്തലമുറക്കാരിൽപ്പെട്ട ചിലർ, എല്ലാവരും നമുക്ക് പറഞ്ഞുകൂടാ, ഞാൻ ചേളാരിക്കാരുടെ പിന്തലമുറയിൽപ്പെട്ട ഒരുപാട് മഹാന്മാരായിരിക്കുന്ന ആളുകൾ അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിനുള്ള ഏതാനും ചില ആളുകൾ വെറും അസൂയയിൽ മാത്രം ജീവിക്കുകയും അസൂയയാണ് വിജയത്തിന് നിദാനമെന്ന് എങ്ങനെയോ സാധുക്കൾ മനസ്സിലാക്കുകയും ചെയ്ത അങ്ങനത്തെ ചില ആളുകൾ അല്ലെ. ഒരു ചിലപ്പോൾ കുപ്പായത്തിൽ നീലം മുക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വെറ്റിലക്കറുള്ള പല്ല് ചെറുക്ക് തേച്ച് നന്നാക്കിയിട്ടില്ല, ഒക്കെ ആയിക്കാം. അതിനൊന്നും നമുക്ക് ഓരോട് തീർപ്പില്ല. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യമാണ്, അവരുടെ പ്രവർത്തനം. ആ പ്രവർത്തനത്തിന് തടയിടാനായിരുന്നു അന്ന് നേരത്തെ പറഞ്ഞ അരീക്കാട് പള്ളിന്റെ പ്രശ്നവും മറ്റേ പ്രശ്നമൊക്കെ ഓല് ഏറ്റെടുത്ത് കൊണ്ടുവന്നത്. കാരണം ആ അസൂയ മൂത്ത ആളോട് വ്യക്തിപരമായി നമ്മൾ സംസാരിച്ചിരുന്നു. അല്ല, ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്കറിയില്ലേ? ഈ അറിയുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് ഇങ്ങനെ ചൂട്ടുപിടിക്കുന്നു എന്ന് നമ്മൾ അവരോടൊന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അവരിങ്ങനെ മൗനിയാകുക ചെയ്തത്. അപ്പൊ സത്യങ്ങൾക്കറിയും, സത്യം അറിയും, പക്ഷേ അസൂയ കൊണ്ട് അവരിങ്ങനെ ഇതിന് പിന്തുണക്കുകയായിരുന്നു. അതിന്റെ പേരിലാണ് മാപ്പിളനാടിലെ റിപ്പോർട്ട് വന്നതും എ പി ഉസ്താദിനെ നടത്താൻ നോക്കിയതൊക്കെ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഇങ്ങനെ ഹബാ മൻസൂറയായിട്ട് അങ്ങനെ ധൂളിയായിട്ട് അത് കാറ്റിൽ പറച്ചു പോയപ്പോൾ അന്ന് അവരുടെ മുഖം ഒന്ന് കെട്ടുപോയിട്ടുണ്ട് അല്ലേ. ഈ മുഖം കെടൽ ഇപ്പൊ തുടങ്ങിയതല്ല, കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാകണല്ലേ. അങ്ങനെ കെട്ടുപോയി മുഖം. അങ്ങനെ സമസ്തയുടെ 60ാം വാർഷികവും നല്ല ഭംഗിയായി നടന്നു. ആ ഭംഗിയായി നടന്നപ്പോൾ അതിന് പ്രചോദനമേകിയത് അന്ന് നമ്മുടെ സിറാജ് പത്രമായിരുന്നു. ആ സിറാജ് പത്രം 984 അത് പുറത്തു വന്നതാണ്. സിറാജ് ദിനപത്രം പുറത്തു വന്നതാണ് അവർ ഈ പിളർപ്പിനുള്ള മറ്റൊരു കാരണം. സിറാജ് പത്രം പുറത്തു വന്നതിനെന്തിനാ സമസ്ത പിളർന്നു എന്ന് പക്ഷേ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. സിറാജ് പത്രം, ആ പത്രം വന്നത് സത്യത്തിൽ, സിറാജ് പത്രം വന്നത് സത്യത്തിൽ 31 കൊല്ലമായി സിറാജ് പത്രം നമ്മളെ കയ്യിലെത്താൻ തുടങ്ങിയിട്ട് അല്ലേ. ഇടയ്ക്ക് ഒന്ന് വെച്ച് ഞാൻ പറയട്ടെ, ഈ സിറാജ് പത്രം ഇപ്പോ നമ്മളൊക്കെ വീട്ടിൽ ഇതെത്തണമെങ്കിൽ, കേരളത്തിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്, കേരളത്തിൽ ഒരാളെ വീട്ടിൽ ഈ പത്രം എത്തണമെങ്കിൽ 5 റുപ്യ 25 പൈസ അതിന് ചെലവ് വരുന്നുണ്ട് ഒരു പത്രത്തിന്. മനസ്സിലാക്കാതെ സിറാജ് തുടങ്ങിയൊരു കാര്യം ഞാൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കൊടുക്കുന്നത് 5 റുപ്യാണ് മാസത്തിൽ 150, 31, 155. അത് ഏതോ ദിവസം 25 കൂട്ടിയിട്ട് അങ്ങനെയാണ് 5, 255 വരുന്നത്. ഇത് നമ്മൾ രാവിലെ പള്ളിയിൽ പോയി സുബഹിസ്കാരം കഴിഞ്ഞ് ഖുർആനൊക്കെ ഓതി തിരിച്ച് നമ്മൾ വീട്ടിൽ വന്ന് ഒരു കട്ടൻ ചായക്ക് നമ്മളെ വീട്ടുകാരോട് പറഞ്ഞ് തരുമ്പോഴത്തേക്കും ബെല്ലടിച്ച് കുട്ടി കൊടുങ്ങാണ്ട് പത്രം നമ്മളെ വീട്ടിലെത്തിക്കുന്നുണ്ട് 5 റുപ്യക്ക്. 5 റുപ്യക്കാണ് എത്തുന്നത്. ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മളെ ഈ സുന്നികളുടെ വീട്ടിൽ പോലും മാധ്യമം വാങ്ങുന്നവരുണ്ട് എന്ന് ഞാൻ മറ്റൊരാവശ്യത്തിന് ആൾ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട്. ഞാനത് കണ്ടിട്ട് നഅൂദുബില്ലാ, അവരോട് ഞാൻ ചെന്ന കാര്യം പറയുന്നതിന് മുമ്പ് ഈ പത്രത്തിൻ്റെ കാര്യം ഞാൻ ആദ്യം അവരോട് പറഞ്ഞു. പത്രത്തിൻ്റെ കാര്യം പറയും, നിങ്ങളിത് വാങ്ങരുത്. മാധ്യമം വാങ്ങുന്ന വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വരക്കുണ്ടാവില്ല, ഉറപ്പായിട്ട് നമുക്ക് പറയാം. ഏതെങ്കിലും പ്രവർത്തകർ ശ്രദ്ധിക്കുന്നുവെങ്കിൽ വളരെ വ്യക്തമാക്കണം, മാധ്യമം ദിനപത്രം വാങ്ങുന്ന വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്ക് വരില്ല. നമ്മൾ ഏത് സലാത്ത് ചെയ്തിട്ടും എങ്ങനെ ചെയ്തിട്ടും ഏത് സുന്നിയായിട്ടും
ഇതായിട്ടില്ല. ഇന്ന് നാപ്പങ്ങൾ ചിലപ്പോൾ ചോദിക്കും, മർക്കസിൽ ചെന്നാൽ അവിടെ കാണുമല്ലോ, അവിടെ റഹ്മത്ത് നിനക്ക് വേണ്ടേ, ചിലപ്പോൾ ചോദിക്കും. അത് കാരണം അത് നമ്മൾ ആസ്ഥാന കേന്ദ്രങ്ങൾ ചിലത് വേണം. കാരണം അതിലൊക്കെ ഈ സീറോ അബ്ദുള്ളയും സീറോ അല്ലാത്തവരും മറ്റുള്ളവരും ഒക്കെ നമ്മളെ മഹാന്മാരായിരിക്കുന്ന നേതാക്കന്മാരെ കുറിച്ച് അബദ്ധജനങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഡോസ് കൊടുക്കണം തിരിച്ച്. അത് കരുതി നമ്മളെല്ലാവരും ആ പത്രം വാങ്ങുക, അതിന്റെ പരിക്കാരാവുക, അത് ചെയ്യരുത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായിരിക്കുന്ന ശരീരം മണ്ണ് തിന്നു പോകുമെന്ന് പ്രചരിപ്പിക്കുന്ന കക്ഷികളാണ് അവർ. അതിനുവേണ്ടി ഈ പത്രത്തിന്റെ ഇന്ന് കിട്ടുന്ന ലാഭം ഒരു ചെലവാക്കുന്ന ലോകപത്രം എങ്ങനെ നടക്കുന്നത് അറിയോ? കുവൈറ്റ്, ഖത്തറിനും മറ്റ് ഗൾഫ് നാടുന്നൊക്കെ ഉള്ള സക്കാത്തിന്റെ കാശ് വാങ്ങിയിട്ടാണ് അവർ നടത്തുന്നത്. അവർക്കൊക്കെ ഹലാലാണ് എന്തും. അപ്പോൾ അവർക്ക് ധാരാളം കാശ് കിട്ടും. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തും എങ്ങനെയൊക്കെ പേപ്പറും ഏത് രൂപത്തിലൊക്കെ ആക്കി വിടാം. നമ്മളത് വാങ്ങരുത്, കാണിക്കണം. അപ്പോഴേ നമ്മൾ ആദർശ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടും ആദർശവാദികളാണ് പറഞ്ഞുകൊണ്ട് പ്രയോജനമുള്ളൂ. മനോരമയും വാങ്ങരുത്, മനോരമയും വാങ്ങരുത്. അഫ്ഗാനിലും ഇറാഖിലും ഇറാനിലുമൊക്കെ ഈ കുട്ടികൾക്ക് വിഷം കുത്തി കൊടുത്ത് ഈ ചെറിയ മക്കളെ മസ്തിഷ്ക ജ്വരമുണ്ടാക്കുന്ന രൂപത്തിൽ അവർക്ക് ഈ തെറ്റായ മരുന്നുകൾ കൊടുത്തിട്ടും അതുപോലെ ജ്യൂസിന്റെ രൂപത്തിലൊക്കെ അവർക്ക് കൊടുക്കുന്ന പല ജ്യൂസും ഫ്രീ ആയിട്ട് ഈ സിയോണിസ്റ്റുകളും ജൂതായിസ്റ്റുകളും ഒക്കെ കൊടുക്കുന്നത് ആ കുട്ടികളുടെ ഹൃദയം മരവിക്കുന്നതും അവർക്ക് ഭാവിയിൽ രോഗമുണ്ടാകുന്ന ജ്യൂസുകളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അതിനാണ് മനോരമന്റെ ഒരു സഹായം അവർക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മനോരമയും വാങ്ങരുത്. നമ്മൾക്ക് സിറാജ് മാത്രം മതി. സിറാജിൽ തന്നെ എല്ലാ വിവരങ്ങളും ഉണ്ട്, മറ്റുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ മറ്റുള്ളവന്മാർ കുറച്ച് അയവമ്പനോ അല്ലെങ്കിൽ കുറെ പൊടിപ്പും തങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പലരും ഇന്നത്തെ ഇന്റലിജൻസിന്റെ നേതാക്കൾ അതുപോലെ ഭരണകർത്താക്കൾ, മന്ത്രിമാര് പലരും ശരിക്കും ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നതും നോക്കുന്നതും അത് യഥാവിധി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിറാജ് പത്രമാണെന്ന് സമ്മതിച്ച കാര്യമാണ്. എവിടുന്നു അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സിറാജ് പത്രം തുടങ്ങിയത് അത് ഇവർക്ക് വലിയ തലവേദനയായി. തുടങ്ങുമ്പോൾ നിങ്ങൾ കേൾക്കണം, എന്താ തുടങ്ങാൻ കാരണം എന്നറിയോ? അരീക്കാട് പള്ളിന്റെ പ്രശ്നമുണ്ടായപ്പോൾ അതിന്റെ സത്യം അത് കൊടുത്ത കുലൈബ് എന്ന് പറഞ്ഞ ആ മഹാൻ അബ്ദുള്ള കുലൈബുൽ ഹാമിലി, ആ മഹാനവറുകൾ തന്നെ അത് വിശദീകരിച്ചു. ഞാനിപ്പോൾ ഒരാൾക്കൊരു കാശ് കൊടുത്തത് എന്താണ്, എങ്ങനെയാണ് പിന്നെ എന്ന് പറയേണ്ടത് ഞാൻ കൊടുത്ത ഞാനാണല്ലോ, അല്ലേ? കൊടുത്ത ഞാനാണ്. ഒരു പ്രസവത്തിന്റെ സമയത്ത് ഒരു പ്രസവിച്ച പെണ്ണിന് വേദനയൊന്നുമില്ല, വയറ്റാട്ടി ഭയങ്കര വേദനയിൽ ഇങ്ങനെ കരയുന്ന, അതിനെക്കൊണ്ട് കാര്യമില്ലല്ലോ. അത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം അബ്ദുള്ള കുലൈബുൽ ഹാമിൽ എന്ന് പറയാൻ നിർദ്ദേശം കൊടുത്തിട്ട് അന്നത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ നോക്കിയപ്പോൾ അവരതിന് തയ്യാറായില്ല. മുസ്ലിം പത്രമായിട്ടെന്ന് പറയപ്പെടുന്നതെന്ന് ചന്ദ്രികയും ലീഗ് ടൈംസുമാണ്. ലീഗ് ടൈംസ് ചില രാഷ്ട്രീയ താല്പര്യ കോലെന്തോ കരുതിയിട്ട് അവരത് പ്രസിദ്ധീകരിച്ചു. പക്ഷെ ചന്ദ്രിക പ്രസിദ്ധീകരിച്ചില്ല. ചന്ദ്രിക പ്രസിദ്ധീകരിക്കാതിരുന്നപ്പോൾ അവരോടൊരു പരസ്യത്തിന്റെ ചാർജ് കൊടുത്തിട്ട് നിങ്ങളിത് പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പരസ്യ വിഭാഗം മാനേജറുമായി ബന്ധപ്പെടാൻ പറഞ്ഞു. അവിടെ ഞങ്ങൾ പോയി. അപ്പൊ ആ മാനേജറാണ് ധിക്കാരത്തോടെ പറഞ്ഞത്, ഞങ്ങളുടെ പത്രത്തിൽ എന്ത് പ്രസിദ്ധീകരിക്കണം, എന്ത് പ്രസിദ്ധീകരിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്ക് അധികാരം, ഞങ്ങളെ പ്രസിദ്ധീകരിക്കില്ല. ആ ടൈമിലാണ് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാകും, കുറച്ച് പ്രായമുള്ളവർക്ക് ഒരു 10-40 വയസ്സൊക്കെ അവർക്കൊക്കെ അറിയാൻ സാധ്യതയുണ്ട്. മാമാട്ടിക്കുട്ടിയമ്മ എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 4 വയസ്സോ 5 വയസ്സൊക്കെ ആയ ഒരു പെൺകുട്ടി പിന്നെ വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ട് അതിന്റെ പോസ്റ്ററുകളൊക്കെ അന്ന് ഇറങ്ങിയിരുന്നത്. അതിനെന്തോ ഒരു അവാർഡ് ഏതോ കാരണത്താൽ നമ്മളിപ്പോൾ അത് അന്നും ഇന്നും സിനിമ കാണാനും അത് നോക്കാനും നമ്മൾ പോയിട്ടില്ല, നമുക്കതിൻ്റെ ആവശ്യമല്ല. പക്ഷെ അതിനൊരു അവാർഡ് ഒന്ന് കൊടുത്തിരുന്നു. ഈ അവാർഡ് കൊടുത്ത ദിവസം അരീക്കാട് പള്ളിയുടെ ഒരു വിശദീകരണം ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് നാദാപുരത്ത് വെച്ച് നടക്കുക. ഇന്നത്തെ നാദാപുരമല്ല, അന്നത്തെ നാദാപുരം. ഇന്ന് നാദാപുരം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദാ. പേരോട് ഉസ്താദിന്റെ ഭരണത്തിന് കീഴിലാണ് നാദാപുരം ഇപ്പോൾ ഉള്ളത്. നാദാപുരം എന്ന് പറഞ്ഞാൽ വലിയ കച്ചറി ഗുരുമാരൊക്കെ പലവട്ടം നടന്ന സ്ഥലമാണ്. ഒരുപാട് മുസ്ലിമീങ്ങൾക്ക് ജീവഹാനി നേരിട്ട സ്ഥലമാണ്. ഒക്കെ ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. ഒക്കെ ഈ രാഷ്ട്രീയമായിരിക്കുന്ന ഇടപെടലും മറ്റുമൊക്കെ ഉള്ളതിന്റെ പേരിലാണ്.
അല്ലാതെ അവരൊക്കെ സുന്നിയായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഹിന്ദുക്കൾ സുന്നികളെ അതൊന്നും അല്ല. അതിനൊക്കെ കാരണം വേറെ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് അങ്ങനെ വേണ്ടി വന്നാൽ അത് നമുക്കപ്പോൾ വിശദീകരിക്കാം. ആ നാദാപുരത്ത് അന്ന് ഈ അരീക്കാട് പള്ളിയുടെ വിശദീകരണവുമായി ബഹുമാനപ്പെട്ട ഉസ്താദ് പോയപ്പോൾ നാദാപുരമാണല്ലോ എന്ന് മനസ്സിലാക്കി. ഞാനന്ന് ഗൾഫിൽ നിന്ന് ലീവിൽ വന്നതാണ്. ലീവിൽ വന്നാലും നമ്മൾ 90% മർക്കസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ കൂടുതൽ ആദ്യം നമുക്കൊരു ഹരായിരുന്നു. അപ്പൊ അന്ന് ഉസ്താദ് പറഞ്ഞ ഒരുപാട് ഒരു ചെയ്ത് പറഞ്ഞിട്ട് അങ്ങനെ ആ പഴയ 406 ഒരു അംബാസഡറാണെന്നുള്ളത് അതിലിങ്ങനെ കയറി നമ്മൾ പോയി പരിപാടി ഇങ്ങനെ വിശദീകരിച്ച് ഉസ്താദ് പറഞ്ഞപ്പോൾ അംഗീകരിക്കുന്നവർ കുറെ ആളുകളുണ്ട്, സംഘടിപ്പിച്ചവരുമുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ നരി നോക്കി നിൽക്കുന്നത് പോലെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. ആ രാഷ്ട്രീയക്കാരുടെ മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഈ പത്രത്തിലൊന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടായിട്ട് കൊടുത്തില്ല. എന്നാൽ നിങ്ങളൊരു പരസ്യം കൊടുക്കണമെന്ന് പറഞ്ഞു, അതും കൊടുത്തില്ല. എന്നിട്ട് നിങ്ങൾ നോക്ക്, മാമാട്ടിക്കുട്ടിയമ്മയുടെ പരസ്യം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ സ്റ്റേജിൽ വെച്ച് ധൈര്യത്തോടുകൂടി പത്രം ഒരൊറ്റ ആറാണ് കൊടുത്തത്. എല്ലാവരും ഞെട്ടിപ്പോയി, എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ അല്ലേ. നിങ്ങൾ നോക്കിയത് അന്ന് നമുക്ക് സിറാജില്ല. ആ വലിച്ചെറിയുന്ന ദിവസം നമുക്ക് സിറാജില്ല. ഈ പത്രത്തിൽ ഞങ്ങൾ ചെന്ന് പരസ്യം കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരു നിരാശരാക്കി മടക്കിയപ്പോഴാണ് നമ്മൾ പെട്ടെന്നൊരാലോചന നടത്തിയത് അല്ലേ. വലിയ വലിയ നേതാക്കളൊന്നും സമസ്ത മുശാവറ കൂടി തീരുമാനിച്ച പത്രമല്ല അത്. സുന്നി യുവജന സംഘം സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയാണ്ട് ആലോചിച്ചിട്ടുമല്ല, SSFന്റെ കമ്മിറ്റി കൂടിയാണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ആലോചിച്ചതുമല്ല അല്ലേ. നിങ്ങൾക്കറിയാം, മർഹൂം ഒരു ആലിക്കുട്ടി മാസ്റ്റർ ഉണ്ടായി, അതുപോലെ മർഹൂം CA പറമ്പക്കടവ്, മർഹൂം C ഹൈദരാജി, മർഹൂം PP ഉസ്താദ്, മർഹൂം അണ്ടോൺ ഉസ്താദ് അല്ലേ. ഇങ്ങനെയുള്ള അന്ന് മറ്റുള്ളവരിങ്ങനെ പറയില്ല, നമ്മളെ തീവ്ര സുന്നികളെന്ന് സുന്നികളെ കൂട്ടത്തിൽ തന്നെ പറയുന്നു. ഇവരിൽപ്പെട്ട CA പറമ്പക്കടവും C ഹൈദരാജിയും ആലിക്കുട്ടി മാസ്റ്ററും വിനീതനായ ഞാനും ഒക്കെ അന്ന് ഈ പാറന്നൂർ ഉസ്താദും അണ്ടോൺ ഉസ്താദ് അന്ന് ഈ പരസ്യം കൊടുക്കേണ്ട കാര്യം പറയാൻ വേണ്ടി അങ്ങോട്ട് വന്നിട്ടില്ല. അണ്ടോൺ ഉസ്താദ് വേറൊരു പരിപാടിക്ക് ദൂരത്തായതിൻ്റെ പേരിലാണ് അത് തബ്ലീഗ് വിശദീകരണത്തിന് വേണ്ടി പോയിരുന്നു. അതിൻ്റെ കാരണം കൊണ്ട് എത്താൻ കഴിഞ്ഞില്ല. തിരിച്ചു പോരുമ്പോൾ നമ്മൾ കോഴിക്കോട് ക്രിസ്ത്യൻ ടൂറിസ്റ്റ് ഹോമിൽ റൂം എടുത്തിട്ട് അവിടുന്ന് ആലോചിച്ചതാണ് എന്ത് വേണം. അതിനോട് തീരുമാനിച്ചപ്പോൾ തുടങ്ങുക. ഇങ്ങനെ പത്രം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ചായപ്പൊടി തുടങ്ങണവർ തുടങ്ങാൻ കഴിയുമോ? കഴിയില്ല. നിങ്ങൾ നോക്ക്, ഇന്നിപ്പോൾ പലരും ഏത് പത്രം വരികയാണെങ്കിലും കൊല്ലങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഫ്ലക്സുകൾ, പ്രചരണങ്ങൾ, വലിയ ബിൽഡിങ്ങുകൾ, ആധുനിക ഉപകരണങ്ങൾ ഇതൊക്കെ സജ്ജമാക്കി വെച്ച് പിന്നെ അതിൽ നിന്ന് മറ്റ് ഈ പത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചവർ, എഴുതാൻ പഠിച്ചവർ, ലേഖനം എഴുതാൻ പഠിച്ചവർ, എഡിറ്റ് ചെയ്യാൻ പഠിച്ചവർ ഇങ്ങനെയൊക്കെ സജ്ജാക്കിയിട്ടാണ് പത്രം തുടങ്ങുന്നത്. ഇതൊന്നുമില്ല. ഇതിങ്ങനെ വെച്ച് നമുക്ക് തുടങ്ങാനൊരു സുരേഷ് എന്ന് പറയുന്ന ഒരു ഹിന്ദു സഹോദരനെയാണ് ആദ്യമായിട്ട് അതിന് കിട്ടുന്നത്. എന്താണ് അതിന് മുതൽ മുടക്കുന്നത്? ആദ്യം അതിന് നമ്മൾ തീരുമാനിച്ചു തുടങ്ങിയ അങ്ങനെ CA പറമ്പക്കടവിനെയും ആലിക്കുട്ടി മാസ്റ്ററെയും അധികാരപ്പെടുത്തി അതിന് പേരും അംഗീകാരവും രജിസ്ട്രേഷനൊക്കെ കിട്ടാണല്ലോ. കൊടുത്തപ്പോൾ അൽഹംദുലില്ലാ ഒരു മാസത്തിന് മുമ്പ് തന്നെ നമ്മൾ പല പേരും കൊടുത്തു. അതിൽ സിറാജ് എന്ന പേര് അംഗീകരിച്ച് വന്നു. ആ സിറാജ് നമ്മൾ പിന്നെ സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് AP ഉസ്താദിനോടും മറ്റുമൊക്കെ വിവരം പറഞ്ഞപ്പോൾ AP ഉസ്താദും നമുക്ക് പത്രം അത്യാവശ്യമാണ്, പക്ഷേ എന്തൊക്കെ നിങ്ങളിപ്പോൾ അതിന് നിങ്ങൾ മുതൽക്കൂട്ട് കണ്ടിട്ടുള്ളത്? മുതൽക്കൂട്ടൊന്നുമില്ല, ആത്മാർത്ഥമുള്ള കുറച്ച് പ്രവർത്തകരെന്നാണ് പറഞ്ഞത്. എനിക്കറിയാം, എൻ്റെ ചെറിയ അന്നത്തെ രണ്ടാമത്തെ മകളുടെ കാലിലുണ്ടായതൊരു പാദസരം പണയം വെച്ചിട്ട് അന്നിപ്പോൾ പൊന്നിന് ഒരു 1000 ഉറുപ്പിക എന്നെ 984 1000 ഉറുപ്പിക എന്നെ പൊന്നിനില്ലാത്ത ഒരു കാലമാണ്. അപ്പോൾ 2 പവൻ്റെ ഒരു 2 പാവസരം, 4 പവൻ്റെ 2 പാവസരം വെച്ചാൽ കൂടിയാൽ ഒരു 4000 ഉറുപ്പിക കിട്ടാത്ത കാലം. അത് പണയം വെച്ചിട്ട് തൽക്കാലം കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് അത് പണയം വെച്ചുങ്ങാണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട അണ്ടോൺ ഉസ്താദ് 2000 ഉറുപ്പിക എടുത്ത്, പാറന്നൂർ ഉസ്താദ് അന്ന് 2500 3000 പാറന്നൂർ ഉസ്താദ് എടുത്ത്, ഇങ്ങനെയൊക്കെ ചെറിയ തട്ടിക്കൂട്ടിയിട്ടാണ്
മാതൃഭൂമി പത്രത്തിൽ അവർ റോളുമ്മ കയറ്റി, ഇന്നത്തെ മോഡലിലെ പ്രശ്നമൊന്നും മാതൃഭൂമിക്ക് വന്നില്ല, എന്നാൽ ഈ റോളുമ്മ കയറ്റിയ തീരയിൽ കുറേ കഴിയുമ്പോൾ ആ കടലാസ് പോലെ കഴിയുമ്പോൾ തിരിയാതെ അവ കുറച്ച് ബാക്കിയുണ്ടാവും. അങ്ങനത്തത് വാങ്ങിയിട്ടാണ് നമ്മൾ പത്രം തുടങ്ങുന്നത്. നിങ്ങൾക്കറിയാം, മരിച്ചുപോയ നമ്മളൊരു ആളുണ്ടായിരുന്നു, ഹിക്മത്തിന്റെ എഡിറ്റർ. ഹിക്മത്ത് എന്ന് പറയുന്ന മാസികയുടെ എഡിറ്ററായിരുന്നു അയാൾ. എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള മേലാറ്റൂർ ഭാഗത്ത് കീഴാറ്റൂരുള്ള ആളാണ്. അയാൾ പുലർപ്പൻ്റെ ശേഷം നമ്മളെ കളിയാക്കി പറഞ്ഞിരുന്നത് സിറാജുകളൊന്നും കണക്കെടുക്കുന്നത് നോട്ടീസാണ്. നോട്ടീസ് ഞങ്ങൾ വിറയിക്കുന്ന സാധനം തന്നെയാണ്. പക്ഷെ അന്ന് നോട്ടീസ് പോലെ തന്നെയായിരുന്നു. 4 പേജാണ്. 1350 കോപ്പിയാണ് ഫസ്റ്റിലടിച്ചത്. പത്രം അടിച്ചത് 1350 കോപ്പി ആദ്യം അടിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ കൂടി വന്ന് ഇങ്ങനെ ശരിയായി വന്നതാണ്. പിന്നെ കുറെ കാര്യം എല്ലാവർക്കും അറിയാം. ഇയാളെന്ന് പറഞ്ഞത് നോട്ടീസാണ്. നോട്ടീസ് തന്നെ നമ്മൾ സമ്മതിക്കും. അതെങ്ങനെയാണ് വെള്ളപ്പം ചുടുന്ന മാതിരി വന്ന് ഒരു ഭാഗത്തേക്ക് ആദ്യം അടിച്ച്, എന്നിട്ട് അങ്ങനെ മറിച്ച് ഇപ്പുറത്തേക്ക് അടിച്ച്, എന്നിട്ട് വേറെ ആൾ മടക്കി, എന്നിട്ട് നമ്മുടെ സ്വരാജ് അടക്കം ആണ് വെച്ചു കൊടുത്താലൊക്കെ റെഡി ആയിട്ട് കമ്പ്യൂട്ടറിലത് വന്ന് മടക്കി നമ്മൾ 8 പേജ് 12 പേജുള്ളതൊക്കെ മടക്കി ലെവലാക്കിയിട്ട് പുറത്തേക്ക് വരാം. അല്ലെങ്കിൽ നമ്മൾ രാവിലെ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പേജ് ഇങ്ങനെ മറിക്കുമ്പോൾ നമ്മൾ പിടിച്ച് മറിക്കേണ്ടി വരും. അതിനാണ് അതിന് മറക്കുന്ന സംവിധാനം. അങ്ങനെയാണ്. അന്നൊന്നുമില്ല, അന്നിങ്ങനെ വെച്ച് പിന്നെ അങ്ങോട്ട് വെച്ച് ഇങ്ങനെയൊക്കെയാണ്. എന്നാലോ ഇത് പത്രത്തിൽ വന്നാലിപ്പോൾ അത് വായിക്കാൻ കഴിയുമ്പോൾ തിരിവാക്കി. അന്നത്തെ പ്രസിൻ്റെയും നമ്മളെ മഷി വാങ്ങാനുള്ള പൈസയുടെ കുറവുകൊണ്ടൊക്കെ ചിലതൊന്നുമില്ല. ഞാൻ നമ്മളെ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ സെക്രട്ടറിൻ്റെ അബൂ ഹനീഫൽ ഫൈസി, അന്ന് നമ്മളൊരു സ്ഥലത്തൊരു ആട് വിതരണം ഉണ്ടായിരുന്നു. ആട് വിതരണത്തിന് ബഹുമാനപ്പെട്ടവരെയാണ് വിളിച്ചത്. അങ്ങനെ ആ ആട് വിതരണം ചെയ്യുന്ന ഒരു ഫോട്ടോ അടക്കം അടിക്കുറിപ്പും കുറച്ച് പിന്നെ റിപ്പോർട്ടുണ്ട്. അതിൻ്റെ 4ാമത്തെ പേജിൽ തന്നെ ഉണ്ട്. അപ്പം അത് വായിച്ചു നോക്കുമ്പോൾ ഈ ഫോട്ടോത്തിലെ ക്ലിയർ കുറവുകൊണ്ട് അബൂ ഹനീഫൽ പൈസ ഏതാണ്, ആട് ഏതാണ്, അതിൽ കൂടിയ ആൾക്കാരേതൊന്നും തിരിയില്ല. അങ്ങനെ ഉണ്ടെന്ന് നമ്മളിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് വായിക്കുന്ന അങ്ങനത്തെ രൂപമായിരുന്നു അത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പത്രത്തിനെ അന്നത് ഉദ്ഘാടനം ചെയ്ത മഹാന്മാരായിരിക്കുന്ന നേതാക്കളുടെ പ്രാർത്ഥന പോലെ തന്നെ അള്ളാഹു തൗഫീഖ് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് നമുക്ക് നിരവധി എഡിഷൻ ആ പത്രത്തിനുണ്ടെങ്കിൽ നമുക്ക് സമാധാനിക്കാം, സന്തോഷിക്കാം. അല്ലേ? ആരാ ഉദ്ഘാടനം ചെയ്ത കൂടിയെന്നല്ലോ? ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദാണ്. കോട്ടുമൽ ഉസ്താദ് മാനാഞ്ചിറക്കടുത്തുള്ള ഒരു ഓഫീസ്, ആർടി ഓഫീസ്, ആ ഒരു ഓഫീസിന്റെ പരിസരത്താണ് നമ്മളന്ന് ലളിതവും എന്നാൽ പ്രൗഢഗംഭീരവുമായ ഒരു സദസ്സിൽ വെച്ചിട്ടാണ് രാവിലെ ഒരു 11 മണി സമയത്ത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇല്ലേ? ആ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് കോട്ടുമൽ ഉസ്താദ് പറഞ്ഞ വാക്കുണ്ടത് ഇത് സിറാജം മുനീറ എന്ന് പറഞ്ഞിട്ട്, ഇത് ഒരു വിളക്ക്, എന്നാ വെറും വിളക്ക് നിങ്ങൾ കണക്കൂട്ടണ്ട, ഇത് ബിദ്അത്തുകാരെ സുന്നി വിരോധികളെ അടക്കിയിരുത്താനുള്ളൊരു ആയുധം കൂടിയാണ് ഈ പത്രം. അല്ലെ? പത്രം കൊണ്ട് പലരും വെട്ടിയാൽ മുറിയില്ല, പക്ഷേ പത്രത്തിൽ എഴുത്തുകൊണ്ട് പലരും മുറിഞ്ഞ് വീണുതല്ലോ കിടക്കുന്നു ചരണയിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഓർക്കുന്നതിനെ പോലെ, അതുപോലെ നമ്മുടെ ഇറാനിൽ വലിയ സമ്മേളനത്തിന് പോയ അഖില പരലോക പണ്ഡിതനെന്നൊക്കെ അവകാശപ്പെടുന്ന അവരൊക്കെ അങ്ങനെ വീണ് കിടക്കുന്ന പലർക്കും നമ്മൾ കാണുന്നുണ്ടല്ലോ, പലവട്ടം വീണത് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ കോട്ടുമൽ ഉസ്താദ് അങ്ങനെ ആശീർവദിച്ചതാണ്. ഇത് നിങ്ങളാ പരിണാമമായിട്ടുള്ള പത്രമല്ല, ഇത് സിറാജ് എന്ന് പറഞ്ഞാൽ വെറും ഒരു വിളക്ക് മാത്രമല്ല, ഇത് ഒരായുധം കൂടിയാണ്. എന്നിട്ട് ഇതിനെ ഊതിക്കെടുത്താൻ ആരെങ്കിലും നോക്കും. അല്ലേ? അപ്പൊ ഈ പത്രം ബഹുമാനപ്പെട്ടവർ കയ്യിൽ പിടിച്ചിട്ടാ പറയുന്നത്, ഇങ്ങനെ വലത്തെ കയ്യിലൊന്നും ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചിട്ട് പറയാ ഇതിനെ ഊതിക്കെടുത്താൻ പലരും നോക്കും, പക്ഷേ ഊതിക്കെടുത്തുന്നവരുടെ നാവ് കരിയേ ചെയ്യുള്ളൂ. ഊതാൻ ഉദ്ദേശിക്കുന്നത് വിളക്ക് എന്ന് പറഞ്ഞാൽ വിളക്ക് കിടത്തുമ്പോൾ പോലെ നമ്മളിപ്പോൾ ഈ കറണ്ടിന്റെ വിളക്കൊന്നും അല്ലാത്തതൊക്കെ ഊതിങ്ങാണ്ട് അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ മിന്നിങ്ങാണ്ടാളെ കിടത്തല്, അങ്ങനെ ഊതിക്കെടുത്താന്നൊരു സ്വഭാവം ഇങ്ങനെ പറയലുണ്ട്. അല്ലേ? അത് പരിശുദ്ധ ഖുർആനും അങ്ങനെ പറയുന്നുണ്ടല്ലോ. അല്ലേ? ഇതിനെങ്ങനെ ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ അത് നടക്കൂല എന്നുള്ള കാര്യം. അത് ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് എന്ന് പറഞ്ഞ ആ ഊതിക്കെടുത്താൻ നോക്കണ്ട. പക്ഷെ ഇത് ഊതി നോക്കി ചിലത് ഊതുന്നത് എങ്ങനെയാണോ, ഊതുമ്പോൾ ഒരൊറ്റ കത്തയുടെ കത്തി, അങ്ങനെ കത്തിയിട്ടാണ് നമ്മൾ ദുബൈയിൽ നിന്ന് എഡിഷൻ തുടങ്ങി, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി, നമ്മൾ കണ്ണൂരിൽ നിന്ന് തുടങ്ങി. ഇതൊക്കെ ഈ ഊത്തിന്റെ ഫലം കൊണ്ട് വന്ന എഡിഷനുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെതിർത്ത ആളുകൾക്ക് എന്തെങ്കിലും ഖൈറ് കൊടുക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ അള്ളാഹ് കൊടുത്തോട്ടെ. കാരണം വളരെ എളുപ്പമുണ്ടാണ് ഇത് ഉഷാറായി വന്നത്. അന്ന്
അവിടെ കൂടിയ മറ്റു പത്രക്കാരെയും നമ്മൾ ഇതിന് പത്രം ഉദ്ഘാടനം നിലക്ക് വിളിച്ചിരുന്നു. അവരൊക്കെ അന്ന് പരിഹാസ രൂപേണ പ്രസംഗിച്ചു പോയവരും ആ കൂട്ടത്തിലുണ്ട്. കാരണം പ്രഗത്ഭരായിരിക്കുന്ന ആളുകളും രാഷ്ട്രീയ സംവിധാനമുള്ളവരും പണക്കാരുമൊക്കെ പല പത്രങ്ങളും തുടങ്ങിയിട്ട് അതിൽ ചരമഗീതം ആലപിച്ച സ്ഥലമാണ് കോഴിക്കോട്. ഒരുപാട് പത്രത്തിൽ അങ്ങനെ അവിടെ അങ്ങനെ മീസാങ്കല്ല് കുത്തിയിട്ടുണ്ട്. ഇത് ഏതായിരുന്നാലും കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഓരിങ്ങനെ എഴുതിപ്പോയവരുണ്ട്. ആ പത്രം തുടങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, അതിന് പ്രൂഫ് റീഡർമാരില്ല, അതിന് പ്രാദേശിക ലേഖകന്മാരില്ല, അതിന് ജില്ലാ ആസ്ഥാനമില്ല, അതിന് ജില്ലാ ആസ്ഥാനത്ത് ഓഫീസുകളൊന്നും ഒരു സംവിധാനമല്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഒഴിവ് കിട്ടുന്ന മുത്താലിമീങ്ങൾ ഇങ്ങനെ അവിടെ പിന്നെ എഴുതി കൊടുക്കും. അതിങ്ങനെ വൈകുന്നേരം വരുന്ന ആരാ നോക്കാൻ കൂടുന്നവരൊക്കെ നോക്കിയിട്ട് ഓലിങ്ങനെ എഡിറ്റ് ചെയ്യും. അതിലിങ്ങനെ ഒരുപാട് തെറ്റുകൾ വരും. കണക്കില്ലാതെ തെറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇന്ത്യത്തിൻ്റെ ഒരു പേപ്പർ എപ്പോഴും അടിവാരത്ത് പോത്ത് ബന്ധു ചന്തു എന്ന ഹെഡിങ് വലിയ അക്ഷരമാണ്. വലിയ റിപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ, നമുക്ക് റിപ്പോർട്ട് കിട്ടാനുള്ള സംവിധാനം ഇതുപോലെ അന്നില്ല അല്ലേ. അന്നില്ലാത്തതിൻ്റെ പേരിൽ കിട്ടിയ റിപ്പോർട്ടോ കുറച്ച് പേപ്പർ നടത്തുവാണ്. അതിൽ വന്ന് ഒരു പ്രധാന റിപ്പോർട്ടൊന്നും അല്ലല്ലോ ഇപ്പോൾ ഒരു പോത്ത് ബന്ധുങ്ങാണ്ട് അത് ജീവൻ പോയത്. പക്ഷെ അത് വേറൊന്നും കിട്ടാത്തതുകൊണ്ട് കുറച്ച് വലിയ ഹെഡിങ്ങായിട്ട് കൊടുത്തപ്പോൾ ഈ പ്രൂഫ് നോക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിലോ മറ്റോ പത്രം അടിച്ചു വന്നത് എങ്ങനെയാണ്? അടിവാരത്ത് പോത്ത് ബന്ധു ചന്തു എന്നുള്ളതിന് പകരം നമ്മളൊക്കെ ഒരുപാട് അതിന് പരിഹാസം മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. അത് സാധാരണയാണ്. ഇപ്പൊ ഇന്ന് ആണെങ്കിലും പത്രത്തിൽ ഇപ്പോഴും അക്ഷരത്തെറ്റുകൾ മറ്റുമൊക്കെ വരും. പക്ഷെ അത് നോക്കാനും ആളില്ലായിരുന്നു. നമ്മൾ വാങ്ങിയ പ്രസ് ഏതാണ്? ഈ പ്രസ് അത് ആദ്യം തനിനിറന്ന ഒരു പത്രം നടത്തിയ അവർ കൂട്ടിപ്പോയിട്ട് പിന്നെ അഖിലേന്ത്യാ ലീഗ് ടൈംസ് നടത്താൻ വേണ്ടി വാങ്ങിയ പ്രസ്സാണ്. ആ പ്രസ്സാണ് നമ്മൾ 3,25,000 ഉറുപ്പിക വില നിശ്ചയിച്ച് അത് പഠന VKP ഖാലിദ് ഹാജി അതുപോലെ സെയ്ദ് മർവാഫയ്ക്ക് തങ്ങൾ ഇവർക്കൊക്കെയാണ് അതിന് കൊടുക്കാനുള്ള അധികാരം ഉണ്ടായത്. അവരിൽ നിന്ന് ഇടനിലക്കാരൻ നിലയ്ക്ക് ഞാൻ ആദ്യം ഒരു ലീഗ് വളർത്തപ്പോൾ പിന്നെ ഞാൻ അഖിലേന്ത്യാ ലീഗായിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ അവരോടൊക്കെ നമുക്ക് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഇടനിലക്കാരനായിട്ട് നമ്മൾ പ്രവർത്തിച്ച് 3,25,000 ഉറുപ്പിക വില നിശ്ചയിച്ച് ആദ്യം 1 ലക്ഷം കൊടുത്തു. പിന്നെ പൈസയൊക്കെ പിരിച്ചുകൊണ്ട് 2 ലക്ഷം കൊടുത്തു. അങ്ങനെ കൊടുത്തിൽ അവർ നോക്കുമ്പോൾ നമ്മളോ നിയമതലീകാണല്ലോ. അപ്പോൾ ഇത് വില കോരിച്ചെടുത്തതാണ്. അപ്പൊ ഇനി 25,000 ഉസ്താദ് എങ്ങനെയൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് ഉണ്ടാക്കി തന്നെ കൊണ്ടേ കൊടുക്കാൻ ചെയ്തു പോകാത്ത തങ്ങളത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു. ഏതായാലും ഈ 3 ലക്ഷം എല്ലാവരും ഓരിച്ചെടുത്ത് ആ ഓരിച്ചെടുത്ത കൂട്ടത്തിൽ 25,000 ഞാനും കൊടുക്കുന്നത്. ഇത് ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞ് അത് തിരിച്ചിങ്ങോട്ട് ഉസ്താദ് കൊണ്ടേ കൊടുത്ത് നമുക്ക് കടലാസ് വാങ്ങിയ മറ്റൊക്കെ ചെയ്യാം. 3 ലക്ഷം കൊണ്ട് അത് ഞാൻ പൊരുത്തപ്പെടിച്ച് കൊടുത്തിട്ടുണ്ട് തന്നെ. ആ പ്രസ്സിലാണ് നമ്മൾ ഇതിൻ്റെ തുടക്കം തുടങ്ങി. അത് പന്നിയാങ്കരയിൽ നിന്ന് നടക്കാവെന്ന് ഏതായാലും 4 വയസ്സൊക്കെ ഉണ്ടാക്കിയ സ്ഥലം കിട്ടി. ഒരു പഴയ വീടായിരുന്നു. അവിടെ കൊണ്ടുവന്നത് സ്ഥാപിച്ച് അങ്ങനെ മെല്ലെ അങ്ങനെ കൊണ്ടുവന്നതാണ്. അവരെ ഈ ചേളാരികളുടെ പിന്തലമുറക്കാർ അപ്പോഴും അവർ മനസ്സിലാക്കി ഇതൊന്നും വല്ലാതെ മുന്നോട്ട് പോകില്ല എന്ന് കരുതിയിട്ട് ആ പത്രം തുടങ്ങിയപ്പോൾ അതിനെയും എതിർത്തു. ഇതും ഈ പിളർപ്പിനുള്ള ഒരു കാരണമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ UAE പല ഭാഗത്തും നമ്മളന്ന് ചെന്ന് പത്രത്തിനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പൈസ തരുമോ? പത്രം നടത്താനാണെന്ന് പറഞ്ഞാൽ ഇല്ല. അറബികളോട് ചോദിച്ചാൽ ഓരോടും തരില്ല. പക്ഷേ അവരടുത്ത് ചെന്നിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി നമ്മൾക്കിതില്ലെങ്കിൽ കാര്യം പോക്കാണ്, അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം. പിന്നെ പരിചയമുള്ള അറബികളുടെ അടുത്തൊക്കെ 200, 300, 500 ഒക്കെ അങ്ങനെ കിട്ടുള്ളതിന് അതുമൊക്കെ വാങ്ങിയിട്ടായിരുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതിങ്ങനെ നടത്തിക്കൊള്ളു. എന്നാലും ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ പത്രം പ്രസിദ്ധീകരിക്കാൻ സാധിക്കാത്തതിൽ ഖേദിക്കുമെന്ന് പറഞ്ഞ് എത്രയോ അന്നിങ്ങനെ ബോക്സ് ന്യൂസ് വരലുണ്ട്. എന്താ സാങ്കേതിക കാരണം? പേപ്പർ വാങ്ങാൻ പൈസ അല്ലായിട്ട് തന്നെ. പേപ്പർ വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ സാങ്കേതികമായിട്ട് വിട്ടുകാണ്ട് അങ്ങനെ എത്രയോ പേപ്പർ അന്ന് മുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മുടങ്ങി നിന്നപ്പോൾ ഇത് നമുക്കൊരു തലവേദനയാവുന്ന ഒരു മനസ്സിലാക്കിയപ്പോഴും ഇത് AP ഉസ്താദിൻ്റെ ഒരു പ്രവർത്തന കാരണമാണിത് വളരുന്നത്. അതുകൊണ്ട് AP ഉസ്താദിനെ ഒറ്റപ്പെടുത്തണം. അങ്ങനെ 84 പത്രം തുടങ്ങി. ഈ 84 സംസ്ഥാന 60-ാം വാർഷികം അത് നമ്മൾ നടത്തി. പിന്നുള്ള ആ സമയത്താണ് ഈ പിളർപ്പിൻ്റെ രംഗത്തേക്ക് വരുന്നത്. അത് ഞാൻ അന്ന് സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ കഠിനമായ സെഹർ ചെയ്ത് അപ്പുറത്തേക്ക്, അതായത് അഭിപ്രായം മാറ്റി പറയാനുള്ള സെഹർ അങ്ങനെ ചെയ്തിട്ട് അവരൊരു ശ്രമം നടത്തി നോക്കിയതാണ്. അപ്പോഴ്
ബഹുമാനപ്പെട്ട AP ഉസ്താദിനോട് ഖുതുബുൽ ആലം മഹാനായ CM വലിയുല്ലാഹി നബ്ബറല്ലാഹു മർഖദഹു ആ മഹാനവറുകൾ AP ഉസ്താദിന്റെ നെഞ്ചിന് തന്റെ കൈകൊണ്ട് ഒന്നിങ്ങനെ അടിക്കുന്നത് പോലെ ആക്കിയിട്ട് പറഞ്ഞു, സത്യം, ഹക്ക് നിങ്ങളുടെ ഭാഗത്താണ്, ഹക്ക് നിങ്ങളുടെ ഭാഗത്താണ്, ഹക്ക് നിങ്ങളുടെ ഭാഗത്താണ്. ഇതുപോലെ 3 പ്രാവശ്യം ആവർത്തിച്ചു. അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾ പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കതിന് സൗകര്യം ചെയ്തു തരും, സൗകര്യം ചെയ്തു കൊടുത്തു. അല്ലാഹു തആല സൗകര്യം ചെയ്തു തന്നു. നിങ്ങൾ നോക്കുന്നു, ഇത് ഈ പിളർപ്പിന്റെ സമയത്ത് 2 മലകളുടെ ഇടയിലാണ് ചെറിയ 4 കല്ലുള്ളത്. 2 വലിയ മല. ഏതാണൊരു മല? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വ്യക്തിപരമായിട്ടൊരു മല തന്നെയാണ്. ആ മലയാകുന്ന ശംസുൽ ഉലമയെ എല്ലാ ബഹുമാനവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് അപ്പുറത്ത് ഉണ്ട്. നമ്മളൊന്നും കുറ്റം പറയാനും അല്ലെങ്കിൽ തെറി വിളിക്കാനും ശംസുൽ ഉലമയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്താനും സിന്ദാബാദ് വിളിക്കാനും ഒന്നും നമ്മൾ പോയിട്ടില്ലല്ലോ. ആ ബഹുമാനത്തോടെ നിർത്തിയ വലിയൊരു പർവ്വതം. അതുപോലെ അന്നത്തെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രീയ ശക്തി, എല്ലാ സംവിധാനങ്ങളും, ഭരണ സംവിധാനവും മറ്റ് പണക്കാരുടെ സംവിധാനവും ആളുകളുടെ സംവിധാനവും ഒക്കെയുള്ള മറ്റൊരു മല. നിങ്ങൾക്കറിയോ, അന്ന് ഈ പിളർപ്പിന്റെ 1991 എൻ്റെ ഓർമ്മ, കാന്തപുരത്തിന് മുസ്ലിം ലീഗിന്റെ മറുപടി എന്ന് പറഞ്ഞിട്ട്, കാന്തപുരം നമുക്കൊരു പ്രസ്ഥാനം തന്നെയാണ്. കാരണം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഒരു ഉമ്മത്ത്, ആ ഉമ്മത്ത് ഒരു നേതാവിൽ ഒരുമിച്ച് കൂടുമ്പോൾ ആ ഉമ്മത്ത് ഒരു പ്രസ്ഥാനം തന്നെ, അത് സംശയമൊന്നുമില്ല. പക്ഷേ സാങ്കേതികമായി പറഞ്ഞാൽ കാന്തപുരം ഒരാളാണല്ലോ, ഒരു വ്യക്തി. ആ ഒരു വ്യക്തിക്ക് മറുപടി അന്നത്തെ ഒരു കേസറ്റാണ്, ഓഡിയോ ഇതിലൊക്കെ ഇട്ടുകാണ്ട് ഈ ഓല കിട്ടുന്ന ആ ഒരു കേസറ്റ്, അതവര് ഒരു റൂമൊക്കെ തുറന്നു എങ്ങനെയോ പറഞ്ഞിട്ട് കാന്തപുരം ഉസ്താദിനെ ആക്ഷേപിക്കുകയും അതുപോലെ മറ്റു പലതൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു കേസറ്റ് ഈ രാഷ്ട്രീയ പാർട്ടി ഇറക്കുക. ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? അതിന് നിർഭാഗ്യം കിട്ടിയത് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ അവർക്കാണ്. ഉമർ ബാഫക്കി തങ്ങൾ നമ്മളോട് വലിയ മഹബത്തൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷേ 85 ലീഗ് രണ്ടും ഇങ്ങനെ യോജിച്ചപ്പോൾ മൂപ്പര് നമ്മളെ കഠിന ഒരു വിരോധിയെ പോയായി. നമ്മൾ കാണുന്ന തന്നെ വലിയ തൃപ്തിയില്ലായിരുന്നു. ഏതായാലും പോട്ടെ, നമ്മൾ ആ കാര്യം ചർച്ച ചെയ്യണ്ട. എന്നിട്ട് കാന്തപുരത്തിന് മുസ്ലിം ലീഗിന്റെ മറുപടി എന്ന് പറഞ്ഞ് കാന്തപുരം കേസറ്റ് ഇറക്കുക. അപ്പൊ കാന്തപുരത്തിന് പ്രസക്തി കൂടുകയാണ് എന്ന് ഈ സാധുക്കൾ മനസ്സിലാക്കിയില്ല. അങ്ങനെ എല്ലാ നിലക്കും ഇവരെതിർക്കുകയാണ്. അവിടെയും അല്ലേ, പയ്യോളിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതിനെ സംബന്ധിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിലമ്പൂരിൽ പ്രസംഗിച്ച പേരോട് ഉസ്താദും വന്നുപാടി പ്രസംഗിക്കാറുണ്ട്. അവരിങ്ങോട്ട് ബഹളവും ഒച്ചയൊക്കെ ആക്കിയിട്ട് പ്രസംഗിക്കാൻ പറ്റുന്നില്ല. അപ്പോ ഇവരിങ്ങനെ ഉസ്താദിനെ ഇങ്ങോട്ട് കിട്ടണം, അങ്ങനെ കിട്ടണം എന്നൊക്കെ പറഞ്ഞു. കാരണം കുറച്ചൊരു മുജാഹിദിന് ചെറിയൊരു സ്വാധീനം കൂടിയുള്ള സ്ഥലമായി എന്ന് അവിടെ മാറിയിരുന്നു ഈ പയ്യോളി. അപ്പോ അന്ന് KP ഉണ്ണികൃഷ്ണൻ കേന്ദ്രമന്ത്രിയായ ഉടനെയാണ്, വടകരയിലുള്ള KP ഉണ്ണികൃഷ്ണൻ ഈ സദസ്സിന്റെ രംഗം കണ്ടിട്ട് ഉസ്താദ് പ്രസംഗിച്ച് അവിടുന്ന് പോവുകയാണ്. അപ്പൊ ഉസ്താദ്, ഞാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞ ചില ഇൽഹാം അള്ളാഹു ചില ഉസ്താദിന് കൊടുക്കുന്നതാണ്. ആ ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ ഉസ്താദ് പറഞ്ഞു, എനിക്കിനി ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്, പിന്നെ ഇനി പേരോട് നിങ്ങളോട് സംസാരിക്കും, എനിക്ക് വടകരയുമായി ബന്ധപ്പെടാനുള്ളത് കൊണ്ടും ഞാൻ പോകാനാണ്. ഉസ്താദ് പറഞ്ഞെന്താണ്? എനിക്ക് വടകരയുമായി ബന്ധപ്പെടാനുള്ളത് കൊണ്ട്. അപ്പൊ ഉസ്താദ് പോകുമ്പോൾ ഉസ്താദിന്റെ കാറിന് എന്തെങ്കിലുമൊക്കെ നാശം വരുത്താനും ഉസ്താദിനെ കൂക്കാനും ഉസ്താദിനെ പരിഹസിക്കാനും ഒക്കെ ഒരു പറ്റം ആളുകൾ പയ്യോളിയിൽ നിന്നും കോഴിക്കോട് കൊയിലാണ്ടി ഭാഗത്തേക്കുള്ള റോട്ടിൽ കമ്പടിച്ച് കൂടിയിട്ടുണ്ട്. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് വടകരയുമായി ബന്ധപ്പെടാനുള്ളത് കണ്ടപ്പോൾ ഈ സാധുക്കൾ മനസ്സിലാക്കി ഉസ്താദിന് പോണത് വടകരയ്ക്കാണ്. അങ്ങനെ ഇവരൊക്കെ ഇങ്ങോട്ട് കയറിയത്. ഉസ്താദിന്റെ കാലം ഒന്നും അല്ലെങ്കിൽ ചുറ്റും ഒരൊറ്റ പോക്ക് പോയിക്കോട്ടെ. അവർ കുറച്ചൊക്കെ വേഗത്തിൽ വണ്ടി വയ്ക്കി. പക്ഷേ ഏറ്റവും കൂടുതൽ സ്പീഡിൽ കേരളത്തിൽ പോയത് പോകുന്നത് 2 ആളുകളാണ്. ഇപ്പൊ ഒരാളേ ഉള്ളൂ. ഒരാൾ ഇങ്ങനെ മരണപ്പെട്ടു പോയി, മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരൻ അല്ലേ. നമ്മളൊരു MLA നമ്മളെ കേരള യാത്രയിൽ പറഞ്ഞതുപോലെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അത് AP ഉസ്താദ്, ലീഡർ എന്ന് പറഞ്ഞാൽ അത് K. കരുണാകരൻ എന്ന ആൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സ്പീഡിൽ പോകുന്നവരെന്ന് പറഞ്ഞാൽ ഒന്ന് കരുണാകരൻ. കാരണം അത്രയും വേഗം പോകണം. പിന്നെ ഉസ്താദിനാണ് 4-5 പരിപാടി ഉണ്ടാകും. അപ്പോൾ ഉസ്താദിനും പോകണം. ഉസ്താദിന്റെ അന്നത്തെ കാറ് ഇത്ര ഉഷാറൊന്നും പോക്ക് വേഗം പോയില്ല. അങ്ങനെ
ഓരോ നിരാശപ്പെട്ട് അപ്പോൾ ഓലിങ്ങനെ അങ്ങനെ കളവ് പറഞ്ഞു, കാന്തപുരങ്ങളും എന്നൊക്കെ പറഞ്ഞ ചീമ്പിളിയൊക്കെ നടത്തി. അപ്പോൾ വടകര DYSP ഒക്കെ ആ സമ്മേളന സ്ഥലത്തുണ്ട്. അപ്പോൾ അവർ നമ്മുടെ പ്രവർത്തകരോട് പറഞ്ഞു, ഇവരിപ്പോൾ ആരാണ്, ഏതാണ് നിങ്ങളാണ്, മറ്റോ ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ട് നിങ്ങളാണെന്ന് മാറ്റി നിർത്തണമെന്നാണ്. അപ്പോൾ പേരോട് അന്ന് രണ്ടോളം സ്ഥാന പ്രസംഗം കഴിഞ്ഞിട്ട് പേരോട് പ്രസംഗിക്കാൻ തുടങ്ങി. പേരോട് പറഞ്ഞു, സുന്നി പ്രവർത്തകരൊക്കെ ഈ കമ്പൗണ്ടൊക്കെ മാറിയിരിക്കണം, സുന്നി പ്രവർത്തകർ മുഴുവനും കയറി നിൽക്കണം, സുന്നി പ്രവർത്തകർക്ക് അപ്പോൾ ബോധ്യമായി ഇവിടെ എന്തോ നടക്കാൻ പോകുന്നുണ്ട്, എല്ലാവരും മാറിയെന്ന്. ഇപ്പൊ മറുഭാഗത്തുള്ളവർ ഒറ്റയുമ്പിലേക്കാക്കിയപ്പോൾ DYSP അങ്ങോട്ട് ലാത്തി ചാർജിന് ഓർഡർ കൊടുത്തു. ഓരോടാദ്യം പറഞ്ഞു, നിങ്ങൾ മര്യാദയ്ക്ക് നിൽക്കണം, ഉണ്ടാതെ നിൽക്കണം, എന്നിട്ട് നിങ്ങൾ കേൾക്കണം, കേൾക്കുന്നില്ലെങ്കിൽ ഉണ്ടാതെ നിൽക്കണം, അല്ലെങ്കിൽ പോകണം. പക്ഷെ അതൊന്നും കേൾക്കാതെ ഇവർ ഈ അധികാരത്തിന്റെ ഒങ്ക് വെച്ചിട്ട് പേരോട് മൂരോടല്ല പേരോടല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നു, അണ്ടോണല്ല കുണ്ടാണല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നു, ഒച്ചയും വിളി ഉണ്ടാക്കി കേൾക്കാതിരുന്നപ്പോൾ അവിടെ തുടങ്ങി അടിച്ചിട്ട് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ഉണ്ടാക്കി. അങ്ങനെയാണ് ആ പരിപാടി അന്ന് സമാപിച്ചത്. അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ അവസ്ഥ. ഇത് നമ്മളാരും പോലീസുകാരെ അടിക്കാൻ പറഞ്ഞിട്ട് അടിച്ചതൊന്നുമല്ല, അവർ നിയമപാലകരാണല്ലോ, നിയമം അവർ പാലിച്ചതാണ്, അത്രയേ ഉള്ളൂ. കാര്യമായിട്ട് കണ്ടവർക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ പ്രയാസപ്പെടുന്ന കാലഘട്ടങ്ങളിൽ ഉസ്താദിനെ ഒറ്റപ്പെടുത്താൻ ഇവരിങ്ങനെ ശ്രമിക്കുമ്പോൾ ഒരു വലിയ രാഷ്ട്രീയ ശക്തി മറുഭാഗത്ത്, പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തലയെടുപ്പുള്ള ലോകം തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതൻ അവരും ഒരു ഭാഗത്ത്, ഇവർ രണ്ടു കൂട്ടരും ചെറിയ യോജിപ്പും. അവിടെ നിന്നാണ് പ്രിയപ്പെട്ട പ്രവർത്തകരെ നമ്മൾ ഈ പ്രസ്ഥാനം കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പിളർപ്പ് 989 ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് വന്നത് അല്ല എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിച്ചത്. ഒരൊറ്റ മിനിറ്റ്. അങ്ങനെ ആ പ്രസ്ഥാനം ഇവിടെ വളർന്ന് വരരുത് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ വഹാബികളോട് അച്ചാരം വാങ്ങിയവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് അന്ന് മർഹൂം PP ഉസ്താദ് പല സ്റ്റേജിലും വെച്ച് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും പലരും മറുപടി പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം പോലെ ഏതെങ്കിലും തരത്തിലുള്ള അച്ചാരം ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഉറപ്പിച്ചു പറയില്ലെങ്കിലും ആരോപണം വന്ന് ഉന്നയിച്ചിരുന്നു. പക്ഷെ ആരോപണം അവര് നിഷേധിച്ചിട്ടില്ല. ആ ഇന്നത്തെ ഈ ചേളാരികളുടെ പിന്തലമുറക്കാരിൽപ്പെട്ട ചില ആളുകളുടെ അസൂയയും കുതന്ത്രവുമായിരുന്നു ഇങ്ങനെ ഒരു പിളർപ്പിലേക്ക് എത്തിച്ചത്. അല്ലാഹു തആല അവരെ കൊണ്ട് എങ്ങനെ ചെയ്യിച്ചതായിരിക്കാം. നമ്മളെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, സംഘടനയുടെ സെറ്റപ്പിന് വേണ്ടി, ഈ പ്രസ്ഥാനത്തെ ലോകം മുഴുവനും വീക്ഷിക്കാനും മനസ്സിലാക്കാനും അംഗീകാരം ലോകത്തിനത് കിട്ടാനും വേണ്ടി അങ്ങനെ ചെയ്തതായിരിക്കാം എന്ന് നമുക്ക് സമാധാനിക്കാം. ഇപ്പോ അല്ലാഹു തആല നോക്കിയൊക്കെ ചെയ്തിട്ട് ഏത് ചേളാരിക്കാർ വന്ന് ഏത് കോലത്തിൽ പറഞ്ഞാലും, ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കണം, ഇപ്പം അടുത്ത് ഒരു ഈ പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജ് കർമ്മം കഴിഞ്ഞ് AP ഉസ്താദ് എത്തിയതിന് ശേഷമാണ് ഒരു മലപ്പുറം ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലത്തുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ അയാളുടെ പേരും അയാളെ സ്ഥലവും നമ്മൾ പറയില്ല. കാരണം അത് പറയാനായിട്ടുമില്ല. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ നമ്മൾ പിന്നീട് പറയേണ്ടി വരൂല. പക്ഷെ പറയേണ്ടി വന്നാൽ പറയും ചെയ്യാം. അത് ആൾക്ക് മോശമൊന്നുമില്ല. പക്ഷെ ഇപ്പം അത് പറഞ്ഞോളാം. മലപ്പുറം ജില്ലയിലാണ്, ഒരു വലിയ പ്രമുഖനാണ്, ഗൾഫിൽ വ്യവസായിയാണ്, വലിയ പൈസക്കാരനാണ്. ഈ കാലത്രയായിട്ട് ചേളാരികളുടെ കൂടെ നിന്ന ആളുമാണ്. കാരണം അതൊരു സാധാരണ ഒരു നാടൻ ഒരു പൈസക്കാരൻ. അപ്പം വരുമ്പോഴൊക്കെ ഇവരെന്തെങ്കിലും സക്കാഫി വന്നു, മറ്റൊരു വന്നു, നമുക്ക് അവിടെ സമ്മേളനം എന്നൊക്കെ പറഞ്ഞാണ് വെക്കും. എന്നിട്ട് ഇയാളെ അവിടെ അധ്യക്ഷനോ എന്തെങ്കിലും ഒന്നാക്കി സ്റ്റേജിൽ വരുത്തും. എന്നിട്ട് അതിൻ്റെ ചിലവൊക്കെ ഇവരോട് ഇയാളോട് വാങ്ങുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇയാൾ കൊടുക്കുകയും ചെയ്യും. നമ്മളെ മൂലമാർ സംഘടനയല്ലേ, പണ്ടേ കേട്ടവർ കുറേ ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിച്ച് പണ്ടേ നമ്മളെ സമസ്തൻ്റെ നമ്മൾ മാറിയാൽ എന്നൊക്കെ നോക്കി, ആ സമസ്ത അല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ. ആ സമസ്ത നമ്മൾ കക്കാട് വെച്ച് നമ്മൾ ഈ പിളർപ്പ് നമ്മൾ വന്നതിന് ശേഷം 5000-ലധികം പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി ആ ജനറൽ ബോഡിയിൽ വെച്ച് ബഹുമാനപ്പെട്ട താജുൽ ഉലമ
പ്രസിഡന്റും ബഹുമാനപ്പെട്ട AP ഉസ്താദ് സെക്രട്ടറിയുമായി തെരഞ്ഞെടുത്തോടുകൂടി മറ്റേ സമസ്തയുടെ പ്രസക്തി 989 ഇല്ലാതെയായി പോയിരിക്കുന്നു എന്ന കാര്യം അറിയാത്ത ചില സാധുക്കൾ സമസ്ത പറഞ്ഞ് അങ്ങനെ നടക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ സാധുവും അതിൽ പെട്ടുപോയിരുന്നത്. ഈ സാധു അങ്ങനെ പെട്ടതാണ്. ആ സാധു അങ്ങനെ പെട്ടപ്പോൾ അയാൾ അങ്ങനെ പോകും, കൂടും, ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ എവിടെ ചെന്നാലും ഇയാൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങളോട് പറയാൻ പോകുന്നത്. ഏത് സ്റ്റേജിലായാലും മുടി, വടി, പള്ളി, കാറ്, ചക്രം ഇതല്ലാതെ അവർക്ക് പറയാനാണ്. ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒന്ന് 2-3 മണിക്കൂർ അവർ പറയുന്ന കൂട്ടത്തിൽ സ്വാഗതം മുതൽ നന്ദി വരെയുള്ള ചെറുതും വലുതുമായിരിക്കുന്ന മുഴുവൻ ആളും പറയാനുള്ളത് ഒരൊറ്റ ഒരു ഏപ്പിൻ്റെ വണ്ടി, പിന്നെ അവിടെ മുടിയും, അവിടെ പള്ളി, അത് പള്ളി എടുക്കും, പള്ളി എടുക്കൂല, എടുപ്പിക്കും, എടുക്കാൻ പെടൂല എന്നൊക്കെ പറഞ്ഞ് ഓരോ സമയം ഞാൻ കളയാണ്. ഇതിങ്ങനെ കുറേ കേട്ടപ്പോൾ അയാൾ ഒന്ന് തീരുമാനിച്ചത്, സ്വന്തം തീരുമാനിച്ചത്, ഇവർ ഈ പറയുന്ന ഈ മർക്കസ്, അയാൾ ജീവിതത്തിൽ അതിൻ്റെ മർക്കസ് കണ്ടിട്ടില്ല. മർക്കസ് ഒന്ന് പോയി നോക്കട്ടെ, അയാൾ ഒറ്റക്ക് പോയി നോക്കണം സ്വന്തം. അപ്പൊ ഇയാള് ഗൾഫിൽ അബുദാബിയിലുള്ള ആളാണ് ഇയാള്. ആ അബുദാബിയിലുള്ള ആളെന്ന നിലക്ക് ഞാൻ അബുദാബിയിൽ കുറെ കാലം ദീനീ പ്രവർത്തനവുമായിട്ടും നമ്മളെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായപ്പോൾ ഇയാളോട് നമുക്ക് വ്യക്തിപരമായ ബന്ധമുണ്ട്. ഞാനിങ്ങനെ സത്യത്തിൽ നമ്മളെതിരാളികളാണെങ്കിലും ഞാൻ ഓരോട് പിന്നെ അങ്ങനെ കടിച്ചു കയറാൻ ഞാൻ പോകലില്ല. നമ്മൾ ഓരോക്കെ മെല്ലെ ഇങ്ങനെ ഈ പുണ്ണാക്കൊണ്ട് മക്കൾക്കാരുണ്ട്. അങ്ങനെ ആക്കിയിട്ട് കഴിയുന്ന ഓരോടൊക്കെ എന്തെങ്കിലും 10 വാങ്ങാനും കിട്ടാനൊക്കെ അതും നോക്കും. കാരണം എന്താ ഓരോക്കെ ഒരാവശ്യമൊക്കെ ഉണ്ടാക്കിയത്, ഉണ്ടാക്കിയ ഉണ്ടാക്കിയവരോട് തന്നെ കുറച്ചൊക്കെ വാങ്ങിയിട്ട് ഓരോ എതിർക്കാനുള്ള തത്വം നമ്മളെടുത്തുണ്ട്. അപ്പൊ നമ്മളെ പ്രവർത്തകർക്കൊക്കെ നമുക്ക് നമ്മളെ സ്ഥാപനം ഉണ്ടാക്കാനും മറ്റിനൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ ഉള്ളത് ഓരോട് വാങ്ങാന്നുള്ളതൊക്കെ എല്ലാവരോട് 5-1 ആളൊക്കെ പറഞ്ഞ്, അപ്പൊ നിങ്ങൾ AP അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നവരോട് ഞങ്ങൾക്കങ്ങനെ ഈക്കിയും കേക്കിയൊന്നുമില്ല, ഞാൻ TC കണ്ടത് ഈക്കിയും കേക്കിയൊന്നുമില്ല എന്നാണ്. അപ്പൊ ഒരു പെട്ടെന്ന് മനസ്സിലാക്കൂല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ കൂടുന്ന ആ നിലക്ക് ഇവരോടും എനിക്ക് ബന്ധമുണ്ട്. മാത്രമല്ല നമ്മളവിടുന്ന് ഹജ്ജ് സംഘത്തെ നയിച്ചിരുന്ന കാലത്ത് 2 പ്രാവശ്യം ഇയാൾ എൻ്റെ കൂടെ ഹജ്ജിന് വന്ന ആ ഒരു ബന്ധം അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പരിചയക്കാരാണ്. പക്ഷെ ഇപ്പൊ കുറേ കാലമായിട്ട് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ടെലിഫോൺ ചെയ്യലോ അങ്ങനെ ബന്ധപ്പെടുത്തലൊന്നുമില്ല. കാരണം ഒരു ചാളാരിക്കാരുടെ കൂടെയാണ് നിങ്ങളെ കണ്ട നമ്മൾ മുണ്ടലുമുണ്ട്. അങ്ങനെ ഇയാൾ സ്വന്തം ഒന്ന് മർക്കസിൽ പോയി മർക്കസ് ഇയാൾ കണ്ട് ഇയാൾ വന്നു. അപ്പൊ ഇയാൾക്ക് കാര്യം ബോധ്യപ്പെട്ടു, ഇവർ ഈ പറയുന്നതൊന്നും ശരിയല്ല. ഈ കാര്യം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ പിന്നെ AP ഉസ്താദിനോട് മാപ്പ് പറയാൻ പോവുകയാണ്. അങ്ങനെയാണ് വന്നത്. ആ വന്ന സമയത്ത് എൻ്റെ ഇപ്പോൾ ചെറിയ മകനും അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ അതിൽ എൻ്റെ മകൻ്റെ അമ്മോശന് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ മകനെ കാണുമല്ലോ, അമ്മോശന് മറ്റു ചില ആവശ്യങ്ങൾക്കൊക്കെ എനിക്കൊന്ന് മർക്കസ് പോകേണ്ടതുണ്ടായിരുന്നു. ഞാൻ വേറെ വയ്ക്കുന്നുണ്ട്, മൂപ്പര് വേറെ വയ്ക്കും വന്നതാണ്. അവിടെ ചെന്ന് നമ്മളെന്നപ്പോൾ ഉസ്താദ് ദർസിലാണ് നമ്മൾ നടത്തുമ്പോൾ, ആ ദർസ് കഴിഞ്ഞ് വരുമ്പോൾ ഉസ്താദിനെ കണ്ട് വേഗം പോകണം എന്നുള്ള ലക്ഷ്യത്തിൽ ഞാൻ നടക്കുന്നത്. അപ്പോൾ പരിചയക്കാർ മറ്റോ കണ്ടിങ്ങനെ കുശലം പറഞ്ഞ് വെക്കുമ്പോൾ ഇയാളെ വണ്ടി വന്ന് കയറിയാണ്ടാണ് കാറ് തുറന്ന് ഇയാൾ തന്നെ മാത്രമേ ഉള്ളൂ. അയാൾ വണ്ടി കൊണ്ട് അയാൾ ഒറ്റക്ക് വന്നതാണ്. അങ്ങനെ തുറന്ന് അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ അയാളെയും കണ്ട്. അപ്പോൾ എനിക്കൊരൽപ്പം എന്തേപ്പോൾ ഇയാളിപ്പോൾ അവിടെ വരാൻ കാരണമില്ലല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. പക്ഷെ ഞാൻ കുറച്ചാലായി കണ്ടിട്ടൊന്നും അറിയില്ല. നിങ്ങൾ കണ്ടപ്പോൾ അയാൾക്ക് ചെറിയൊരു ജാല്യതയുണ്ട്. എന്നാലും കുറച്ച് ഞങ്ങളവരെ TC സാറേ സലാം വലൈക്കും എന്നൊക്കെ പറഞ്ഞ് സലാം പറഞ്ഞ് കൂടി. അല്ല ആചാര്യ നിങ്ങളിപ്പോൾ ഇവിടെ, അപ്പം ഒരു സെക്കൻഡ് നിർത്തിയിട്ട് ഞാൻ കുറച്ചിൻ്റെ ഒരരുവക്ക് മാറ്റി നിർത്തി ഞാൻ മാത്രം കേൾക്കുന്ന രൂപത്തിൽ പറഞ്ഞു, എനിക്ക് AP ഉസ്താദിനോട് കണ്ട് മാപ്പ് പറയണം, ഞാൻ അതിന് വന്നതാണ്. എനിക്കിവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ഉണ്ടായിരുന്നു. ഏതായാലും നിങ്ങളെ കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. AP ഉസ്താദിനത്തേക്ക് എന്നെ ഒന്ന് എത്തിക്കാനൊരാളായല്ലോ. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, ഞാനിങ്ങനെ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് ഞാൻ മാനസികമായിട്ട് എനിക്ക് അവരോട് കൂടെ നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല ഞാൻ AP ഉസ്താദിന് ഒരു വാക്കും പറഞ്ഞിട്ടില്ലെങ്കിലും AP ഉസ്താദിനെ പറയുന്ന സ്റ്റേജിൽ ഞാൻ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. അതിൽ ഞാൻ സാമ്പത്തികമായി ചെലവഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വലിയ മനസ്സിന് വ്യതയായിട്ട് നടക്കുകയാണ്. എനിക്ക് AP ഉസ്താദ് പൊരുത്തപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആഖിറം രക്ഷപ്പെടാൻ സാധിക്കൂല. ആ സാധാരണക്കാരൻ പറയാണ്. അങ്ങനെ
ഉസ്താദ് ദർസ് കഴിഞ്ഞ് വന്ന് പ്രമുഖരായിരിക്കുന്ന പലരും അവിടെ ഇങ്ങനെ കാണാനും അഭിപ്രായങ്ങൾ പറയാനും ചോദിക്കാനും മറ്റുമൊക്കെ ഉണ്ട്. പല ആവശ്യക്കാർ വന്നവരുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇയാളിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അല്ലേ, വലിയ വലിയ വണ്ടി, ഇയാൾ വന്നതിനേക്കാളും വലിയ വിലപ്പിടിപ്പുള്ള വണ്ടിക്കാരൊക്കെ അത് വന്നവരുണ്ട്. ഏതായിരുന്നാലും എ പി ഉസ്താദിനോടുള്ള പരിചയം ഒക്കെ നമ്മൾ വെച്ചിട്ട് കുറച്ചാൾക്കാരൊക്കെ സംസാരിച്ചോട്ടെ, എന്നിട്ട് വേണം കൊണ്ടുപോകാനാക്കും വേണ്ട, കുറച്ചൊക്കെ വരുമ്പോൾ കാത്തു നിങ്ങളുടെ വിവരം അറിയാം. അങ്ങനെ ഒരു കുറച്ച് സമയം നിർത്തി. ആ നിർത്തിയ കൂട്ടത്തിൽ കാല് മുറിഞ്ഞ, ആക്സിഡന്റിലോ അതെന്തോ അപകടത്തിലോ പെട്ട് കാല് മുറിഞ്ഞ ഒരു ആള്, അയാൾക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് കാല് വെച്ചിട്ടില്ല, ഒരു തൊക്കിൽ വടിവെച്ച് അതിമ ചാടിയാണ്ട് ഇയാളിങ്ങനെ വന്നത് ഉസ്താദ് കണ്ടപ്പോൾ ഉസ്താദ് ആ വാതിൽക്കന്ന് ഇയാളെ കണ്ടു. അപ്പൊ ഉസ്താദ് തന്നെ അവിടെ എണീച്ച് അങ്ങോട്ട് ചെന്ന് ഇയാളെ സ്വീകരിച്ച് അവിടെ ഇരിക്കുന്നവരെയാണ്. ഇത് ഇയാൾ കാണുകയാണ്. അപ്പൊ തന്നെ ഇയാൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി. കാരണം എല്ലാവിടെ സെക്യൂരിറ്റിയും അല്ലാത്ത ആളുകളൊക്കെ പോലെ കൈപിടിച്ചിരിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ ഉസ്താദ് ഈ സാധുവിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നല്ലോ എന്ന് ഇയാൾ കണ്ടപ്പോൾ തന്നെ ഇയാളൊന്ന് വിലയിരുത്തി. എന്നിട്ട് ഉസ്താദ് ഇയാളോട് ചോദിക്കുക, എന്താണ് ഇങ്ങനെ വന്നത്? ഒന്നുമല്ല ഉസ്താദെ, എനിക്ക് 5 പെൺമക്കളുണ്ട്. മൂത്ത പെണ്ണിന്റെ വയസ്സ് 29, ഏറ്റവും ചെറിയ പെണ്ണിന്റെ വയസ്സ് 18 കഴിഞ്ഞ് 19 അല്ലെങ്കിൽ 20 ആവുന്നേ ഉള്ളൂ. ഈ 5 കുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ എൻ്റെ കുട്ടികൾ കാണാനൊക്കെ കുറച്ച് സൗന്ദര്യമുണ്ട്, പക്ഷെ ഒരു 5 പൈസയും കൊടുക്കാനുള്ള നിവൃത്തി, ഒരു 5 ഗ്രാം പൊന്നു കൊടുക്കാനും കഴിയില്ല. ഇപ്പൊ ഒരു 2 കുട്ടികൾക്ക് ഇങ്ങനെ കല്യാണാലോചന, 29ഉം 26ഉം വയസ്സുള്ള 2 കുട്ടികൾക്ക് ഇങ്ങനെ കല്യാണാലോചന വരുന്നുണ്ട്. ഒരു 15 പവന്റെ ആഭരണം കിട്ടിയാൽ ഒരു കുട്ടീനെ കെട്ടിക്കായിരുന്നു. അപ്പൊ ഞാനത് ഉസ്താദിനോട് വന്ന് പറഞ്ഞിട്ട് ഉസ്താദൊന്ന് ദുആ ചെയ്താൽ എനിക്ക് ആ കാര്യം നടക്കുമെന്നുള്ള ഒരു പരിപൂർണ വിശ്വാസം. ഞാൻ മടവൂരും പോയി റിസർച്ച് ചെയ്ത് നേരെ ഉസ്താദിന്റെ അടുത്ത് വന്നതാണ്. ഉസ്താദിന്റെ മുഖം തന്നെ വിവരണമായി. ഇയാളുടെ വിവരണം കേട്ടിട്ട് നമുക്കൊക്കെ വലിയ സങ്കടം തോന്നി. ഉസ്താദ് ആ സങ്കടം തോന്നി ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പയ്യന്നൂർ കാഞ്ഞങ്ങാട് ആ ഭാഗത്ത് നിന്ന് വന്ന ഒരു അടുത്തൊരു ഖാലിദാജി എന്നാണ് എൻ്റെ അറിവ്, ഓർമ്മ. ഇങ്ങനെ നോക്കിയിട്ട് ഉസ്താദ് മുഖത്തൊക്കെ പറഞ്ഞ് ഇയാൾ പറഞ്ഞ്, ഉസ്താദെ ആ 15 പവൻ ഞാൻ കൊടുത്തോളാം ഉസ്താദ് വായിച്ചു. അപ്പോ ഉസ്താദ് ഇവിടുന്ന് ഞാനിവിടെ മൂപ്പരിവിടെ ഈ കോഴിക്കോട് ജില്ലയുടെ ഭാഗത്തുള്ള ആളാണ്, മറ്റേ ആളങ്ങനെ കാസർഗോഡ് ജില്ലയിലുമാണ്. അപ്പോ ഉസ്താദിനോട് പറഞ്ഞ് എവിടുന്നാണ് പെണ്ണ് വാങ്ങണേ വാങ്ങിക്കോട്ടെ, ഉസ്താദ് പറഞ്ഞ കൊടുത്തതിൻ്റെ പൈസ ഞാൻ കൊടുത്തോളും. അപ്പോൾ അതിലേക്ക് ഉസ്താദിന്റെ കഴിവാണ് ചെറിയൊരു കുറിപ്പ് എഴുതിയിട്ട് നിങ്ങളവിടെ കൊടുത്താൽ മതി പറഞ്ഞ് ഞാൻ 2 മിനിറ്റ് കൊണ്ട് കാര്യം പരിഹരിച്ചു വിട്ടു. അതെ, അത് കഴിഞ്ഞ് അപ്പൊ ഇതിനെല്ലാം കൂടി 4 മിനിറ്റ് ആയത്. ഇയാളെ കാര്യം പരിഹരിക്കാൻ ഒരു 4-5 മിനിറ്റിനുള്ളിൽ പരിഹരിച്ചു. അപ്പൊ വേറെ സെക്യൂരിറ്റി അവിടെ നിൽക്കണം വന്നിട്ട് പറഞ്ഞ് ഒരു പെണ്ണുങ്ങൾ 2 കുട്ടികളും വന്നിട്ടുണ്ട്, അവർക്ക് വേഗം പോകണമെന്ന് പറയുന്നുണ്ട്, ഉസ്താദിനെ കണ്ടു പറയാറുണ്ട്. അപ്പൊ ഉസ്താദ് അങ്ങോട്ട് വാതിലിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒരു വാർത്ത നിന്നാണ്ട് ഈ കുട്ടികളെ വാപ്പ മരിച്ച കുട്ടികളാണ്, അവർക്ക് താമസിക്കാൻ ഒരു വീടില്ല. അവർ ഉണ്ടായിരുന്ന ചെറിയൊരു വീട്ടിന്റെ മേലെ കാറ്റിനും മഴയത്തൊക്കെ കഴിഞ്ഞ വർഷത്തിൻ്റെ മരക്കൊമ്പ് പൊട്ടി വീണ് അതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന പീടികയുടെ കോലായി മറച്ചിട്ട് അതിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഒരു പ്രതിസന്ധിയായി. അതെ, ഇതിങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ചാലിയും കരീമാജി അവിടെ ഉണ്ടായിരുന്നു. കരീമാജി പറഞ്ഞാലോ സംവിധാനക്കാരനപ്പോ എപ്പിസ്ഥാന സമാധാനമായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത് ഇപ്പൊ ആ വീടിന്റെ പണി അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1-2 മാസം കൊണ്ട് ആ സാധുക്കൾക്ക് അതിൽ താമസിക്കാൻ കഴിയും. അല്ലേ, ഇതിനായതെത്രയാണ്? ഒരു 4-5 മിനിറ്റ്. ഇപ്പൊ ഇയാൾ അവിടെ വന്നിരുന്ന് ഈ ഒരു 10-25 മിനിറ്റിന്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങൾ നടന്നത്. അതിനുശേഷം നമ്മൾ എപ്പിസ്ഥാനോട് സംസാരിച്ച് ഇങ്ങനെയാണ് സംഗതി. അപ്പോൾ ആചാര്യ സുന്നിയായി ജീവിച്ചാൽ മതി നമുക്ക്. നിങ്ങൾ എ പി ആണെന്ന് ഉസ്താദ് പറഞ്ഞിട്ടില്ല. സുന്നിയായി ജീവിക്കുക, ആലിമീങ്ങളെ കുറ്റം പറയുന്ന സദസ്സിൽ പങ്കെടുക്കാതിരിക്കുക, എന്നിട്ട് നമ്മൾ ഈമാൻ സലാമത്തായി പ്രവർത്തിക്കാനും മരിക്കാനും നോക്കുക. അതിന് അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് കാണാൻ TC ഇവർക്ക് ചായയൊക്കെ വാങ്ങിക്കൊടുക്കും, മർക്കസൊക്കെ കാണിച്ചു കൊടുക്കും പറഞ്ഞാണ്ട് ഞാൻ കാണിച്ചതിനേക്കാളും TCക്ക് അറിയാം എന്ന തമാശയും പറഞ്ഞ് നമ്മളവിടുന്ന് പോരുകയും ചെയ്തു. എനിക്കൊരു കാര്യം പറയാണ്ട് ഞാൻ കൂട്ടത്തിൽ അതും പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ
നമ്മൾ മർക്കസിന്റെ പരിസരത്തുള്ള എല്ലാ സ്ഥലങ്ങളും, പ്രത്യേകിച്ച് നമ്മളെ പിന്നെ അഴുക്ക് ജലം ശുദ്ധിയാക്കുന്നത്, ഇങ്ങനത്തെ ഒക്കെ കാണിച്ചു കൊടുത്ത് ഞാൻ ഇയാളെ കൊണ്ട് മരഞ്ചാറ്റി പോയി. മരഞ്ചാറ്റിയിലുള്ള നമ്മളെ ആ സ്ഥാപനം കാണിച്ചു കൊടുത്ത് തിരിച്ചു പോരുമ്പോൾ നമ്മളെ പൂനൂരിലുള്ള മർക്കസ് ഗാർഡൻ കാണിച്ചു കൊടുത്ത്, അങ്ങനെ കോഴിക്കോട് തിരക്കടില്ലാത്ത ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന്റെ കയറി. അയാളുടെ നിർബന്ധപ്രകാരം ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് പോയതാണ്. അതൊക്കെ അവിടെ വെച്ചിട്ട് ഇയാളെ വണ്ടിയിലാണ് പിന്നെ യാത്രയൊക്കെ. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ട് ഈ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഈ ഈ പണക്കാരനായ ഈ നാടൻ മനുഷ്യൻ പറയുന്നത്, അല്ല ഉസ്താദെ, ഇപ്പോൾ ഒരു 25 കൊല്ലായില്ലേ ഇതിങ്ങനെ പ്രവർത്തിച്ച്, ഇങ്ങനെ 2 ഇങ്ങനെ പുറത്താതെ 25 കൊല്ലം എന്ന് പറഞ്ഞു. എന്നാ ഉസ്താദെ നിങ്ങൾക്ക് കേൾക്കണോ, AP ഉസ്താദ് 25 മിനിറ്റ് പ്രവർത്തിച്ചത് 25 വർഷമായിട്ട് അപ്പുറത്തുള്ള തറവാട്ടുകാരാണെന്ന് അവകാശപ്പെടുന്ന ഞങ്ങൾക്ക് 11 ലക്ഷം കുട്ടികളും ഞങ്ങൾക്ക് 9,900 മദ്രസയും അത്ര മഹല്ലും അത്ര ആളും ഒക്കെ ഉണ്ടെന്നിങ്ങനെ വീമ്പിളക്കി നടക്കുന്നവർക്ക് AP ഉസ്താദിന്റെ 25 മിനിറ്റ് നേരത്തെ പ്രവർത്തനം 25 കൊല്ലം കൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. ആരാ പറയണേ? ഒരു മൂല്യരല്ല പറയണേ, ഒരു നേതാവല്ല, സുന്നിന്റെ നേതാവല്ല, ഒരു കച്ചവടക്കാരൻ, ഒരു സാധാരണക്കാരൻ വിലയിരുത്തിയിട്ട് പറയാം അല്ലേ. ഇതാ ഈ മൂപ്പര് നേരിട്ട് കാണുകയാണെങ്കിൽ ആകെ മൂപ്പര് ഞങ്ങളവിടെ ഇരുന്നത് 25 അരമണിക്കൂറിന്റെ ഉള്ളിലുള്ള സമയമുള്ളൂ. ആ അരമണിക്കൂർ കൊണ്ടാണ് ഒരാളുടെ കുട്ടിയെ കെട്ടിക്കുന്നു മുഴുവനും പൊന്നു കൊടുത്തിട്ട്. ഒരു സാധു സഹോദരിക്കും അവർ 2 കുട്ടികൾക്കും വീട് വെച്ചു കൊടുക്കുന്നു അല്ലേ. ഇനി 25 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ AP ഉസ്താദിന്റെ 1 മിനിറ്റില്ലേ നമ്മള് മഹ്ശറയിൽ നമ്മൾ ഉസ്താദന്മാർ ഭാഗം പറയുമ്പോൾ മഹ്ശറയിലെ കൊല്ലത്തിനെ കുറിച്ച് ധാരിക്കുന്ന പദാർഹു ഹംസീന അല്പസനാണ് നിൽക്കല്ലേ. ഇവിടുത്തെ ഒരു കൊല്ലം നമുക്കിപ്പോ പെട്ടെന്ന് 2013 പോയെന്ന് പറഞ്ഞിട്ടില്ല. മഹ്ശറയിൽ അത് 50,000 കൊല്ലമായി തോന്നും. എന്തുകൊണ്ട്? ഭയാനകത കൊണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് പറയുന്നത്? ഭയാനകത, പേടി കൊണ്ട്. അത് ഞാൻ ഒരനുഭവം പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് താജുൽ ഉലമക്ക് സംഭവിച്ച ഒരു ചെറിയ വിഷമം കൂടിയാണത്. താജുൽ ഉലമ ദുബൈയിൽ വിസിറ്റിന് വന്നതായിരുന്നു. ഓഗസ്റ്റ് മാസത്തിലാണ്. ഓഗസ്റ്റ് മാസം ഗൾഫിൽ വലിയ ചൂട് കൂടിയ സമയമാണല്ലോ. ആ സമയത്താണ് വന്നിരുന്നത്. അപ്പോൾ അവിടെ ദുബൈയിൽ നൈഫ് ഹോട്ടൽ, ഇപ്പോൾ ആ ഹോട്ടലിൽ പൊളിച്ചു പോയി, നജഫ് റെസ്റ്റോറൻ്റ് എന്നുണ്ടായിരുന്നു. അതിൻ്റെ ഓണർ വയ്യ മൻസൂർ ഹാജി എന്ന് പറഞ്ഞിട്ട് ഈ തലശ്ശേരി ആ ഭാഗത്തുള്ള നല്ലൊരു ദീനി സ്നേഹിയും ആലിമീങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആലിമീങ്ങൾക്ക് സാധാർത്ഥ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ വലിയ താല്പര്യം കാണിച്ചിരുന്ന ആളുമായിരുന്നു. എൻ്റെ ഒരു ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും കൂടിയാണ് മൂപ്പര്. നമ്മളെ ഈ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് വലിയ ഇഷ്ടപ്പെടുന്ന ആളാണ് മൂപ്പര്. സംഗതി മൂപ്പര് നമ്മളെ സ്നേഹിതമാണെന്ന് പരിചയപ്പെടുത്തില്ലെങ്കിലും നമ്മളോടെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആളുമാണ്. അവരുടെ ആ നജഫ് റെസ്റ്റോറൻറ്റിൽ തന്നെ മൻസൂർ ഹാജി താമസിക്കുന്ന ഫ്ലാറ്റ് ഉണ്ട്. അതിലുള്ള ഒരു റൂമാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയ്ക്ക് താമസിക്കാൻ വേണ്ടി അന്ന് സൗകര്യം ചെയ്തിരുന്നത്. അങ്ങനെ അന്ന് ഇപ്പോഴപ്പോൾ അവിടെ ദുബൈയിൽ തന്നെ സുബൈക്ക് പേപ്പർ വരുന്ന കാലമാണ്. അന്ന് 2 ദിവസമൊക്കെ കൂടുമ്പോഴാണ് നമ്മളെ പേപ്പറിൽ ഏത് പേപ്പറാണ് അങ്ങനെ എത്തുള്ളൂ. എന്നിട്ട് അവിടെ സെൻസറൊക്കെ കഴിഞ്ഞ് അത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേന് ഒരു 4 മണിയാവും. നമ്മളൊക്കെ ചില മർക്കസിന്റെ ഓഫീസിൽ ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങുന്നത്, സിറാജ് വന്നിട്ടില്ലേ? നമ്മൾ തമാശ പറയും, സിറാജ് സ്കൂളിൽ പോയതല്ലേ, 4 മണി കഴിഞ്ഞിട്ടല്ലേ സ്കൂൾ വിടുള്ളൂ എന്നൊക്കെ ഒരു തമാശയും പറഞ്ഞപ്പോൾ വരുന്നൊക്കെ സമാധാനിക്കുന്ന അങ്ങനത്തെ കാലമാണ്. അപ്പോൾ താജുൽ ഉലമ ഇങ്ങനെ രാവിലെ ഒന്ന് നാസ്ത കഴിക്കാൻ വേണ്ടി പിന്നെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാൻ അടുത്ത ബാർബർ ഷോപ്പ് പോയിങ്ങാണ്ട് മുടിയൊക്കെ താടിയൊക്കെ ശരിയാക്കി വന്നതായിരുന്നു. അപ്പോൾ താജുൽ ഉലമയുടെ പറഞ്ഞ, ഞാൻ പിന്നെ കുളിക്കുമ്പോഴത്തേക്ക് ഞാൻ താഴെ പോയി പേപ്പറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഞാൻ താഴേക്ക് പോയി. താജുൽ ഉലമ ബാത്റൂമിൽ കയറി. അപ്പോൾ ഈ ചാവി കൊണ്ട് പൂട്ടുകയും തുറക്കുകയും ചെയ്യുന്ന ബാത്റൂമാണ്. അതിങ്ങനെ കൊല്ലങ്ങളോളം പൂട്ടിയിട്ട് ഈ ചാവി തഴഞ്ഞു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അകത്ത് കയറി ഇത് പൂട്ടലും ചാവി മുറിയലും 1 സെക്കൻഡിൽ നടന്നു. 1 സെക്കൻഡിൽ നടന്നു. ഞാൻ പേപ്പർ വാങ്ങിയ കാരണം താജുൽ ഉലമ വിളിക്കാനൊരു 15 മിനിറ്റൊക്കെ പിടിക്കുമല്ലോ വിചാരിച്ച ഹെഡിങ്ങൊക്കെ ഒന്ന് ആദ്യം നോക്കാൻ ഞാനവിടെയൊക്കെ നോക്കിയിരുന്ന് ഒരു 5 മിനിറ്റ് ഞാൻ താമസിച്ചു. ഞാൻ കയറി വന്നപ്പോൾ ബാദുലിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ അല്ല നമ്മുടെ ദൃശ്യം അങ്ങനെയാണല്ലോ, എന്നെ ഇവിടെ കൊടുത്ത് ഇതിനുള്ളിലാക്കി പൂട്ടിച്ചിട്ട് പറഞ്ഞാണ്ട് അതിന് ഞാൻ ഉടനെ മറ്റൊരു ബന്ധപ്പെട്ട് സ്കൂൾ ഡ്രൈവർ കൊണ്ടുവന്ന് അങ്ങനെ കൊടുത്ത് ഏതെങ്കിലും ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ
വാതിൽ നമ്മൾ എങ്ങനെയൊക്കെ തുറന്നിട്ട് ഇറങ്ങിയ പാടുണ്ട് ഒറ്റ അടിയാണില്ലേ, എന്നിട്ട് അടിച്ചു. നമ്മൾക്ക് അവർ സന്തോഷമായി. അങ്ങനെ ഏസിട്ട റൂമിൽ കൊണ്ടുപോയി അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ ചൂടൊക്കെ പോയി തണുത്ത് ശരിയായി. അല്ല ടി സി ഞാൻ പങ്ങൾ അടിച്ചില്ലേ വെച്ചില്ലോ, അത് രക്ഷപ്പെട്ടില്ല. അത്തരത്തിലെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനായല്ലോ ഞാൻ പെട്ടെന്ന് മറുപടിയും പറഞ്ഞു. രാജുലമ്മയോട് നമുക്കിങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സംസാരിക്കാനൊക്കെ ബന്ധമുള്ളതിൻ്റെ പേരിൽ അതും മര്യാദയൊക്കെ നിർത്തിയിട്ട് തന്നെ പറഞ്ഞത് അല്ലേ. അപ്പോൾ താജുലുലമ അന്ന് അവിടെ നിർവാണിപ്പള്ളിയിൽ പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ ബഹുമാനപ്പെട്ടവരത് വിശദീകരിക്കുകയാണ്. ബേജാറായിരിക്കണം, ഞാനിന്നിങ്ങനെ കുറച്ചു നേരം ബേജാറായി. അപ്പോൾ ഞാൻ അവിടെ ഒരു 15 മിനിറ്റിനോ 20 മിനിറ്റോ നിന്നിട്ടുള്ളൂ. പക്ഷേ അതൊരു 2 ദിവസമാണ് എനിക്ക് തോന്നിപ്പോയി. എന്തേ കാരണം? ഈ ചൂടിന്റെ കടുപ്പം കൊണ്ട് അല്ലേ. അതുകൊണ്ടാണ് മനുഷ്യരിലതും അങ്ങനെ കൊല്ലം തീറിച്ചതായിട്ട് നമുക്ക് തോന്നുന്നത്. അങ്ങനെ 50,000 കൊല്ലം ഒരു കൊല്ലത്തിന് കണക്കാക്കുന്ന പോലെ AP ഉസ്താദിന്റെ ഒരു മിനിറ്റിന്, AP ഉസ്താദ് പ്രവർത്തിക്കുന്ന ഒരു മിനിറ്റിന് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, പിന്നെ നിലമ്പൂര് മജ്മഇന്റെ ലൈവ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉസ്താദ് പ്രസംഗം കഴിഞ്ഞിട്ട് ഉസ്താദ് പൈസ വാങ്ങിക്കൊടുക്കണത് അല്ലേ. ഒരു ഉസ്താദ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ മറ്റു പലരും പറഞ്ഞെങ്കിലും എത്ര ലക്ഷം ഉറപ്പപ്പാട് കിട്ടി കൂറ്റമ്പാറക്ക് പറയുമ്പോൾ അങ്ങനെ കൂറ്റമ്പാറുടെ അസൂയ തോന്നുന്നു. പക്ഷേ അസൂയ വന്നിട്ട് കാര്യമല്ല, കിട്ടാനുള്ളത് കിട്ടേണ്ടവർക്ക് കിട്ടുമല്ലോ അല്ലേ. അത് 10,000, മറ്റുള്ള 10,000, 25,000. അതുപോലെ ഉസ്താദ് നേരത്തെ കണ്ടതും പറഞ്ഞതൊക്കെ ഓർമ്മയോടെ വിളിച്ച് പറയുമ്പോൾ ആളുകൾക്ക് ആവേശം കൂടുന്നു. അതൊക്കെ അള്ളാഹു തആല ചെയ്തു കൊടുത്ത തൗഫീഖാണ്. അങ്ങനെ ആ ഉസ്താദിന്റെ ഈ പ്രവർത്തനം ഇത് നിഷ്പ്രഭമാക്കാനാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവര് ഉസ്താദിനൊന്നും അല്ലാതാക്കാൻ വന്നത്. അപ്പൊ ഈ നാടൻ ആള് പറഞ്ഞത് 25 വർഷത്തിന് പകരം 25 മിനിറ്റ് ആദ്യം പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് തിരുത്തുക. ഞാൻ ആ പറഞ്ഞ അധികമായിപ്പോ 20 സെക്കൻഡിന്റെ പ്രവർത്തനം ഇവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഒരാളിലേക്ക് നോക്കാൻ ഒരു 5-6 സെക്കൻഡേ വേണ്ടുള്ളൂ. ഈ പൊന്നു കൊടുക്കേണ്ട ആളുകളിലേക്ക് ഉസ്താദ് നോക്കിയത് കൂടിയാൽ ഒരു 10 സെക്കൻഡ് നോക്കിയിട്ടുണ്ടാവും. 10 സെക്കൻഡേ നോക്കിയിട്ടുള്ളൂ. ഈ 10 സെക്കൻഡ് കൊണ്ട് അവരുടെ കല്യാണത്തിന് പൊന്നായി. അപ്പോൾ ഞാൻ തിരിച്ചു പറയാനുണ്ട്, 25 സെക്കൻഡിന്റെ പ്രവർത്തനം ഇവർക്ക് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനിയൊട്ട് കഴിയൂല. കാരണം ഒന്ന്, ഒരു ഇസ്ലാമിക ആദർശമുള്ളവരാരും ഈ ചേളാരികളുടെ കൂട്ടത്തിലില്ല. സുന്നി ആദർശം പോട്ടെ, മുസ്ലിമായിട്ട് നമ്മളൊക്കെ മുസ്ലിമായിട്ട് ഉമ്മാക്കും ബാപ്പാക്കും ജനിച്ചുകൊണ്ട് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. പക്ഷെ ഇസ്ലാം മതം പൂർത്തിയാണത് ഉമ്മാക്കും ബാപ്പാക്കും ജനിച്ചുകൊണ്ട് പൂർത്തിയാവുമോ? ഇല്ല. പൂർത്തിയാണെങ്കിൽ എന്ത് വേണം? സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ തന്നെ വേണം. എന്നെങ്കിലേ ഇസ്ലാം മതം പൂർത്തിയാവുള്ളൂ അല്ലേ. ഇസ്ലാമി കാപ്പാന്നാണല്ലോ പറഞ്ഞത്. നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രകടനം സുന്നിയാകണം എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഒരാളാരോ ഒരു ടെസ്റ്റ് ചെയ്ത് മുടി എന്തായി, മുടി ഇന്റെ തലയിൽ കുറച്ചൊക്കെ കഷണ്ടി ആയിട്ടുണ്ട്, നല്ലോണം ചില തലയിലുണ്ട്, ഇല്ലോടത്തൊക്കെ ഉണ്ടാവും. മുടിയിൽ ഇങ്ങനെ ചുറ്റി വീണ് കിടക്കണ പണ്ടൊക്കെ കോഴിക്കളെ, ഇപ്പൊ പൊരിയിൽ കോഴിക്കളെ വളർത്തൽ കുറവാണ്. ഇവിടെ പോയി കോഴികളെ വളർത്തലുണ്ടായിരുന്നു. അപ്പൊ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ മുടി വാർന്നുകാണ്ട് തൊടുവെക്കിടുമ്പോൾ ചിലപ്പോൾ ഈ കോഴിന്റെ കാലുമല കുടുങ്ങിയാൽ 2-3 ദിവസമൊക്കെ ചുറ്റി നടക്കും. ചില കോഴിക്കളെ 2 കാലുമല കുടുങ്ങിയാൽ അവരിങ്ങനെ ഒന്ന് വീണിട്ടും നീച്ചിട്ടും അങ്ങനെ അവർ നടക്കല്. എന്നിട്ട് പിന്നെ അതിന് വീട്ടിന്റെ ഉടമക്കാരന് ഇതെല്ലാം കൂടി 2 കോഴിനാട്ടി പിടിച്ച് ആ മുടിയൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ആ കോഴിക്ക് മര്യാദക്ക് നടക്കാൻ. അതുപോലെ ആ മുടിയിൽ പെട്ടിങ്ങാണ്ട് ഇങ്ങനെ ഇസ്കക്കാരും ചേളാരിക്കാര് ഓരൊക്കെ ഇങ്ങനെ വീണും നീച്ചും നടക്കേണ്ടത്. നിങ്ങൾ നീച്ചോളി ഇൻഷാ അല്ലാഹ്. മുടി എന്തായി നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ മറ്റന്നാൾ തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ വന്നോളി. രാവിലെ വന്നാൽ കുന്നമംഗലത്തോ കാരന്തൂരോ നിൽക്കാം. എന്നിട്ട് വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഏകദേശം മുടിന്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞാൽ എത്തി. ഇല്ലെങ്കിലോ പിറ്റേ കൊല്ലം അടുത്ത കൊല്ലേ പിന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നാണ് നോക്കിക്കോളി. അപ്പൊ മുടി എന്തായി എന്നുള്ള നിങ്ങൾക്ക് അറിയും. നിങ്ങൾ മുടി എന്തായി അതന്നെ ഇപ്പൊ ഇയാൾ പോരാൻ കാരണം ഈ മുടി തടി വടിക്കാറ് ടയറ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരോട് നിങ്ങൾ മര്യാദയ്ക്ക് കളയണ്ട. ആകെ 4 ആളാങ്ങിക്കുള്ളത് അല്ലേ. 4 ആളാങ്ങിക്കുള്ളതാകെ നിങ്ങൾ ആദർശമുള്ളവരാരുമില്ല. എന്നിട്ട് നിങ്ങളെ മുടി തടി എന്ന് പറഞ്ഞാണ്ട് നീ പറയിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് കുറെ ചക്കരിയായിട്ട് വേറെയൊക്കെ പറയേണ്ടി വരും. അതിന് നിങ്ങൾ വെറുതെ തോണ്ടിക്കാണ്ട് ആ ഭാഗത്തേക്ക് എത്തിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. എത്തിക്കരുത് നിങ്ങളങ്ങനെ.
അപ്പോ ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങോട്ട് മാറി വന്നതിന്റെ പേരിലാണ് നമുക്ക് ഈ മെച്ചങ്ങളും ഈ ഉയർച്ചയും ഈ വളർച്ചയും ഇതൊക്കെ കിട്ടിയത്. അതിന്റെ പേരിലാണ്, അല്ലെങ്കിൽ കിട്ടൂല, കിട്ടാനൊരു സാധ്യതയില്ല. നമ്മളിങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കൂല അല്ലേ? എത്രങ്ങാനും കഷ്ടപ്പാട്, എത്രങ്ങാനും ബുദ്ധിമുട്ട്, എത്രങ്ങാനും മർദ്ദനങ്ങൾ അല്ലേ? ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ മകനെ അവർ കുത്തിക്കൊല്ലുന്ന റമദാൻ മാസം 27-ാം രാവിന്റെ അന്ന് കൊല്ലുമ്പോ ഇപ്പൊ അതിന് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ കുണ്ടൂർ ഉസ്താദിന്റെ മറ്റു മകൻ ബാബ ഹാജി, അന്ന് ബാബ അബുദാബിയിലാണത്, അബുദാബിയിൽ കൊണ്ടുപോയതായിരുന്നു. പക്ഷേ പിന്നെ ഇതിന്റെ മരണശേഷം ഇങ്ങോട്ടൊക്കെ വന്ന് നാട്ടിൽ സെറ്റിൽമെന്റ് ആയതാണ് അല്ലേ? ആ ബാബ ഹാജി മണിക്കൂർ കണക്കിന് അന്ന് അബുദാബി മർക്കസ് ഓഫീസിന്റെ നമ്മുടെ ഫ്ലാറ്റിലിരുന്ന് ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ കരഞ്ഞിരുന്നു. ആ കരഞ്ഞിട്ടൊഴിയ കണ്ണുനീരിലാണ് എസ്കക്കാരെ, ചേളാരികളെ ഇങ്ങനെ നിലയില്ലാത്ത വെള്ളത്തിൽ മുങ്ങിപ്പൊന്നത് പോലെ ഇങ്ങനെ മുങ്ങിപ്പൊന്തി ഹലാക്കായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അമ്പലക്കണ്ടി അബ്ദുൽ ഖാദർ നിങ്ങൾ എന്തിനു കൊന്നതാ? അത് കാരണം പറയുന്നത് അല്ലേ? കിടങ്ങേത്ത കുട്ടിക്കാനുകൾ എന്തിനു കൊന്നതാ? മഹാനരായിരിക്കുന്ന നെല്ലിക്കുത്തുസ്താദികൾ എന്തിനു കുത്തിയതാ? അത് മുദ്രാവാക്യം നമ്മൾ അങ്ങനെയല്ലായിരുന്നു. പണ്ട് ശേഷം നെല്ലിക്കുത്തിനെ എന്തിനു കുത്തി പറയൂ നിങ്ങൾ? നമ്മൾ മലപ്പുറത്ത് ശക്തമായ മഴയിൽ അന്ന് ജാഥ നടത്തിയാൽ കൂടുതൽക്കൊക്കെ ഓർമ്മ ഉണ്ടാവും അല്ലേ? പണ്ഡിത ശേഷം നെല്ലിക്കുത്തിന് എന്തിനു കുത്തി പറയൂ നിങ്ങൾ? ഇന്നുവരെ പറഞ്ഞിട്ടില്ല അല്ലേ? ഈ അവസാന ഘട്ടത്തിൽ മണ്ണാർക്കാട് നിങ്ങൾ 2 പ്രവർത്തകങ്ങൾ എന്തിനാ നിങ്ങൾ കൊന്നത്? എന്തൊക്കെ അതോട് കിട്ടിയത് അല്ലേ? എൻ്റെ ഭാര്യ വീടിൻ്റെ അടുത്താണ് കൊട്ടില ഓണപ്പറമ്പ് നൂറുൽ ഇസ്ലാം മദ്രസ, പേരും കൂടി എനിക്കറിയാം. ആ നൂറുൽ ഇസ്ലാം മദ്രസകൾ എന്തിനാ കത്തിച്ചത്? എന്നിട്ട് ഞങ്ങൾ മോഡിനെ അനുകൂലിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ പറയുന്നത്. മോഡി പോലും കേരളത്തിൽ മാർസാത്തിക്കാൻ വേണ്ട ഗുജറാത്തിലും കത്തിച്ചിട്ടില്ല. മോഡി വംശഹത്യക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. മോഡി ഒരുപാട് ദ്രോഹങ്ങളും ശ്രമങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആർക്കും നിർദ്ദേശം കൊടുത്തിട്ട് അവിടെ പള്ളിയുണ്ട്, മാർച്ചോട് പോയി കത്തിക്കുന്നു പറഞ്ഞിട്ടില്ല. അവിടെ ഒരു പള്ളിയുണ്ട്, കുറ്റിപ്പൊളിക്കെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? എന്നിട്ട് നിങ്ങളിങ്ങനെ വലിയ നല്ല പിള്ള ചമഞ്ഞങ്ങാണ്ട് ഞങ്ങൾ സമസ്തന്റെ ആളാ, സമസ്ത എന്ന ഈ 4 അക്ഷരം നിങ്ങൾക്ക് മിണ്ടാൻ തന്നെ അധികാരമില്ല. മിണ്ടാൻ അധികാരം നിങ്ങൾക്കതിന്. കാരണം ആ രൂപത്തിൽ മഹാന്മാർ സ്ഥാപിച്ച അതിനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആന കരിമ്പ് കൂട്ടത്തിൽ കയറിയിട്ട് ആക്കിയതുപോലെ കൂശിയാക്കിയിട്ട് നാശാക്കി നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ വഹാബികളെ കയ്യിൽ ഇങ്ങനെ ഓരോരോ കഷ്ടം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട കാന്തപുരം എ.പി. ഉസ്താദ് അവർക്ക് അല്ലാഹു നമ്മളെയൊക്കെ ആയുസ് കുറച്ചെടുത്തിട്ടായിരുന്നാലും ശരി മഹാനവറുകൾക്ക് ദീർഘായുസ് കൊടുത്ത് ഇനിയും ഒരുപാട് ഇവിടെ പ്രവർത്തിക്കാനുണ്ട്. ആ പ്രവർത്തനത്തിനുള്ള ആരോഗ്യവും ശേഷിയും ക്ഷേമശയും റഹ്മാനായ റബ്ബ് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ലക്ഷങ്ങൾ ദ്വാര ചെയ്യാനുണ്ട്, ലക്ഷങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചാൽ ഈ കവചത്തിലാണ് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദുള്ളത്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും ശരി, എന്തുകൊണ്ട് വന്നാലും അതിനൊക്കെ നേരിടാനുള്ള ഹിമ്മത്ത് ബഹുമാനപ്പെട്ട ഉസ്താദുകൾക്കുണ്ട്. അതിന് വലയം തീർക്കാനുള്ള ലക്ഷോപിലക്ഷം പ്രവർത്തകർ അല്ലെ? ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹിന്റെ ചുറ്റും നിന്ന് സഹാബത്ത് വരുന്ന അമ്പിനെ ഏറ്റെടുത്തതുപോലെ ഏറ്റെടുക്കാൻ ആളുകൾ ഞങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞങ്ങൾ പറയേണ്ടതില്ല. ഇത് ഞങ്ങൾ പെരുമ പറയല്ല, ഉള്ള യാഥാർത്ഥ്യം പറയാം കേട്ടോ. നമുക്കതിനകത്ത് നമ്മളാഴ്ച പറഞ്ഞാലും പറ്റില്ല. കാരണം നമ്മളൊന്നും ഒരു എത്തിയവരല്ല. എ.പി. ഉസ്താദിന്റെ ചിന്തയും എ.പി. ഉസ്താദിന്റെ പ്രവർത്തനവും എ.പി. ഉസ്താദിന്റെ ഉറക്കും ഉണർച്ചയും യാത്രയും പോക്കും വരവും എല്ലാം ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്, എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എ.പി. ഉസ്താദിന് ദീർഘായുസ്സ് കൊടുക്കണം തമ്പുരാനെ നമ്മൾ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ഈ ഏടാകൂടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരിപ്പോഴും മുടി എന്തായി തടി എന്തായി ചോദിച്ചടക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് നല്ലോണം പറയിക്കേണ്ടി വരും. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രസം ഉണ്ടാവില്ല. അങ്ങനെ 984 പത്രം തുടങ്ങി. 84 അവസാനത്തിൽ തന്നെ സംസ്ഥയുടെ 60-ാം വാർഷികം നടന്നു. അതിൽ ജനങ്ങളൊക്കെ ചടകുറഞ്ഞെഴുന്നേറ്റു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ശക്തമായ നിർദ്ദേശം രാഷ്ട്രീയക്കാർക്ക്, കാരണം രാഷ്ട്രീയ നേതാക്കളടക്കം സ്റ്റേജിന്റെ പിൻഭാഗത്തുണ്ട്, സ്റ്റേജിൽ തന്നെ ശംസുൽ ഉലമ പ്രസംഗിക്കുന്നതിന്റെ അതൊന്നിങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് 60-ാം വാർഷികത്തിൽ കൂടുതൽക്കറിയാം അല്ലേ? രാഷ്ട്രീയക്കാരെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു കാര്യം തീരുമാനിക്കാൻ ഇനി സമസ്തയോട് ചോദിക്കണം അല്ലേ? ഇപ്പൊ ചോദിക്കണില്ലേ? രഹസ്യമായി ചോദിക്കാൻ നമുക്കറിയാം, പരസ്യമായി ഇപ്പൊ ചോദിക്കുന്നുണ്ട് അല്ലേ? ഒരു പ്രശ്നം ഇവിടെ വരുമ്പോ
എല്ലാ രാഷ്ട്രീയക്കാരും നേതാക്കളും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റും ഇവിടുത്തെ മുഖ്യമന്ത്രിയും ബാക്കിയുള്ളവരും ഒക്കെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ആകാംക്ഷയോടെ നോക്കുകയാണ് അല്ലേ. കാരണം കാന്തപുരം ഉസ്താദ് പറഞ്ഞതുപോലെ ആ കാര്യങ്ങളായി വരുന്നുണ്ട്. ഇന്നും കണ്ടില്ലെങ്കിൽ ഇവിടെ കസ്തൂരികങ്ങൾ മേഖലയിൽപ്പെട്ട സ്ഥലമാണ് നിലമ്പൂര്, നമ്മളെ ഈ പഞ്ചായത്തും നമ്മളെ ഈ വില്ലേജുമൊക്കെ. ഉസ്താദ് പ്രസംഗം തുടങ്ങിയത് എങ്ങനെയാണ്? ഗവൺമെന്റിനെ മറ്റൊരു പറയുമ്പോൾ എന്തെങ്കിലും പറയാനില്ല, ഒരു വിഡ്ഢികളാണ്, വിവരമില്ലാത്തവരാണ്, അങ്ങനെയാണ്. അതൊന്നും നമ്മൾക്ക് അന്തസ്സുള്ളവർ ചോദിച്ചതല്ല. പക്ഷേ ശക്തമായ താക്കീത് കൊടുത്ത് നൽകിയത് നിങ്ങൾ കേട്ടില്ലേ ഉസ്താദിന്റെ പ്രസംഗം അല്ലേ? പാവങ്ങളെ ആട്ടിപ്പായിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ നടപ്പാക്കാൻ ഇവിടെ ജനങ്ങൾ സമ്മതിക്കില്ല എന്നല്ലേ. അവിടെ മാർക്സിസ്റ്റുകാർ സമ്മതിക്കൂല, കോൺഗ്രസ്സുകാർ സമ്മതിക്കൂല, ലീഗുകാർ സമ്മതിക്കൂല, സുന്നിയോൾ സംഘം സമ്മതിക്കൂല, SS സമ്മതിക്കൂല എന്നല്ല. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്, ജനങ്ങൾ ആവശ്യമാണ് അല്ലേ. AP ഉസ്താദ് ഈ ചിന്തിക്കുന്നിടത്തേക്ക് ചേളാരിക്കാരെ ഇങ്ങളെത്തണമെങ്കിൽ ഒരു ജമ്മും കസറിന്റെ ദൂരം ഓടിയാൽ അവിടേക്ക് എത്തൂലങ്ങള്. നിങ്ങൾക്കത് പറയാൻ കഴിയൂല, നിങ്ങളെ മനസ്സിലാക്കി വരൂല. എന്തേ? അള്ളാന്റെ പൊരുത്തങ്ങൾക്കില്ല. അള്ളാന്റെ പൊരുത്തല്ലാത്തതുകൊണ്ട് അള്ളാന്റെ അമ്പിയാക്കളെ പൊരുത്തല്ല, ഔലിയാക്കളെ പൊരുത്തല്ല, സാലികളെ പൊരുത്തല്ല. നിങ്ങൾക്കുള്ളതിന് ആരെ പൊരുത്താണ്? അള്ളാഹുത്തേരായോട് ധിക്കാരം പറഞ്ഞ് പുറത്ത് വന്ന ഒരു ചങ്ങായിട്ട് ഓന്റെ പൊരുത്തങ്ങൾക്ക് നല്ലോണമുണ്ട്. അതിനനുസരിച്ച് നിങ്ങളൊക്കെ ഓരോ കോണത്തിലാവുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പാറാറുണ്ടാക്കിയ ബോംബ് പൊട്ടി. ഞാൻ ആ ബോംബ് പൊട്ടി പരിക്ക് ഏറ്റവരെ നമ്മളിങ്ങനെ അവിടെ പോയ ആശുപത്രിയിൽ കണ്ട്. പോലി നമ്മൾ ചെന്നപ്പോലെ വിചാരെന്താ വലിയ കാര്യമൊക്കെ നിരച്ചൊരു വയസ്സം പോലെയായിരുന്നു, നമ്മൾ പഴയ അവസ്ഥൻ്റെ ആളാണ്. പിന്നെ എന്നെ അറിയുന്ന എൻ്റെ ആശയം ആദർശമൊക്കെ അറിയുന്ന ഇവരൊരു ബന്ധുവും കൂടി അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ തോന്നാതെ എന്തിനാണേ ഉള്ളൂ. ഞാൻ ചെന്നിരുന്നത് അവരോട് ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഓരോ കൂടെ കൂടിക്കാൻ മനസ്സിലാക്കാനൊക്കെ ആയിരുന്നു. പിന്നെ നടന്നില്ല അങ്ങനെ. അപ്പോൾ ഇങ്ങനെ അവിടെ കിടക്കുന്ന അവസ്ഥ കണ്ടാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ സങ്കടം തോന്നും ഇല്ലേ. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഒരു ഇങ്ങനെ ഗുരുതരമായ ഒരാളിങ്ങനെ ആയി വരുന്നുണ്ടെങ്കിൽ ജീവിച്ച് വന്നാൽ തന്നെ ജീവച്ഛവമായി ജീവിക്കണം. ജീവനുമല്ല മരിച്ച ആളുമല്ലാത്തുള്ളൂ. ഇതിന് കാരണം ഈ ചേളാരിക്കാരല്ലേ. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, എന്തെങ്കിലും നിർദ്ദേശം കണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളുടെ യുവത്വം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ സുന്നിയോൻ സംഘത്തെ മുദ്രാവാക്യത്തോളും അല്ലേ. യൗവനം നാടിനെ നിർമ്മിക്കുന്നു അല്ലേ. ചേളാരിക്കാരോ യൗവനം ബോംബ് നിർമ്മിക്കുന്നു. ഈ ചെറുപ്പക്കാരൊക്കെ 25 വയസ്സിലുള്ള ആളുകളാണ്. ഓല ചെറുപ്പക്കാർ യൗവനം ബോംബ് നിർമ്മിക്കുന്നു, യൗവനം മദ്രസ കത്തിക്കുന്നു, യൗവനം പള്ളി കത്തിക്കുന്നു, യൗവനം മുസ്ലിമീങ്ങളെ കാരണമില്ലാതെ കൊല്ലുന്നു. ഇതാണ് അവിടെ യൗവനം. നമ്മളെ മുദ്രാവാക്യോ യൗവനം നാട് നിർമ്മിക്കുന്നു. നമ്മളതല്ലേ ചെയ്യുന്നത്? നമ്മളതാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്നതോ? അതുകൊണ്ട് ഈ ചെറുപ്പക്കാർ മനസ്സിലാക്കണം, മൂല്യന്മാർ തലീക്കെട്ടി വന്നവരൊക്കെ എല്ലാ തലീക്കെട്ടവരും മൂല്യന്മാരാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ മൂല്യർ മൻമോഹൻ സിംഗാണ് അല്ലേ. ഒരിക്കലും അയക്കാത്ത കട്ടായില്ല. നമ്മളൊക്കെ പൊരിയിൽ വന്നാൽ പിന്നെ എടുക്കുന്ന സമയത്തൊക്കെ തലീക്കെട്ട് കഴിച്ച് തൊപ്പിയൊക്കെ കെട്ടിയാൽ ഒരു പൊരിയിലൊന്നും ഇല്ലാതെ ചിലപ്പിരിക്കും. മൻമോഹൻ സിംഗ് കെട്ടി കഴിക്കുന്നില്ല, ഉറങ്ങുമ്പോൾ കഴിക്കുന്നുണ്ട്. അള്ളാഹു വേണം, ഇത്രയേ ഉള്ളൂ. അയാൾ മൂല്യരാണ്ട് തലീക്കെട്ടോട് മൂല്യരാവില്ല. പക്ഷെ മൂല്യരായാൽ തലീ കെട്ടണം. അത് പോലെ ഇപ്പൊ നമ്മളെ നാട്ടിൻ്റെ അടുത്ത് ഒരു ഓലപ്പള്ളിയിലേക്ക് ഒരു മൂല്യർ വന്നു. മൂല്യർ മനസ്സുകൊണ്ട് നമ്മളാൾ തന്നെ നമുക്കറിയാം. പക്ഷെ അയാൾ നമ്മളിരുന്ന ആളുടെ കുപ്പായവും ആ രൂപത്തിൽ തലീക്കെട്ടും കിട്ടിയപ്പോൾ 2 ആഴ്ച കുത്തുമതിയുള്ളൂ. അവർ ഏപ്പിൻ്റെ ഒരു ചൊയുണ്ട് എന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഏപ്പിൻ്റെ ചൊയ മാത്രമല്ല ഏപ്പിൻ്റെ രക്തമാണ് എനിക്ക് പറഞ്ഞയാൾ തൻ്റെ അടുത്തോടെ. ഈ 2 ആഴ്ച കുത്തുപോയി 2 ആഴ്ച ആളുടെ തിരികെ പറ്റിയില്ല. അതിന് കണക്കൂട്ടിയപ്പോൾ കൊണ്ടുപോയി നിങ്ങൾ പൈസ പറഞ്ഞാണ്ട് ഒരു പൈസയും വാങ്ങാൻ അയാൾ പോവുകയും ചെയ്തത്. അങ്ങനെ ആദർശമുള്ളവർ നമ്മളെ കൂട്ടത്തിലുണ്ട് അല്ലേ. ആ ഒരു വേഷത്തിൽ തന്നെ ആടന്മാരും പറയും പോണത് ഏപ്പിൻ്റെ കുട്ടികളാണ് തോന്നുന്നത്. അതുപോലെ തലി കെട്ടും പോലെ കുപ്പായ പോലെ നടത്തും. മറ്റോല് ഓലെ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ ഇതിലെ ജൂതത്തൊപ്പിന ഒരു നൂൽപുട്ട് തലയിൽ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു തൊപ്പി, പിന്നെ 4 ഇഞ്ച് വീതി കരമുള്ള തുണി, ചന്തി മറിയാത്ത കുപ്പായം. ഇതല്ലേ നമ്മുടെ സ്ഥാപനത്തിലെ വേഷം. ഇത് സുന്നി വോയിസിൽ എഴുതിയതല്ല, പിന്നെ സിറാജിൽ എഴുതിയതല്ല, റിസാലിയിലല്ല, നമ്മളൊരു പ്രത്യേകത്തിലല്ല, ഓല പ്രസിദ്ധീകരണത്തിൽ എഴുതിയത്. അതാണ് മാറണം. എന്നാൽ ഒരു 10 വർഷം മാറൂല, ഓലെങ്ങനെ ആയിപ്പോയില്ലേ. അപ്പോ
അങ്ങനെ നമ്മളെ ഈ നേതാക്കളെയും നമ്മളെ അണികളെയും ഒക്കെ കണ്ടാൽ തന്നെ ആരാണ് എന്നൊക്കെ വേറൊരു തിരിയും. അത് തിരിക്കാനുള്ള കാരണവും അതെവിടെയാണ് ഇപ്പോൾ ഒരാൾ ഇങ്ങനെ റിസർച്ച് ചോദിക്കുന്നത്? നിങ്ങളിങ്ങനെ ദാറുൽഹുദയിലൊന്ന് പോയി നോക്കുമ്പോൾ വലിയ ലോക യൂണിവേഴ്സിറ്റിയാണല്ലോ പറയും അല്ലേ? ലോക യൂണിവേഴ്സിറ്റി ആയിട്ട് വന്നതാ. അവിടുത്തെ കുട്ടികളൊന്ന് പോയി പോകണ്ട. പട്ടിക്കാട് കോളേജിന്റെ വാർഷികമൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ മുണ്ടൊക്കെ പോകലുണ്ടായിരുന്നു. ഇപ്പൊ വളരെ മടുത്തിട്ട് പോകാൻ നിൽക്കുക. അവിടെ നിന്ന് നോക്കാണി എഴുതിയ സുന്നി അഫ്കാർ എന്നിട്ട് വായിച്ചു നോക്കണേ. ഇവന്റെ നമ്മളെ കരുവാറിന്റെ ഇല്ല ഞങ്ങളെ വലിയ ഉസ്താദ് ഇറക്കിയ ഇതിൽ നിങ്ങളിപ്പോ ആളാന്നൊക്കെ പറഞ്ഞ് നടക്കും. ഞങ്ങൾ ചേളാരിക്കാരാ നിങ്ങൾ പിന്നെ എന്തായി വായിക്കണത്? എവിടെ നിങ്ങൾ പോയി നോക്കണത്? എന്താ നിങ്ങൾ കാണുന്നത്? അത് ഞങ്ങൾ പട്ടിക്കാട് കോളേജിന്റെ അവസ്ഥ. ബാപ്പക്കീത്തങ്ങൾ നമ്മളത് പഠിച്ചിരുന്ന കാലത്ത് ബാപ്പക്കീത്തങ്ങൾ അവിടെ ഒന്നുങ്ങാണ്ട് തന്ന ഉപദേശത്തിലൊന്ന് പ്രിയപ്പെട്ട ആലിമീങ്ങളെ എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളെ ആലിമീങ്ങളെ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളൊക്കെ നമ്മളിൽ ഇരുന്നത് പോലെ നിങ്ങൾ കുപ്പായിടണം. മൂലയന്മാരൊക്കെ മൂലയന്മാരി പറഞ്ഞാൽ നിങ്ങളെ കുപ്പായിട്ട് ഞാൻ പറയാം. വല്ല ചന്തി പറഞ്ഞ കുപ്പായം കേട്ടോ. ഒന്ന് തങ്ങളെ നിർദ്ദേശമായിരുന്നു മുത്താലിമീങ്ങൾക്ക് കൊടുക്കുന്നത്. തങ്ങൾ ഇടക്കിടക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തങ്ങൾ അവിടുന്ന് ദ്വായച്ചിറപ്പെ ഒരു 500 കുട്ടികളെയെങ്കിലും 500 മുത്താലിമീങ്ങളെയെങ്കിലും ഈ സ്ഥാപനത്തിൽ കണ്ടിട്ട് എന്തായിട്ട് കണ്ട് എനിക്ക് നീക്കാൻ തോന്നിയൊക്കെ ചെയ്യണേ. അപ്പൊക്കെ തങ്ങളുള്ള 22 ഒപ്പത്തായി പോയി. അപ്പോ അന്നും ആയിട്ടില്ല, ഇതൊന്നും അവിടെ ആയിട്ടില്ല അല്ലേ? AP ഉസ്താദിന്റെ മർക്കത്തിൽ നിങ്ങളൊന്ന് പോയി നോക്കി. അവിടെ ഹാളിൽ ദർസ് നടത്താൻ പ്രത്യേക ഒരു ഹാളാണ്. സ്പീക്കർ ക്യാബിൽ വെച്ചിട്ടാണ് ദർസ് നടത്തുന്നത്. ഒന്ന് പോയി എണ്ണി നോക്കി. അതിലുള്ള മുത്താലിമീങ്ങളെത്തരെ, പുറത്ത് ദർസ് കേൾക്കാൻ വന്നിരിക്കുന്നവരെത്തരെന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് വിവരം. മർക്കസിക്ക് പോകാൻ വിസയൊന്നും വേണ്ട, വിസ ഫ്രീ, ടിക്കറ്റ് ഫ്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത നാട്ടുകാരൻ ഇങ്ങനെ വരുമ്പോഴേക്ക് ഒരു വിസയും വേണ്ട. ഇനി അവിടെ ചെന്നാൽ നിങ്ങളാരും പിടിച്ചുകാണ്ട് ആരും തല പിടിച്ച് തിരിച്ചാണ്ട് മാങ്ങൻ്റെ അണ്ടിയെടുക്കണ ആരും എടുക്കൂല. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെന്നാൽ നിങ്ങൾക്കും കിട്ടില്ല. കിട്ടണമാതിരി പാലുള്ള ചായയും കട്ടൻ ചായയും മധുരമുള്ളതും മധുരമില്ലാത്തതും ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ ഓരോ സമയത്തനുസരിച്ച് കിട്ടും. ഉച്ചക്ക് തിന്നാൽ നിങ്ങൾക്ക് ചോറ് കിട്ടും. അങ്ങനെയൊക്കെ നിങ്ങൾക്കും ചോറും. നിങ്ങൾ ചേലാരിക്കാരാൻ വിചാരിച്ചാണ് നിങ്ങൾ പട്ടിണികളൊന്നുമില്ല. ഒന്നാണ് വന്നു നോക്കി ചങ്ങന്മാരെ നിങ്ങൾ. അതെവിടെ എഴുതിയത്? എവിടെയാണ് ഉള്ളത്? നിങ്ങൾ പറയിപ്പിക്കണം വെറുതെ. ഇതുവരെ ഇപ്പൊ കുറെ ആൾക്കാർ 500 കുട്ടികളോട് എല്ലാതെല്ലാം അറിയില്ലായിരുന്നു. അപ്പൊ നിങ്ങളത് പറയിപ്പിച്ചില്ലേ അല്ലേ? കാരന്തൂർ മർക്കസിൽ നേരിട്ട് 20,000 കുട്ടികൾ ആ മർക്കസിന് കീഴിൽ പഠിക്കുന്നുണ്ട്. മർക്കസിനോട് നേരിട്ട് അനുബന്ധ സ്ഥാപനങ്ങളിലും. മർക്കസിനോട് ബന്ധപ്പെട്ടതാണ് നിലമ്പൂർ മജുമായി, വെട്ടിച്ചിറ മജുമായി. മർക്കസിനോട് ബന്ധപ്പെട്ടതാണ് ഖലീഫങ്ങളുടെ മാരില്, ഇരിങ്ങല്ലൂരിന്റെ മജുമായി അല്ലെ? മലപ്പുറം ജില്ലയിലുള്ളതാ പ്രയാണിക്ക് എണ്ണമൊക്കെ. അങ്ങനെ കൊളത്തൂർ അലവി ഷക്കാപ്പിൻ്റെത്. എങ്ങനെ നിങ്ങൾ എണ്ണൊക്കെ എത്ര എങ്ങാനും വലിയ വലിയ സ്ഥാപനം മലപ്പുറം ജില്ലയിലുണ്ട്. ആ സ്ഥാപനത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ മർക്കസിനൊപ്പം തുടങ്ങിയതാണല്ലോ. മർക്കസ് എന്നുള്ള പേര് വെച്ചുകൊണ്ട് തന്നെ നിങ്ങളെ വളാഞ്ചേരി കാർത്തല നല്ല 1-ാം നമ്പർ സ്ഥലത്ത് ഒരു കുന്നിന്റെ മുകളിൽ കാണുമ്പോൾ നമുക്കൊരു കൊതി തോന്നും. നല്ല പ്ലാനോടുകൂടി ഉഷാറുള്ള ബിൽഡിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്താണ് അവിടുത്തെ സ്ഥിതി? എത്ര കുട്ടികളെ പഠിക്കുന്നുണ്ട്? നിങ്ങളെ ടെസ്റ്റടിക്ക് എത്ര കുട്ടികൾ നിങ്ങൾ വളാഞ്ചേരി മർക്കസിൽ പഠിക്കുന്നുണ്ട്? ആ വളാഞ്ചേരി മർക്കസിൽ നിന്ന് പുറത്ത് ഇറങ്ങി പാസ്സായവർ എവിടെയൊക്കെ സേവനം ചെയ്യുന്നുണ്ട്? എന്തൊക്കെ സേവനമാണ് അവർ ചെയ്യുന്നത്? ഞങ്ങൾക്ക് പറയാൻ കഴിയും. അമേരിക്കയിൽ ഞങ്ങൾ ഇറങ്ങി പഠിച്ച് സേവനം ചെയ്യുന്നുണ്ട്, കാനഡയിൽ ചെയ്യുന്നുണ്ട്, ഫിജിയിൽ ചെയ്യുന്നുണ്ട്, ഈജിപ്തിൽ ചെയ്യുന്നുണ്ട് അല്ലെ? ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും ചെയ്യുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തുള്ള ഏതൊക്കെ സ്റ്റേറ്റ് ഉണ്ടോ അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. ഗൾഫ് മേഖല എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്, സേവനം ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ പണക്കാരെന്നുണ്ട്, വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അഡ്വക്കറ്റുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് ആണത്തത്തോടെ പറയാൻ കഴിയും. നിങ്ങളൊന്ന് പറയും വളാഞ്ചേരി മർക്കസിൽ നിന്ന് പഠിച്ചതിൽ മൂലയാരും ഡോക്ടറായാൽ എത്ര ആളുണ്ട്? പട്ടിക്കാട് കോളേജിൽ നിന്ന് പഠിച്ചതിൽ എത്ര ആളുണ്ട്? ഡോക്ടർ ബഹാബുദ്ദീൻ കൂരിയാട് വന്ന ഡോക്ടറല്ല പറയുന്നത്. ഡോക്ടർ വിചാരിച്ചിട്ടല്ല, അത് മരുന്ന് കുത്തിവെച്ച് കൊടുക്കുന്ന ഡോക്ടർ തന്നെ ഉണ്ട്. അല്ലാതെ ഡിലിറ്റ് ഡോക്ടർ എന്നുണ്ട് വേറെ ഡോക്ടറുണ്ട്. അത് പലതുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ ചരിത്ര ഗവേഷണമൊക്കെ നടത്തിയിട്ട് ഏതെങ്കിലുമൊക്കെ വെച്ച് കണ്ടുണ്ടാവും അല്ലേ? കുവൈത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് എല്ലാ സ്ഥലത്തും. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇത് ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് മറ്റൊരു കാര്യം പറയട്ടെ. മർക്കസിന്റെ ഗോൾഡൻ ജൂബിലി നടക്കുന്ന 25-ാം വാർഷികം നടക്കുന്ന ആ സമയത്ത്
ഈ കരുവാരണ്ടുകാരന് ഞാനൊരു സ്ഥാപനം നമ്മളെ ഈ നാട്ടിൽ ചെറിയ പ്രാദേശികമായിട്ട് ഒരു 10-100 കുട്ടികൾ പഠിക്കുന്ന പ്രായസ്ഥ കുട്ടികൾ മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെയൊക്കെ ഈ കരുവാരണ്ടുകാരൻ്റെ ഉസ്താദിന്റെ വർത്താനം കേട്ടിട്ട് AP ഉസ്താദിനെ തെറ്റിദ്ധരിച്ചൊരു സ്ഥലമായിരുന്നു ഇത്. അല്ലേ, നമുക്ക് ഈ ഭാഗത്തൊന്നും ഒരു പള്ളി മദ്രസയൊന്നും നമുക്കായിട്ടില്ലായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ ചോക്കാട് കാളികാവ് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പിന്നെ കരുവാരകുണ്ട് ചോക്കാട് അപ്പോൾ അവർക്ക് വരാനും പോകാനും സൗകര്യമുണ്ട്. ഇത് പൊളിക്കണം എന്ന് പറയാൻ ഇയാളോടന്ന് കൂടി പേരെന്തോരൊക്കെ കാര്യം 10ാം വാർഷികത്തെ പേരൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു കുറിച്ച് ഇയാൾ പറഞ്ഞു പോയി. ഞാൻ എന്ത് പണിയെടുത്ത് ഒരു ജീപ്പ് മൃഗത്തിൻ്റെ സ്വന്തം ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് വലിയ ചില സാധനങ്ങളൊക്കെ ഉണ്ടായാൽ അതിൽ നല്ലൊരു ആംപ്ലിഫയറും സ്പീക്കറും ഒക്കെ വെച്ച് ഒരു മകരിഭാഗാൻ നേരത്ത് ആണ് ചെന്ന മുമ്പ് നാട്ടിൽ കരുവാറുണ്ട് കണ്ണത്താളം മുമ്പ് ഇവരുണ്ടാകും കേക്കത്തിറക്കലാതി കണ്ട അവിടെ അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിൽ നിർത്തി അവിടെ ജീപ്പ് നിർത്തി. അവിടുന്ന് നമ്മൾ പറഞ്ഞിങ്ങനെ ഒരു പിന്നെ മർക്കസ് വിശദീകരണ സമ്മേളന പ്രചരണവും മറ്റൊരു വിശദീകരണവും ഉണ്ട് എന്നിട്ടാണ് നമ്മൾ പ്രസംഗം. എന്നിട്ട് അതിന് പാർട്ടിയോ ദുആയോ ഒന്നുമില്ല. നിസ്കാരം കഴിഞ്ഞ് അധ്യക്ഷനില്ല, ഉദ്ഘാടകനില്ല, ഒന്നുമില്ല. ഞാൻ ഒറ്റക്ക് എന്തും നേരിടാൻ തയ്യാറായ ഓരോ കൂട്ടിക്കാണ് പോയതാണ് അല്ലേ. എന്നിട്ട് ഞാൻ ചില കാര്യങ്ങൾ വിശദീകരിച്ചു. 978 നമ്മൾ മർക്കസ് സഖാഫത്ത് സുന്നിയക്ക് തറക്കല്ലിടുന്നത്. 976 കരുവാരകുണ്ടുള്ള ഈ സ്ഥാപനം പ്രവർത്തനം തുടങ്ങുന്നത്. ഞാൻ ചോദിച്ചു, നമ്മളിപ്പോൾ അത് തുടങ്ങിയിട്ട് 25 കൊല്ലമായി. ഈ 25 കൊല്ലം ആയിട്ട് നമ്മൾ അതിനൊരു ആഘോഷം നടത്തുകയാണ്. ഈ 25 കൊല്ലമായതിൻ്റെ പേരിൽ 25 ആളുകളെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. അതിൽ പണ്ഡിതന്മാരുണ്ട്, സാദാത്തീങ്ങളുണ്ട്, ഉമറാക്കളുണ്ട്. ആദരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു തോർത്തും കൊണ്ടുപോലെ തോളിലിട്ട് കൊടുക്കാൻ ഉണ്ടാവുള്ളൂ കുട്ടികൾ, അല്ലെങ്കിൽ ഒരു കാലിച്ചായ വാങ്ങിക്കൊടുക്കണുള്ളൂ. ആദരവ് എന്ന് പറഞ്ഞാൽ അംഗീകാരം കൊടുക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. ഞാൻ ചോദിച്ചു, കരുവാരകുണ്ടുകാരെ 27 കൊല്ലമായി ഇതിവിടെ തുടങ്ങിയിട്ട് നിങ്ങളെ നാട്ടിൽ ആർക്കെങ്കിലും ഒരു ആദരവ് ഇതിൻ്റെ പേരിൽ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട് ഇതാ മയക്കുങ്ങളോ എന്ന് പറയണം. ഇന്നത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, മർക്കസിന്റെ പരിസരങ്ങളിലൊക്കെ സഹോദര സമുദായങ്ങൾ ഈ പശുവിനെ വളർത്തുന്നവരും മറ്റുമൊക്കെയാണെന്നുള്ളത്. അവരാരും ഇപ്പോൾ കൊല്ലങ്ങളായിട്ട് പിണ്ണാക്ക് വാങ്ങി പശുക്കൾക്ക് കൊടുക്കുന്നില്ല. മർക്കസിൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ വെള്ളവും മറ്റുമൊക്കെ ഇവർക്ക് കൊണ്ടുപോയി കൊടുത്ത് അവരുടെ പശുക്കൾക്കൊക്കെ ധാരാളം പാല് കിട്ടിയിട്ട് അവരിങ്ങനെ സമ്പന്നന്മാർ പോലും ആയിട്ടുണ്ട്. നിങ്ങളിത് ഇവിടെ തുടങ്ങിയിട്ട് ഈ പരിസരത്തുള്ളവർക്ക് ഒരു ഗ്ലാസ് കഞ്ഞിൻ്റെ വെള്ളം ആർക്കാ കിട്ടിയെങ്കിൽ പറയും, ഒരു ഉപകാരങ്ങൾ കിട്ടിയത് പറയും. ഇങ്ങനെ ചില നാടൻ വിഷയങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു. ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരാൾ കേരളത്തിൽ പോട്ടെ, മലപ്പുറം ജില്ലയിൽ അവൻ പോട്ടെ, കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇന്ന പള്ളിയിൽ ഇമാമ് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്, അതും പോട്ടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ആൾക്ക് ചെലവ് ചായ കൊണ്ടേ കൊടുക്കുന്നുണ്ട് എന്ന് പറയാൻ ഈ 27 കൊല്ലമായിട്ട് ഒരാളെ നിങ്ങൾ സജ്ജീകരിച്ചോ? എന്ത് കാര്യമാണ് കൊണ്ട് നിൽക്കുന്നുണ്ടായത്? ഇയാളാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളവിടെ ഇങ്ങനെ സുഖമായി നാട്ടുകാർക്ക് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെ, ഒരു പള്ളിയെയും മദ്രസയും പൊളിക്കണമെന്ന് പറയുന്നത്. 2.5 മണിക്കൂർ കണക്ക് തീർത്തി നമ്മൾ പറഞ്ഞ് പിറ്റേ ദിവസം അവിടെ ഉള്ള ഒരു സാധാരണക്കാരെല്ലാം ഫോൺ ചെയ്ത് പറയാണ്, ഉസ്താദേ നിങ്ങൾ പറഞ്ഞ് പോരാന്നാ പറഞ്ഞു. സാധാരണ നാട്ടിൽ ചെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതില്ലായ അംഗീകാരം ഉണ്ടെങ്കിൽ, ഒരു അംഗീകാരം ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മൂല്യരംഗക്ക് വല്ല ദീനം പറയണ്ടേ പറഞ്ഞോളൂ, അല്ലെങ്കിൽ നിർത്തിപ്പോയിക്കോളി പറഞ്ഞു കേട്ടെങ്കിൽ ഒരാളെന്ന് പറയാം. അത് പറഞ്ഞില്ല, പിറ്റേന്ന് പറയുന്നത് പറഞ്ഞ് പോരാടാ അല്ലേ. ഇതാണ് ഒരു നിങ്ങൾ ഈ ടെസ്റ്റ് അടിച്ചുകൊണ്ട് പറയേണ്ടി വന്ന. അപ്പോൾ അതൊക്കെ ഇതൊന്നും ഞാൻ പറയാൻ കരുതിയിട്ടില്ല. നിങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് അല്ലേ, നിങ്ങൾ ലോക യൂണിവേഴ്സിറ്റിയാണെന്ന് പറയുന്നത്, അവിടെ നിന്ന് വന്ന് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു ഉദവി ആലുവ തരീക്കത്തിൽ കുറെ പോയി നാശായി എന്നല്ലാതെ അങ്ങനെ ആയി എന്നല്ലാതെ നിങ്ങളൊരു ജനങ്ങൾക്ക് ഉപകാരമുള്ളതെന്ന് പറഞ്ഞ് നിങ്ങൾ നോക്ക്. നമ്മളെ ഷാഫി സക്കാഫി മുണ്ടമ്പറ ഒരൊറ്റ ആൾ പോരെ മർക്കസ് തുടങ്ങിയിട്ടുള്ള
ഈ 10-37 കൊല്ലത്തിന്. ഷാഫി സക്കാഫി മുണ്ടമ്പറയുടെ ഖുർആൻ ക്ലാസ്സുകളൊന്ന് കേട്ടു നോക്ക്. അവരിതിങ്ങനെ ഒരൊക്കെ കേട്ടതും മറ്റുമൊക്കെ ഇങ്ങനെ നെറ്റിൽ ലൈവ് വരുന്നതും മറ്റുമൊക്കെ ഒഴിവുള്ള സമയത്തൊക്കെ ഞാൻ എപ്പോഴും എനിക്ക് വലിയ ഹരാണ്. കാരണം ഒന്ന് എനിക്കെപ്പോഴും സന്തോഷിക്കും, റബ്ബേ മർക്കസിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ട് ഇങ്ങനെ ഷാഫി സക്കാഫിയെ പോലെയുള്ള ആളുകൾ, ഇളമരം സക്കാഫിയെ പോലെയുള്ള ആളുകൾ അല്ലേ, പേരോട് സക്കാഫിയൊക്കെ വലിയ നേതാവായിട്ട് വന്നു അല്ലേ, അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെ എത്ര സക്കാഫികൾ നമുക്ക് കേരളത്തിൽ ഒരൊറ്റ ദിവസം ഒരു വിഷയം നമുക്ക് വെച്ച് 4 മണി മുതൽ 6 മണി വരെ പ്രസംഗിക്കണം ഒരൊറ്റ ദിവസം എന്ന് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തിനും ഒരുപാട് വെച്ചാൽ അതിന് പ്രസംഗിക്കാൻ മാത്രമേ നമുക്ക് ആളില്ലേ? അത്ര നമ്മൾ വളർന്നു വന്നില്ലേ? ഞാൻ ഇവരോട് ചോദിക്കുന്നു, നിങ്ങൾക്കൊരു താലൂക്ക് മുഴുവൻ ഒന്നായിട്ട് പറഞ്ഞേക്കാം ആരെങ്കിലും ഉണ്ടായെങ്കിമാരെ 4 ആളെ നിങ്ങളെ സ്വന്തം നിങ്ങളെ ഈ ചേളാരിക്കാരെ കമ്പനിയാണെന്ന് ചേളാരി സമസ്തന്റെ പേരും പറഞ്ഞ് ഒരു നോട്ടീസ് അടിച്ചിട്ട് ഒരു 500 ആളുകളത് കൂട്ടിക്കാണി. അപ്പോഴും നമ്മളൊരു സക്കാഫിന്റെ പേര് വെക്കണമെങ്കിൽ ആള് കൂടാന് ഇല്ലേ? ഈ കരുവാരുടെ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു നോക്കിന്, ഈ നമ്മൾ വേസ്റ്റാക്കിയ നമ്മളെ കൂട്ടുകാരനുണ്ടല്ലോ, ഓനൊരു പരിപാടിക്ക് കൊണ്ടുവന്നെങ്ങാണ്ട് ഓനിങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ മഹാനായ എന്നൊക്കെ അനൗൺസ് ചെയ്തിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞ് എണീച്ച കൂട്ടത്തിൽ ഈ ഉസ്താദ് എണീച്ച് അങ്ങനെ കോഴിക്കോട് രാജ്യങ്ങളെ കണ്ടപ്പോൾ വളരെ നല്ല മനോല്ലേ ഇതൊക്കെ എണീച്ച് നിങ്ങളെ പേരക്കുട്ടിന്റെ പ്രായമുള്ളൂന്ന് ഒന്ന് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ. നമ്മൾ പണ്ട് വലിയ രോഗിയുണ്ട്, ആ രോഗിയൊന്നും നമ്മൾ തെറ്റിയിട്ടൊന്നുമില്ല, സംഗതി പറയാനുള്ളത് പറയുന്നേ ഉള്ളൂ അല്ലേ, നമ്മൾ പറയാനുള്ളത് പറയുമെന്നേ ഉള്ളൂ. അതാണ് ഓരോ സ്ഥിതി. അങ്ങനെ വേണം അവർക്ക് 4 ആളെ കൂട്ടാൻ. നമുക്കത് വേണോ? നമ്മളെ ഈ ഷാഫി സക്കാഫി പോലെയുള്ള ആളുകളുടെ ഖുർആൻ പ്രഭാഷണം, സപ്തത്തിലെ പ്രഭാഷണം, അല്ലെങ്കിൽ പണ്ഡിതരുടെ പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുമ്പോൾ നിങ്ങൾ നോക്ക് എത്ര ആളുകളാണ് അവിടെ കൂടുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. എന്നോട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചാളാരിക്കാരന് ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞത് ഒരു സക്കാഫി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് അത് പറയാം. ശരിയാണ്, ഒരു സക്കാഫി ഉണ്ടായാൽ അതെങ്ങനെ ഓടിച്ചാടിച്ചാണ്ട് അവിടെ ചെറിയ സ്ഥാപനം സക്കാഫില്ല. മറ്റേയാള് നമ്മളെ ഹിക്മത്തിന്റെ എഡിറ്റർ അന്ന് പറഞ്ഞിങ്ങനെ അവര് ആദ്യം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഓട്ടോറിക്ഷന്റെ മാതിരിയാണ്. ഞങ്ങൾ ഓട്ടോറിക്ഷന്റെ മാതിരി, ഞങ്ങൾ തീവണ്ടിന്റെ മാതിരി, ഇപ്പൊ തീവണ്ടിന്റെ മാതിരിയായില്ലേ. കേരള യാത്രയ്ക്ക് നമ്മൾ തീവണ്ടിന്റെ മാതിരിയായി. മംഗലാപുരത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് തീവണ്ടി കൊണ്ടുപോകാൻ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് പോലും അങ്ങനെ സമ്മേളനത്തിൽ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഓട്ടോറിക്ഷ മാത്രമല്ല, തീവണ്ടിയാണ് ഒരു തീവണ്ടിയാവും. ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞ് അടാ പോണി പിസ്താദ് എന്ന് പറയേണ്ട ഘട്ടം അള്ളാഹു തലങ്ങൾ കൊണ്ട് വരുത്തും അല്ലേ. അള്ളാഹു തലങ്ങൾ കൊണ്ട് വരുത്തും, അവിടത്തേക്ക് എത്തുകയാണ് കാര്യം അല്ലോ അല്ലേ. അത് നിങ്ങൾ സമ്മതിക്കുന്ന കാര്യമാണ്. ഒരു സക്കാത്ത് എന്നുള്ള പ്രസ്ഥാനമാണ്, അത് പ്രസ്ഥാനം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയുള്ള ആത്മാർത്ഥമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടായി പിസ്താദ് അവിടുന്ന് വിടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇപ്പോ സമയം കുറെ അധികരിച്ചു. 2:30 മണിയായി നാട്ടിൽ. ഒരല്പം വിശ്രമിച്ച് ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് പോകണം. പിന്നെ ആദർശ ചർച്ചയിൽ ചിലപ്പോൾ പങ്കെടുക്കാനും ചോദിക്കാനും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സമയവും കൂടി നമ്മൾ അങ്ങനെ കൂടുതൽ കവരുന്നില്ല എന്ന് മനസ്സിലാക്കി കുറച്ച് ഈ കാര്യങ്ങളും കൂടി പറഞ്ഞത് പിളർപ്പിന്റെ ഘട്ടം എന്നുള്ളത് അവിടത്തേക്ക് എത്തുന്നുള്ളൂ. അത് എത്തിയിട്ട് ആ പിളർന്നതിന്റെ കാരണം പിളർന്നുകൊണ്ടുള്ള കാര്യങ്ങളും അവരുടെ നിലപാടും നമുക്ക് പറയാനും വിശദീകരിക്കാനും ഉണ്ട്. എന്തിനാണ്? മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, മനസ്സിലാക്കാനല്ലേ. ഈ ദാറുൽ ഘട്ടങ്ങൾ വിചാരിക്കും ഭയങ്കര സംഭവമാണ്. ഒരു സംഭവമല്ല. നിങ്ങൾ കേൾക്കണം, ചെമ്മാടുള്ളപ്പോഴുണ്ട് നമ്മളിലുള്ള സാധുക്കളെ കുട്ടികൾക്ക് അവരെ നമ്മളിങ്ങനെ സാധുക്കൾക്ക് വസ്ത്രം കൊടുക്കലും അതൊക്കെ നമ്മൾ ഈ സ്ഥാപനത്തിന്റെ പേരുണ്ട്. അപ്പൊ ഇവിടെ നമ്മളെ സ്നേഹിതരെയും കൂട്ടിക്കാണ്ട് ഈ പീടി കയറിക്കാണ്ട് ഔട്ട് ഓഫ് ഫാഷനായ പിന്നെ കുറച്ച് പഴയതായത് ഒരു വിൽക്കാത്തതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാണ്ട് അത് ഈ സാധുക്ക് കൊടുക്കലാണുള്ള പരിപാടി. അത് നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ചെമ്മാട്ടുകാരനായ ഒരു കച്ചവടക്കാരൻ നമ്മളോട് പറയാം, ഉസ്താദേ നിങ്ങളിങ്ങനെ വാങ്ങലും കൊടുക്കലും കൊണ്ടുപോകലും ഒക്കെ നല്ലത് നമ്മൾ തരുകയും ചെയ്യാം, പക്ഷേ ഈ ദാറുള്ളത് പോലെ ആയിരുന്നു നിങ്ങളുടെ സ്ഥാപനം, അതെന്തേന്ന് ചോദിച്ചു. അത് ഈ മൂത്ത വയറിന്റെ മാതിരിയാണ്, ഒടിക്കാനും പറ്റൂല തൊലിച്ചാനും പറ്റൂല, ചണ്ടിയായി പോയി. മൂത്ത വയറിന്റെ ഉദാഹരണം എങ്ങനെയാണ്? വയറ് കാരണം അതിന്റെ പായസം വെച്ചിങ്ങനെ മുറിച്ചിങ്ങനെ ഉപ്പേരി വെക്കാൻ, അല്ലെങ്കിൽ എന്ത് വേണം, അത് തൊലിച്ചിട്ട് അതിന്റെ കുരു മാത്രം എടുക്കാൻ. എന്നാൽ അവിടെ കൊണ്ട് എത്തിയിട്ടുമില്ല, മുറിച്ചാലോട്ടാവില്ല. അതുപോലെയാണ് അല്ലേ. ഞാൻ ചോദിക്കട്ടെ, ദാറുൽ ഹുദയിൽ നിന്ന് പാസ്സായി വന്ന
ഒരു കുട്ടി ഒരു 500 ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു ജുമായിൽ പങ്കെടുത്ത് ഖുത്ബക്ക് നേതൃത്വം നൽകി. എന്നിട്ട് ആ ഖുത്ബക്ക് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി എന്ന ഖുത്ബയിലും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലി വാലിദീന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹവാലി മസാജിദിന, ഈ പള്ളിന്റെ ചുറ്റും മരണപ്പെട്ട് കിടക്കുന്നവർക്കും പുറത്തു കൊടുക്ക തമ്പുരാനെ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ ഈ കാലം എത്രയായിട്ട് എത്ര മുദല്ലിസുമാരെ, എത്ര ഖതീബുമാരെ, എത്ര ഇമാമുമാരെ നിങ്ങൾ പുറത്തിറക്കി? കണക്കും നിങ്ങൾ ടെസ്റ്റ് അടിച്ച് പറയും. സമുദായത്തിന്റെ ഉപ്പും ചോറും തിന്നിട്ടാണ് അവർ വന്നത്. നിങ്ങളാരും തറവാട്ടിൽ നിന്ന് കൊടുങ്ങാണ്ടല്ല അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, നടന്ന് തിരിച്ചിട്ടാണ് അല്ലേ? എ.പി. ഉസ്താദിനെ അങ്ങനെ പിരിവിനെ പറഞ്ഞിട്ട് റിസീവറാന്ന് പോലും പല ആളുകൾ ആക്ഷേപിച്ചിരുന്നു അല്ലേ? ഉസ്താദിന് ധാരാളം കാശ് കിട്ടും, പക്ഷേ അന്നും ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ എണ്ണീറ്റ് എനിക്ക് പരിചയമില്ല. എന്നാലും ഉസ്താദ് ഇങ്ങനെ കയ്യിൽ കിട്ടിയാൽ 15,000 10,000 ഉസ്താദിന് അറിയും. പക്ഷെ അതിങ്ങനെ 1 2 3 എണ്ണൽ ഉസ്താദില്ല. കാരണം അത്രേ പൈസയാണ് ഉസ്താദിന് ബന്ധമുള്ളൂ, അത്രേ ബന്ധമുള്ളൂ. ആ ബന്ധത്തിന്റെ കാരണം കൊണ്ട് തന്നെയാണ് ഒറ്റൊരു കാര്യം പറഞ്ഞ ഏതായാലും ഞാനിപ്പോൾ നിർത്താനില്ല. ഉസ്താദിന്റെ വീട്, ആ വീട് നിർമ്മിക്കാൻ അബുദാബിയിലുള്ള ഞാൻ പറഞ്ഞ റാഷിദ് അബ്ദുള്ള അൽ മസ്റൂഇ, പിന്നെ സായിദ് അൽ ഉത്തൈബ, ഇപ്പൊ ഈ മർക്കസ് ഗാർഡൻ ഉണ്ടല്ലോ പൂനൂരല്ലേ, അതിന്റെ ശില്പിയാണ് മൂപ്പര് അല്ലേ? അതിന് മുഴുവനും ആദ്യം കൊടുത്തത് മൂപ്പരാണ്. എന്നാൽ അതിൻ്റെ ഇടയ്ക്കൊന്ന് വേറൊന്നുകൂടി പറയേണ്ടത്, നമ്മൾ ഈ പിളർപ്പ് എന്നിട്ട് പൂർത്തിയായി വന്ന് 89-90 ഈ സയ്യിദ് അൽ ഉത്തൈബ അവരുടെ മകനുണ്ട്, മന്ത്രിയാണ് അബുദാബി, അബൂമാന എന്നാണ് ആള്. ഇവരങ്ങനെ അബൂമാനായെന്ന് ഓമന പേര് വരെ വിളിക്കുന്നുണ്ട്. ഈ മന്ത്രിന്റെ വീട്ടില് നമ്മളെ കേരളക്കാരനായ ഒരാൾ ഡ്രൈവറായിട്ടുണ്ട്. ഇയാള് വഹാബിയാണ്, വഹാബിന്റെ ഒപ്പം രാഷ്ട്രീയക്കാരനുമാണ്. അപ്പൊ ഈ സയ്യിദ് അൽ ഉത്തൈബയെ നമ്മൾ യാദൃശ്ചികമായ ഒരു പള്ളിയിൽ കണ്ടു പരിചയപ്പെട്ട പോലെ പള്ളിയിൽ നിന്ന് നമ്മളുടെ ഇറങ്ങുന്ന ഇവരങ്ങോട്ട് കയറുന്നു. അപ്പൊ നമ്മൾ കൂട്ടിമുട്ടിപ്പോയി, അറിയാതെ നമ്മൾ കണ്ടില്ല. മുട്ടിയിൽ എനക്കും കുറച്ച് വേദനയായി, അപ്പോൾ ബഹുമാനപ്പെട്ടവർക്കും വേദനയായിട്ടുണ്ടാവുമല്ലോ. അതിലൊന്ന് ഇങ്ങനെ ചൂടായി. ഞാൻ പറഞ്ഞില്ല മാലേഷ് ഹബീബി എന്നൊക്കെ പറഞ്ഞ് അത് കെട്ടിപ്പിടിച്ച് ഇതിനെ താടില്ല താടിമലൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഒരിക്കൽ പെട്ടെന്ന് തീരുകയും ചെയ്യും. അങ്ങനെ ഇങ്ങനെ ബന്ധപ്പെട്ട് നീ അവിടെ എങ്ങനെയൊക്കെ ചോദിച്ച് അങ്ങനെയാണ് എ.പി. ഉസ്താദിനെ ഈ സയ്യിദ് അൽ ഉത്തൈബിയായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുന്നത്. അങ്ങനെ ബന്ധപ്പെട്ട് അവർ ഈ ടൊയോട്ട വണ്ടിൻ്റെയും മറ്റുമൊക്കെ വലിയ അവിടുത്തെ ഏജൻസിയാണ്, വലിയ പൈസക്കാരനാണ്, വലിയ പണക്കാരനാണ്. അങ്ങനെ ഉസ്താദിനായിട്ട് ബന്ധപ്പെടുത്തിയപ്പോൾ റമദാൻ മാസത്തിൽ വന്നപ്പോൾ റമദാൻ മാസത്തിൽ ഇങ്ങനെ അങ്ങോട്ടൊക്കെ പോകാനും വരാനും ഒക്കെ മൂപ്പര് ഒരു വണ്ടി ഉസ്താദിന് കൊടുത്തു. ആ വണ്ടിയിലായിരുന്നു ആ കൊല്ലം യാത്ര ചെയ്തത്. ഇതൊക്കെ ഈ ഡ്രൈവർക്ക് കണ്ടപ്പോൾ അസൂയാണല്ലോ അവരുടെ മുഖമുദ്ര. അങ്ങനെ ഈ ഡ്രൈവർ മന്ത്രിന്റെ ഡ്രൈവറാണല്ലോ, ഈ മന്ത്രിനോട് ഇയാളെ മകനോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ അവിടെ കോഴിക്കോട് ഒക്കെ കാന്തപുരത്തിന്റെ പേരിലാണ് ഈ കൊണ്ടുപോകുന്ന പൈസയൊക്കെ അവിടെ പൂനൂർ എസ്റ്റേറ്റ് കാന്തപുരം വാങ്ങിയിട്ടുണ്ട്, കൊടുവള്ളി സ്ഥലത്തിൻ്റെ അടുത്തുണ്ട്, അവിടെയുള്ള സ്വർണ്ണക്കടയിലൊക്കെ കാന്തപുരത്തിന് ഷെയറുണ്ട്. ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. തെറ്റിദ്ധരിച്ചപ്പോൾ ഈ മകൻ ബാപ്പാനോട് പറഞ്ഞു. അപ്പൊ ഇയാളൊരു 10-70 വയസ്സൊക്കെ അന്ന് തന്നെ പ്രായമുള്ള ആളാണ്. അപ്പൊ 80 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഇവർക്ക് നേരെ മാത്രം ചിന്തിക്കുന്ന ആളല്ലേ. അങ്ങനെയാണ് ഷെയ്ഖ് അബൂബക്കർ എന്നൊക്കെ ആളും ധരിച്ചുപോയി. അപ്പൊ നമുക്ക് വണ്ടിയൊക്കെ തന്ന് നമ്മളെ സൽക്കരിച്ച ഉഷാറായ ആളുകളിലേക്ക് പിന്നെ നോമ്പോ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഉസ്താദ് 2ാമത് വന്നപ്പോൾ നമ്മൾ വലിയ സന്തോഷത്തിൽ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോഴും വണ്ടിയൊന്നും കിട്ടണം, ചെന്നാൽ മതി, അപ്പോൾ വണ്ടി കിട്ടും നമുക്കറിയും ചെയ്യാം. നമ്മൾ ചെന്ന് ഈ ഗേറ്റിൽ പാറാൻ വെക്കണവര് നേരത്തെയുള്ള പരിചയത്തിന് നമ്മളെ കണ്ടപ്പോൾ തന്നെ ഗേറ്റ് തുറന്നു വന്ന് അകത്തേക്ക് കയറി വന്നപ്പോൾ മജ്‌ലിസിന്റെ അവിടെ എത്തുമ്പോൾ അവർ മജ്‌ലിസിന് ഇറങ്ങി കണ്ടില്ലേ വന്ന പാടില്ല. ഇയാള് കടുപ്പത്തിൽ ഓർത്താണ്, നിങ്ങൾ അങ്ങനത്തെ ആളാണ്, നിങ്ങൾ ഇങ്ങനത്തെ ആളാണ്, നിങ്ങൾ കൊണ്ടേറ്റായി ചെയ്യുന്നത് അങ്ങനെയാണ് ഭയങ്കര കടുപ്പത്തിൽ. ഉസ്താദിന്റെ കൂടെ ഞാനും അന്ന് ഈ ചെങ്ങരോത്ത് പ്രായം അബുദാബിയിൽ ഇപ്പോൾ അവരുണ്ട്, അവർ ഡ്രൈവറായിട്ട് അവരും ഉണ്ട്. ഞങ്ങളിങ്ങനെ സ്തംഭിച്ചു പോയി, എന്താണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെ ഒരു 2 മിനിറ്റിൽ ഇയാളിങ്ങനെ ശക്തിയായി പറഞ്ഞപ്പോൾ എ.പി. ഉസ്താദ് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു. നിങ്ങൾ അള്ളാഹുവിനെ മറന്ന് സംസാരിക്കരുത്, അള്ളാഹുവിനെ മറന്ന് സംസാരിച്ചാൽ അള്ളാഹുവിന്റെ മുന്നിൽ മഹ്ശറയിൽ നിങ്ങളെ ഞാൻ പിടികൂടുന്നതാണ് ഉസ്താദ്. അതിൽ ഇയാൾ ഞെട്ടിപ്പോയി. ഷെയ്ഖ് അബൂബക്കർ എന്നുവെച്ച് പറയാൻ വിശദീകരിക്കുക.
അപ്പോ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇയാൾ ഈ ആധാരം മർക്കസിന്റെ ആധാരം അതൊക്കെ നിങ്ങളുടെ പേരിലൊക്കെ പറഞ്ഞു വരും. അപ്പോ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് പറയുന്നില്ല, പക്ഷെ നിങ്ങളെ അസത്യം പറഞ്ഞ് ധരിപ്പിച്ചേക്കുക, 100% കളവാണ്. എന്നാ നീ തെളിയിക്കുന്നു, എന്നാ ഞങ്ങൾ പോട്ടെ എന്നാണ്. അപ്പോൾ ഒരു ഇതൊക്കെ പറഞ്ഞാലും വേഗം പോലെ ശീലം നന്നാവുമല്ലോ. അങ്ങനെ കാവ് കൊടുക്കുക. AP ഉസ്താദ് തീർത്ത് പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരിറക്ക് വെള്ളം ഞങ്ങൾ കുടിക്കൂല, ഈ ധാരണ തീരുന്നത് വരെ. അപ്പോൾ ഒരു ഇങ്ങോട്ട് പൊരുത്തപ്പെടിക്കാൻ മതി, എന്ത് പറഞ്ഞാലും കുടിക്കൂല, എന്ത് പറഞ്ഞാലും കുടിക്കൂല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടിക്കാതെ പോലും ചെയ്തു. എന്നിട്ട് ഉസ്താദ് അപ്പം തന്നെ കോഴിക്കോട്ടേക്ക് ഫോൺ ചെയ്തിട്ട് മർക്കസിന്റെ ആധാരം, കോംപ്ലക്സിന്റെ ആധാരം അല്ലേ, അന്ന് മർക്കസിലുള്ളപ്പോൾ അത്രയും ഉള്ള ആധാരങ്ങളാണ് പ്രധാനപ്പെട്ടത്. അതാണ് ഒരു പറയുന്ന ആരോപണങ്ങളും. മർക്കസിന്റെ സ്ഥലം വാങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയാണ് പ്രസിഡന്റ്. മർക്കസിന്റെ ശംസുൽ ഉലമയുടെ പേരിലാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ കോംപ്ലക്സിന്റെ ആദ്യത്തെ ആ മെയിൻ ബിൽഡിംഗ് നിൽക്കുമ്പോഴും ശംസുൽ ഉലമയാണ് പ്രസിഡന്റ്. ശംസുൽ ഉലമയുടെ പേരിലാണ് ആധാരമുള്ളത്. ഈ സത്സംഗണ്ടി കോയക്കുട്ടി മുസ്ലിയാർ മകൻ അബൂബക്കർ മുസ്ലിയാർ മർക്കസിന്റെ പ്രസിഡന്റ് എന്ന നിലക്ക് അങ്ങനെയാണ് ആധാരമുള്ളത്. എന്നാൽ നേരെ പറഞ്ഞതിന്റെ ഇപ്പുറത്ത് നമ്മളെ പള്ളിയും അതിന്റെ ചുറ്റുമുള്ള കോംപ്ലക്സ് നിൽക്കുന്ന അത് വാങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട മർഹൂം അവേൽത്ത് തങ്ങളാണ് പ്രസിഡന്റ്. ആ ആധാരം ആ പ്രസിഡന്റിന്റെ പേരിലാണുള്ളത്. ഇത് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് മലയാളത്തിലാണല്ലോ നമ്മുടെ നാട്ടിലെ ആധാരം, അതുകൊണ്ടാണ് ഇത് വായിച്ചു കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ഇത് രണ്ടും കാണിച്ചു കൊടുത്ത് രജിസ്ട്രാളെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വിട്ടിക്കണം. ഞാൻ 4 ദിവസം കൊണ്ട് വരുന്നുണ്ട് എന്ന് ഉസ്താദ് വിളിച്ചു പറഞ്ഞു. ഇത് വാങ്ങിയിട്ട് വെറും കടലാസിലല്ലേ ഇതിന്, മുദ്ര പേപ്പറിൽ തന്നെ. അതിനാവശ്യമായ 100 രൂപ മുദ്ര പേപ്പർ വേണം. അത്രയും പേജ് വാങ്ങിയിട്ട് അതിലിത് ഇംഗ്ലീഷിലേക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കെ അബ്ദുൽ ഹമീദ് സാഹിബാണത് ട്രാൻസ്ലേഷൻ ചെയ്ത് ശരിയാക്കി അത് ടൈപ്പ് ചെയ്ത് മറ്റാൾക്ക് അന്ന് എഴുതലാണ്. ഇപ്പോൾ ഏത് ആധാരവും DTP ആണ്. ഇത് DTP പിന്നെ ടൈപ്പ് ചെയ്തിട്ട് എടുത്ത് അതിൽ അറ്റസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചു ഉസ്താദ് ചെന്ന്. ആ ആധാരം നാട്ടിൽ നിന്ന് വരുന്ന ഒരാളത്തേക്ക് എൻ്റെ അടുത്തേക്ക് കൊടുത്തയച്ചു. ഞാനത് സയ്യിദ് അൽ തൈബയുടെ വീട്ടിൽ ചെന്ന് അവർക്ക് കൊടുത്തു ഈ ആധാരം. അപ്പോൾ ഈ സയ്യിദ് അൽ തൈബക്ക് അങ്ങനെ ഇംഗ്ലീഷും വായിക്കാൻ അറിയില്ല, കാരണം അവർ നേരത്തെയുള്ള ആളുകളായതുകൊണ്ട് അവരങ്ങനെ വിദ്യാഭ്യാസമൊന്നും അങ്ങനെ ഇന്നത്തെ കാലത്തുള്ള ആളാണ്. മൂപ്പരത് വാങ്ങിയിട്ട് ശരി മലയാളത്തിൻ്റെ ഒരു കോപ്പിയുണ്ട്, ഇംഗ്ലീഷിൻ്റെ ഒരു കോപ്പിയുണ്ട്, അത് കൊടുക്കും. ഇത് കൊടുക്കുന്ന കൂട്ടത്തിൽ അതവിടെ നമ്മളെ കണ്ണൂർക്കാരൻ യൂസുഫ് ഹാജിൻ്റെ ടൈപ്പിംഗ് സെൻ്റർ ഉണ്ടായിരുന്നു അബുദാബിയിൽ. അവിടെ ചെന്ന് ഇത് നമ്മൾ അറബിയിലേക്ക് അവിടെ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്യും. അത് സാധാരണ കടലാസ് സ്റ്റാമ്പ് പേപ്പറിലൊന്നല്ല. ഈ 3 കോപ്പികൾ കൊണ്ട് അപ്പോൾ അറബി മൂപ്പർക്ക് നോക്കിയാൽ കുറച്ചൊക്കെ മനസ്സിലാവും. അത് ഒക്കെ റെഡിയാക്കി മൂപ്പരൊന്ന് വായിച്ച് നോക്കി സന്തോഷപ്പെട്ട് മൂപ്പര് ഈ ടൊയോട്ട ഈ ഇതിലുള്ള ഒരു പിന്നെ അതിൻ്റെ ഒരു ഷോറൂമൊക്കെ നോക്കുന്ന ഒരു മാനേജറുണ്ട്. അയാളൊരു എറണാകുളം ഭാഗത്തുള്ള ക്രിസ്ത്യാനിയാണ്. അയാളെടുത്ത് കൊണ്ടുപോയി കാണിച്ച് മലയാളവും ഈ ഇംഗ്ലീഷും കൊടുത്തു. നമുക്കത് മതി. ആ ഇംഗ്ലീഷും കൊടുത്തിട്ട് അത് വായിച്ച് അപ്പോൾ അവർ പറഞ്ഞ് ഇത് ഇംഗ്ലീഷിൽ ഇന്നതാണ്, ഇത് ഇന്നയാളെ പേരിലാണ് ഇതുള്ളത്, ഇന്നയാളെ പേരിൽ. അപ്പോൾ AP ഉസ്താദിൻ്റെ അബൂബക്കർ ഷേഖ് അബൂബക്കറിൻ്റെ പേരില്ല, പക്ഷേ EK അബൂബക്കർ. അപ്പോൾ ഇയാൾ പിന്നെയും അയാളോട് ചോദിച്ചു, ഞാനും കൂടി ഞങ്ങൾ പോയിട്ടാണ് വായിപ്പിക്കുന്നത്, അതൊന്നും കൂടി വളരെ. അപ്പോൾ AP അബൂബക്കർ എഴുത്തച്ഛങ്കണ്ടി കോയക്കുട്ടി മുസ്ലിയാരുടെ മകൻ EK അബൂബക്കർ മുസ്ലിയാർ എന്ന് പ്രസിദ്ധനായ ഇപ്പോഴത്തെ മർക്കസിന്റെ പ്രസിഡന്റാകുന്ന അബൂബക്കറിന്റെ പേരിലാണ് എഴുതി. അപ്പോൾ അത് ഇവരെ AP എന്ന് അവരും അറിയപ്പെട്ടിട്ടുണ്ട്. സംഗതി മനസ്സിലായി. അവരെ ഷോറൂമിൽ നിന്ന് AP ഉസ്താദിനെ ടെലിഫോൺ ചെയ്ത് ഒരുപാട് പേര് കരഞ്ഞ് മാപ്പ് പറഞ്ഞ്, പിന്നെ നമ്മളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വണ്ടി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ഈ സയ്യിദ് അൽ തൈബ AP ഉസ്താദിന് സമ്മാനമായി കൊടുത്തതായിരുന്നു. എന്നിട്ട് വന്നിട്ടാണ് AP ഉസ്താദിന്റെ മകൻ, അതിനേക്കാളും വലിയ അന്തർക്കാരനാണല്ലോ ആ ടീം, ഇവരോട് ബന്ധപ്പെട്ടാണ് ഈ മർക്കസ് ഗാർഡന്റെ പ്രവർത്തനം തുടങ്ങുന്നത് അല്ലേ. ഇതൊക്കെ നമ്മൾ ഈ പ്രവർത്തനത്തിന്റെ വൈതരണിയാണ്, ഇവർ ചെയ്ത പ്രവർത്തനമാണ്. ഇനി മറുവശവും കൂടി പറയേണ്ടതുണ്ട്. തെറ്റിദ്ധാരണ തീർന്നപ്പോൾ ഈ ബാപ്പ പെട്രോളിയം വകുപ്പ് മന്ത്രി മകനെ വിളിച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് തെറ്റിദ്ധാരണ തീർത്തു കൊടുത്തു. ഞാനെന്താ വേണ്ടതെന്ന് വെച്ചു ഉറപ്പാണ്. ഓൻ ഇനി ഒരു ദിവസവും UAE ഇനി നിൽക്കണ്ട, ഇനി അങ്ങോട്ട് വരാനും പാടില്ല. അങ്ങനെ ഓനെ വിളിച്ച് എയർപോർട്ടിൽ കൊണ്ടുപോയി
ആ എയർപോർട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഇട്ട ഒരു പാൻറ്, ഒരു കുപ്പായം, അതിൻ്റെ ഇതിൽ എന്തൊക്കെ വലത്തുണ്ടെങ്കിൽ അത്, ഓൻ്റെ കീശിയിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അത്. അങ്ങനെ എയർപോർട്ടിൽ ചെന്നിട്ട്, കാരണം പാസ്പോർട്ട് പാസ്പോർട്ട് അവിടെ എൻ്റർ ചെയ്തിട്ട് എക്സിറ്റ് അടിച്ച്, എങ്ങനെ ഇലാ യൗമുൽ ഖിയാമ, ഇനി ദൗലത്തുൽ ഇമാറത്തുൽ അറബിയ്യത്തുൽ മുത്തഹിദയിലേക്ക് പ്രവേശനം മാഫി ചെയ്തുകൊണ്ട്. അപ്പോഴാണ് ഈ സാധു അറിയുന്നത്. ഇനി കേൾക്കണം, അയാൾ ഇപ്പോഴും ഇവിടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകളെ കുവൈറ്റിലൊന്ന് പോയി നോക്കിയത്. പക്ഷെ എവിടുന്നും പിന്നെ പച്ച പിടിച്ചില്ല. ഇപ്പം നാട്ടിൽ വന്നിങ്ങനെ നിരങ്ങി അങ്ങനെ കൂടുന്നുണ്ട്. ഏതുപോലെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളെ ദമാമിൽ വെച്ച് ഇവരൊന്ന് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. ഒരു പക്ഷേ മിനിറ്റ് അറസ്റ്റ് ചെയ്താലും പറയാം, അറസ്റ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ ആവശ്യം ഞാനും വന്ന് ദമാമിലുണ്ട്. ഒരു കച്ചവടക്കാരനാണ് അതിന് പിന്നിലുണ്ടായിരുന്നത്. ആ കച്ചവടക്കാരനെ 4 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ സൗദിയിലുള്ള സ്ഥിതി അറിയാലോ. യുഎയിലും മറ്റുമൊക്കെ നമ്മൾ പാർട്ട്ണർഷിപ്പിലാണ് അവരെങ്ങനെ സ്പോൺസർമാരായിക്കോട്ടത്. സൗദിയിൽ എങ്ങനെയല്ല, ഒക്കെ ഓൻ്റെ പേരിൽ നമ്മളതിൻ്റെ ആമിലാവുള്ളൂ. അവിടുത്തെ നിയമം അങ്ങനെയാണ്. ഈ അറബി വന്നയാൾ നോക്കുമ്പോൾ ഇയാൾക്ക് ഈ ടെലിഫോൺ കാർഡ് വെക്കുന്ന പരിപാടിയുണ്ട്. അപ്പം അതിൻ്റെ 1000കണക്കിന് റിയാൽ, 10000കണക്കിന് റിയാൽ വേറുണ്ട്. ഇയാൾക്ക് ഇങ്ങനെ ഈ പൈസ ബ്ലാക്കായിട്ട് അയക്കുന്ന പരിപാടി അതുകൊണ്ട് അതിന് ഓരോരുത്തരെ ഏൽപ്പിച്ച് 10000കണക്കിന് റിയാൽ അതുകൊണ്ട്. ഈ അറബി എന്ത് മനസ്സിലാക്കി, ഇതൊക്കെ കച്ചവടത്തിൻ്റെ ലാഭമാണ്. അപ്പോൾ ഇതൊക്കെ അബ്ബൽ അംസി പുരുഷാദ കസീർ ഇയാൾ അവിടെ പറഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം അവിടെ പീടിയിലെ വേറൊരുത്തര് നമ്മളോട് അനുഭവമുള്ള ഒരാളുണ്ട്. അയാൾ പറഞ്ഞാൽ നമ്മളോട് ഇന്നലെ പ്രത്യേക പൈസ കച്ചവടം ഉണ്ടായവിടെ ഇങ്ങനെ ഇയാൾ കണക്കൂട്ടി ഓരോ ദിവസം ഒത്തായിട്ട്. അപ്പോൾ ഇതൊക്കെ എടുക്കുകയാണെന്ന് മനസ്സിലാക്കി ഈ പൈസ ഒക്കെ ഇയാളെടുത്ത്. അപ്പോൾ ലക്ഷങ്ങൾ ഇയാൾ നാട്ടിൽ കൊടുക്കേണ്ട പൈസയാണ്. ഇപ്പോൾ ആ പൈസ കാർഡ് വിറ്റ പൈസ എന്തിനാ കൊടുത്തു, അതൊന്നും ഇപ്പോൾ അറബിൻ്റെ കയ്യിൽ പെടില്ല, അത് വേറെ ഒക്കെ എടുത്തു എന്ന് മാത്രമല്ല ഇയാളത്ര ഹരാസന്തോഷം പുറത്താക്കി, വീടിനൊപ്പം തന്നെ പുറത്താക്കി. എന്നിട്ട് ഈ മനുഷ്യൻ പിന്നെ കുറച്ചു കാലം അവിടെ നിന്നത് ഇപ്പോഴുണ്ടോ കാലം ദമാമ മീൻ മാർക്കറ്റിൽ, വലിയ മാർക്കറ്റാണ്, മീൻ മാർക്കറ്റിൽ അവിടെ പോയിട്ടുണ്ട്. ആ മാർക്കറ്റിൽ വലിയ മീനൊക്കെ വാങ്ങിയ ചില അറബികൾ അവിടുന്ന് തന്നെ അതൊക്കെ നന്നാക്കി കഷ്ണം മുറിച്ച് റെഡിയാക്കി കൊണ്ടുപോകണ ഒരു പതിവുണ്ട്. അതിന് കുറച്ച് തൊഴിലാളികൾ അവിടെ നിൽക്കും. അതിന് 5 റിയാൽ 3 റിയാൽ ഇങ്ങനെ ഓരോരുത്തർ സൗകര്യത്തിനനുസരിച്ച് ഇവരെ ഈ നന്നാക്കണയിൽ എത്രത്തോളം സോപ്പിടാൻ കഴിയുന്നതനുസരിച്ച് ഒരു പൈസ വാങ്ങലുണ്ട്. ആ സ്ഥലത്താണ് ഈ കച്ചവടക്കാരനെ നമ്മൾ കണ്ടത്. ഓക്കെ, ഖലീൽ തങ്ങളെ അവർ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ അവർ ഈ ഡിസ്കിൽ നിന്നൊക്കെ കണ്ടപ്പോൾ കൊണ്ടുപോയ മുത്തമ്പാൾ തന്നെ ഉള്ളതൊക്കെ കൊടുത്ത് ആദരിച്ചിട്ട് ഖലീൽ തങ്ങളെ പിറ്റേന്ന് പറഞ്ഞയച്ചു അല്ലേ. ഖലീൽ തങ്ങളെ ആ സ്ഥാപനത്തിലുള്ള കുട്ടികളുടെ രംഗം കണ്ടപ്പോൾ ഊലനെ കരഞ്ഞുപോയി. സംസാരിക്കാൻ കഴിയാത്ത, കണ്ണ് കാണാത്ത, പിന്നെ വികലാംഗരായ ഇങ്ങനെയുള്ള കുട്ടികളെ, ഈ കുട്ടികളെയുള്ളോ തങ്ങൾ പോറ്റണത് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള വന്ന് ഉള്ളതൊക്കെ കൊടുക്കുന്നത് അവരൊക്കെ കൊടുത്തു ലഭിച്ചു. ഇതൊക്കെ അനുഭവങ്ങളാണ് സഹോദരന്മാരെ, പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ. ഇതൊക്കെ അനുഭവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഖലീൽ തങ്ങൾ സുഖമായിട്ട് വന്നു. 10,000കണക്കിന് കുട്ടികളെ എപ്പോഴും പഠിപ്പിക്കുന്നത് മർക്കസിനെക്കാട്ടിലും മറ്റൊരു നിലക്ക് ഉയർന്ന സ്ഥാപനമായിട്ടാണ് വന്നിട്ടുണ്ട്. നമ്മളത് അസൂയുകൊണ്ട് പറയുന്നതല്ല, എല്ലായിടത്തും അങ്ങനെ ഉയരണം. ബഹുമാനപ്പെട്ട തങ്ങളവர்கள் 100% ഉസ്താദിന്റെ നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ച് വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് എല്ലാ അഖബാറിലും ഇങ്ങനെ സ്വലാത്തിലേക്ക് ഉത്തരിക്കുകയാണെങ്കിൽ ആ മാസത്തിൽ ചെല്ലണേ 1000 സ്വലാത്തിനെ ഉണ്ടാവുകയാണ്. ഇപ്പം ലക്ഷക്കണക്കിന് സ്വലാത്തുമായി കോടിക്കണക്കിന് ഉറുപ്പിയായി അവിടെ ഒരു കുന്നിൻ്റെ പോലെങ്ങൾ പോയോ കടം സംഗതി ആർക്കും വേണ്ടാത്ത സ്ഥലം തങ്ങളുടെ തട സ്വർഗാക്കിയത്. ഇതൊക്കെ ഇവരുടെ ഈ വൈതരണി പ്രവർത്തനം മൂലം നടത്തിയത് കൊണ്ടുണ്ടായ കാര്യങ്ങളാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പോൾ ആ സഈദൽ ഉത്തൈബ ആണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുടക്കാൻ നോക്കിയെങ്കിലും മറ്റൊരു പ്രസ്ഥാനം ഉണ്ടാകുക ചെയ്യുന്നത് അല്ലേ. പൂനൂര് മർക്കസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകോത്തര യൂണിവേഴ്സിറ്റിയാണ്. ഇവരെ ചമ്മാടുവരൊന്നുമല്ല. അവിടെ ഉള്ളൊരു മൂല്യരുമാണ്, ഡോക്ടറുമാണ്, പ്രിൻസിപ്പാളുമാണ്, പ്രൊഫസറുമാണ് അല്ലേ. എല്ലാം അവിടെ ഉള്ളവർ. ഏത് ഭാഷയും സംസാരിക്കും, ആരോട് ആശയവിനിമയം നടത്തും, എല്ലാവരും ഇസ്ലാമിലേക്ക് ദഅവ ചെയ്യാൻ പറ്റും. ഇവർ അവിടുന്ന് ഞങ്ങൾ അങ്ങനെ ഭാഷ പഠിപ്പിക്കുന്നു ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കെട്ടിയിട്ട് വളർത്തിയിട്ട് ഭാഷ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, നമ്മളെ നിഷേധിക്കണില്ല. ഇംഗ്ലീഷ് ഒരു സംസാരിക്കാൻ അറിഞ്ഞെന്ന് വരാം, മറ്റു ഉറുദുവും പഠിച്ചു എന്ന് വരാം. ഉഹ്റവിയായിരിക്കുന്ന എന്ത് എലുമ നിങ്ങൾ അവിടെ കൊടുത്തു, ഈ സംഭാവന ചെയ്തവർക്ക് എന്തെങ്കിലും കിട്ടേണ്ട ചങ്ങന്മാരെ ആഹ്റത്തിൽ അവിടെ നിങ്ങളെ ഓടി അടക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച് മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് ആ മുത്താലിമ കണ്ടാൽ ഓനെ നരകത്തെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് നമുക്ക് അള്ളാഹു റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ലേ. ആ മാർഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഈ സമുദായത്തോട് നിങ്ങൾ സമാധാനം പറയണം. ഷിയാക്കളെ സമ്മേളനത്തിൽ പോയി കണ്ട്
ഈമാൻ നഷ്ടപ്പെട്ട് പോന്നാ പോരാ അല്ലേ? ഞാൻ ലോക മുസ്ലിം ആണ് മറ്റേ പരലോക മുസ്ലിം ആണെന്നും പറഞ്ഞിട്ട് അള്ളാന്റെ അടുത്ത് നടക്കൂല. ശ്രദ്ധിച്ചോളിയും ചിന്തിച്ചോളിയും. ഈമാൻ സലാമത്താവണോ? നിങ്ങളോടുള്ള വെറുപ്പുകൊണ്ട് പറയല്ല അല്ലേ? ആ ഡോക്ടറെ ബാക്കിയുള്ളതൊക്കെ നമ്മളെ അടുത്ത സ്നേഹിതന്മാരും നമ്മളെ പ്രവർത്തകരും സജീവ ആളുകളുമാണ്. അവരൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഈ പറയുന്നത്. അതുകൊണ്ട് അപ്പുറത്തുള്ളവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഈമാൻ സലാമത്താകണോ? ഈ അസൂയയും ബാക്കിയുള്ളതൊക്കെ മാറ്റിവെച്ച് അല്ലേ? സെക്രട്ടറി സ്ഥാനമാണ് നിങ്ങൾക്ക് വേണമെന്ന് തരാം. പക്ഷേ അതിൻ്റെ ആ യഥാർത്ഥ സെക്രട്ടറി സ്ഥാനങ്ങളിൽ ചേർന്നുകാണ്ടി ഇനിയിപ്പോൾ ഇത് നാശാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എ.പി. ഉസ്താദിന് ആ നേതൃത്വത്തിൽ അതിന് സമമായിട്ട് തന്നെ നല്ല നീയത്തോടെ ചെറുശ്ശേരി നിന്നോട്ടെ അല്ലേ? സമമായിട്ട് തന്നെ നിന്നോട്ടെ. പക്ഷെ മുമ്പേക്ക് മാത്രമേ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. ഏൽപ്പിച്ചു കൊടുത്താൽ കാര്യം പോക്കായിരിക്കും. നിങ്ങൾക്കും അറിയാതെ അല്ലേ? നിങ്ങൾക്കും ആ വിവരം അറിയാം. അതുകൊണ്ട് ആ സമവായത്തിൽ നമുക്ക് പോകാൻ നോക്കുക പറഞ്ഞാൽ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആഹ്റം രക്ഷപ്പെടും. നിങ്ങൾക്ക് രക്ഷപ്പെടും. ഞങ്ങൾ ആഹ്റം ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ ആശയവും ആദർശവും മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലേ? ആശയവും ആദർശവും മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീട് എവിടെ ജീവിക്കുന്നത്? ഞാൻ താമസിക്കുന്നത് കുറേ കൊല്ലങ്ങളായിട്ട് കല്ലാമൂല തന്നെ. അപ്പം അതിൻ്റെ തൊട്ടടുത്തൊരു 2 കിലോമീറ്റർ ഇപ്പുറത്ത് മമ്പാട്ടുമൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വീടുള്ളത്. അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവിടെയാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ. കല്ലാമൂലയും ഒരു മദ്രസയും മറ്റൊക്കെ നമ്മൾ അന്ന് എടുത്തിട്ടുണ്ട്. അതും അവിടെ ഭംഗിയായി നടക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു സ്ഥാപനമുണ്ട്, അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു സമയങ്ങളിൽ കൂടുതൽ സംവദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായിരിക്കുന്ന ദീനിന് വേണ്ടി ഖൈറായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ പുറത്തു നേടുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ഈ പറഞ്ഞതൊന്നും ഏതെങ്കിലും ഒരു കിബറിന് വേണ്ടിയോ മറ്റോ ഒന്നുമല്ല. ചില യാഥാർത്ഥ്യം നിങ്ങൾ മുന്നിൽ അവതരിപ്പിച്ചതാണ്. അവർ ചക്ക മുറിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുരു മുറിഞ്ഞു എന്ന് വരും. നമ്മളത് മനസ്സിലാക്കാൻ ഉദ്ദേശമൊന്നുമില്ല. പക്ഷെ അവരും കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ ഈ 10-25 വയസ്സായ എസ് കെ കുട്ടികൾക്കൊന്നും ഇപ്പോൾ കാര്യം അറിയില്ല. പണ്ട് പാടിയപ്പോൾ അങ്ങനെ പാടി ഒരു നടന്നില്ലാതെ കാര്യം മനസ്സിലാക്കിയാണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ കൂട്ടുകാരാകുന്ന എസ്കക്കാരെ, നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ റസൂലുള്ളാഹിന്റെ ശഫാഅത്തിൽ നിൽക്കണം എങ്കിൽ, ഹൗദുൽ കൗസർ കുടിക്കണമെങ്കിൽ, അറശിന്റെ കനൽ കിട്ടണം എങ്കിൽ, അതൊക്കെ കിട്ടിയാലാണല്ലോ പിന്നെ സ്വർഗത്തേക്ക് പോകുള്ളൂ. നിങ്ങൾ ചിന്തിച്ചാൽ മതിയല്ലോ. ആവശ്യമുണ്ടോ എങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിച്ചോളൂ. ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് ഏറ്റവും കൂടുതൽ വിനയമുള്ളവനാണ്. റസൂലുള്ളാഹിനോട് അല്ലാഹു പറഞ്ഞ പോലെ ഒരു കുന്ത ഫദ്ദൻ ഖലീദൽ ഖൽബി ലം ഫദ്ദു, കടുപ്പപ്പെട്ട സ്വഭാവം എ.പി. ഉസ്താദിന് ഇരിക്കില്ല. ആർക്കും അവിടെ ഈ സമയത്തും കയറിച്ചെല്ലാം ഉസ്താദിനോട് കാര്യങ്ങൾ പറയാം. വ്യാജ സനതുണ്ടാക്കിയ ആ ചെങ്ങായിനെ പോലും മാന്യമായി സ്വീകരിച്ച് സന്തോഷത്തോടെ മടക്കി പറഞ്ഞയച്ച എ.പി. ഉസ്താദാണ് ഞങ്ങളുടെ നേതാവ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കി രംഗത്ത് വന്നോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. ഒരു നിലക്കും ഹിദായത്ത് കൊടുക്കുന്നില്ല. ഇവന്റെ സന്തതികളെ ഉപദേശം കേട്ട് നടക്കുകയാണെങ്കിൽ റഹ്മാനെ അവരെ ഷർറിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകിച്ച് ഞങ്ങൾ ഉസ്താദുമാരെയും അതിലും പ്രത്യേകിച്ച് ഞങ്ങളെ ശില്പി കാന്തപുരം ഉസ്താദിനെ നീ സംരക്ഷണം നൽകി ദീനെ നീ സംരക്ഷിക്കണം തമ്പുരാനെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് എപ്പോഴും എ.പി. ഉസ്താദിന്റെ വീട് അപ്പോൾ ഒരാൾ ടെസ്റ്റ് അടിച്ചതാണ്. അപ്പം ഇനി പറയാൻ സമയമുണ്ടോ? അതുകൂടി ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞു നടത്തും. പിന്നെ എ.പി. ഉസ്താദിന്റെ വീട് കണ്ടിട്ട് ഈ റാഷിദ് മസ്റൂറിനെ ഞാനന്ന് കൂട്ടിക്കൊടുന്ന് ആദ്യം വീട് കാണിച്ചു കൊടുത്ത വിവരം ഈ സയ്യിദ് അൽ ഉത്തൈബയോട് റാഷിദ് മസ്റൂറി പറഞ്ഞിരുന്നു. അപ്പൊ ശൈഖ് അബൂബക്കറിന് പറ്റിയ വീടല്ല ഉള്ളത്, അതുകൊണ്ട് നമുക്കൊന്ന് ശരിയായി കൊടുക്കാമെന്നാണ്. അങ്ങനെ അവർ വന്ന് ഏകദേശം അന്നത്തെ ഒരു 15 ലക്ഷം ഉറുപ്പ്യ എ.പി. ഉസ്താദിന് കൊടുത്തു. 15 ലക്ഷം ഉറുപ്പ്യൻ്റെ ഇന്ത്യൻ്റെ പൈസ. എന്നിട്ട് ഇത് ശരിയാക്കി എടുക്കണം എന്നാണ്. അപ്പോൾ ഉസ്താദ് കാശ് വാങ്ങി. പക്ഷെ ആ സമയത്ത് മർക്കസിൽ വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ ഉസ്താദ് ഈ പൈസ എടുത്താണ് മർക്കസ് ഉപയോഗിച്ചു. പിന്നെ ഒരു 5-8 മാസം കഴിഞ്ഞിട്ട് ഇവര് വന്നു. റാഷിദും അവർ പല പ്രാവശ്യം മർക്കസ് സന്ദർശിച്ചവരാണ്. അവർ വന്നു നോക്കുമ്പോൾ വീട് ഉസ്താദ് പറയും വീടിൻ്റെ അത് നമുക്ക് പിന്നെ പോകാം, അങ്ങനെ പോകാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞ് നിൽക്കുകയാണ്.
അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ വീടിൻ്റെ പണി എടുത്തിട്ടില്ല. അപ്പോൾ ഓണം എന്നാണ് നിർബന്ധിച്ച് അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ പഴയ മൂലോടിഞ്ഞ് വെച്ച വീട് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഷേഖ് അബൂബക്കർ സയ്യിദുൽ തൈബങ്ങനെ കുറച്ച് ഒരു ദേഷ്യം പിടിക്കണമായിരുന്നു. എന്തെങ്കിലും പൈസ കാട്ടിയത്, എന്തുകൊണ്ട് നിങ്ങളെ വീടെടുത്തില്ല? ഉസ്താദ് പറഞ്ഞു ആ സമയത്ത് വലിയ പ്രയാസം ചെയ്ത് മക്കള്. അപ്പൊ ഞാൻ വീടല്ല ഉദ്ദേശിച്ചത്, ചൈലഞ്ഞങ്ങളെയും വളർത്തിയ മക്കളെയാണ് അല്ലേ. നിങ്ങൾക്കറിയാം, ഒരു പ്രാവശ്യം ഞാൻ മർക്കസിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്കുള്ള സമയമാണ്. അന്ന് ഈ കുട്ടികൾക്ക് ചോറ് വെക്കാൻ അരിയില്ല. അങ്ങനെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. എന്താ ടി സി കാട്ടുക എന്ന് ചോദിച്ചു ഉസ്താദിനോട്. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ പറയാം, ചെങ്ങളിൻ്റെ കൂടെ വരണം എന്നത്. ഇവിടെ നമുക്ക് കോഴിക്കോട്ടേക്ക് വണ്ടിയിൽ പോകാം. അതൊരു ചാക്ക് ഞാൻ കൈപ്പെടുത്തോണ്ട് വലിയങ്ങാടിയിൽ ഇറങ്ങുന്നതാണ്. ഇന്നട്ടോന്ന് ചോദിച്ചു. അത് ഇന്നട്ടോ എന്നുള്ളത് അവിടുന്നേ പറയുള്ളൂ. ഉസ്താദ് പോന്നു. ഞങ്ങൾ വലിയങ്ങാടിയിൽ ഇറങ്ങി. അരിക്കച്ചവക്കാരത്തിൽ നിന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കുട്ടിയ മക്കൾക്ക് മുത്തായാലും നിങ്ങൾക്കൊക്കെ വെക്കാനില്ല, കുറച്ച് അറിയാൻ നിങ്ങൾ അറിയുന്ന. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു വന്നാൽ ഒരാൾക്ക് ഞാൻ തരാം, ഒരു കച്ചവടം. അപ്പോൾ നമ്മൾ ഈ കൊണ്ടേ ചാക്കിക്ക് പിന്നെ 5 രൂപ ഇല്ലല്ലോ. അപ്പുറത്ത് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ചെന്ന് പി കെ അഹമ്മദ് എന്ന് പറയുന്ന അവിടുത്തെ മൊത്ത വ്യാപാരിയുണ്ട് ഞങ്ങളെത്തിയത്. ഈ പി കെ അഹമ്മദ് ഞാൻ നന്ദി ദാറുസ്സലാം കോളേജിൽ ഞാൻ ഉള്ള സമയത്ത് അതിൻ്റെ അടുത്ത് 2 സ്റ്റോപ്പ് ഇപ്പുറത്ത് മൂന്നാടി എന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഇയാളെ ഈ മൈതാജി അറിഞ്ഞാൽ മുക്കനാര് മൈതാജി അറിഞ്ഞാൽ മകനാണ് ഇയാളുടെ നമുക്കൊരു അടുത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇയാളോട് നമ്മൾ പല കാര്യങ്ങളും സമീപിച്ചും എൻ്റെ ചില പിരിവിൻ്റെ തന്ത്രമൊക്കെ അറിയുകയും ചെയ്യും. അപ്പോൾ ചെന്നപ്പോൾ പറഞ്ഞു, എല്ലാ ടീച്ചേഴ്സാരെ നിങ്ങളിപ്പോൾ ഈ ചാക്ക് കൊടുത്ത് വന്നത് അങ്ങനെ ചാക്കൊക്കെ ഒരു മാസത്തെ അരി ഞാൻ തരാറ്, നമുക്ക് JP സാറിന് സന്തോഷമായി. ആയിട്ട് അങ്ങനെ ഞങ്ങളത് തിരിച്ചു പോകുന്നു. അതുകൊണ്ട് JP സാർ വേറെ ഓരോരുത്തരോട് പറയുമ്പോൾ പറയാണ്, PC ഇപ്പം മരിച്ചിട്ട് കവറിലെത്തി മുൻഗണനക്കീറാണ് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം പറഞ്ഞ് പഠിച്ചോട്ടോന്ന് ചോദിക്കുന്നത് ഇന്നിങ്ങനെ തമാശാക്കലുണ്ടായിരുന്നു അല്ലേ. അത് നമ്മളിങ്ങനെ ഇങ്ങനെ തന്ത്രമോ കാര്യമോ കൂട്ടിങ്ങാണ്ട് കാര്യം ഒപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ്. വേറെ ഒന്നും ഇൻഷാല്ലാ മറ്റൊന്നും പറയേണ്ടത് കാഞ്ഞങ്ങാട് വെച്ച് ഉണ്ടായ കാര്യമാണ്. പിന്നെ അപ്പോൾ ഉസ്താദിന്റെ പേരെടുക്കാത്തത് കൊണ്ട് അവര് കേടൊക്കെ പറഞ്ഞ് പിന്നെ ഇവർ രണ്ടാളും സ്വന്തം തീരുമാനിച്ച് ഇനി ഷേഖ് അബൂബക്കറിന്റെ പൈസ കൊടുക്കണ്ട. അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റിൻ്റെ ഒക്കെ ധരിച്ച ആളും മറ്റേ കോംപ്ലക്സിന്റെ ചേട്ട സലീമുണ്ടല്ലോ എഞ്ചിനീയർ, അവരെ വിളിച്ച് വരുത്തിയിട്ട് പ്ലാൻ എടുപ്പിച്ച് ആ പ്ലാൻ അടിസ്ഥാനത്തിൽ ഇതിനേക്കാളും കുറച്ചൊക്കെ വലിയതായിരുന്നു അവർ പറഞ്ഞെടുത്ത പ്ലാന്. പക്ഷേ ഉസ്താദ് സമ്മതിക്കാതെ അത്യാവശ്യമുള്ള ഈ സൗകര്യത്തിന് മാത്രം പിന്നെ ഒരു പോയതിനു ശേഷം പ്ലാൻ ആക്കിയിട്ട് അതാ പഠിത്തത്. എന്നിട്ട് ഉസ്താദിൻ്റെ അടുത്ത് അതിൻ്റെ ഒരു പൈസയും കൊടുക്കാതെ നമ്മളെ കോംപ്ലക്സിലുണ്ടായിരുന്ന ഉണ്ട്, ഉസ്താദിൻ്റെ ഭാര്യൻ്റെ അനുജത്തിൻ്റെ ഭർത്താവ് തന്നെയാണ്, അവർ മുഖേനയാണ് കാശൊക്കെ കൈകാര്യം ചെയ്താണെടുത്തത്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഉസ്താദ് അങ്ങനെ ഒരു പുരടുക്കാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു കൊട്ടാരം തന്നെ ഉസ്താദിനെടുത്ത് കൊടുക്കാൻ ഈ അറബി പ്രമുഖർ പലരും തയ്യാറായിരുന്നു എന്ന്. പക്ഷേ ഉസ്താദ് ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ കുട്ടികൾക്കും പിന്നെ പിള്ളേർക്കൊക്കെ ഒരു സുരക്ഷിതമായ ഒരു വീട് വേണം. അത് പിന്നെ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് തിരിക്കാനൊരു സ്ഥലം വേണം, ഒരു മജ്‌ലിസ് വേണം, പിന്നെ എപ്പോഴെങ്കിലും ചെല്ലുമ്പോഴേക്കും വിശ്രമിക്കാൻ സ്ഥലം വേണം എന്ന നിലക്കുള്ള വീട് തന്നെ ഉസ്താദ് എടുത്തിട്ടുള്ളൂ. ഒരു ആർഭാടമായ വീടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം പോയൊക്കെ കാണുന്നതാണല്ലോ. അത് ഈ റൈഡ് ചെയ്യാൻ വന്നവർ പണ്ട് പഴയ വീടായിരുന്ന കാലത്ത് വന്ന ഒരു കഥയൊക്കെ പിന്നുണ്ട്. മർക്കസിന്റെ തുടക്കത്തിലാണ് 1981 അല്ലെങ്കിൽ 82 ഒക്കെയാണ് ആ സംഭവം. അത് വേറെ സമയത്ത് പറയാനുണ്ട്. ഇന്നിപ്പോൾ ചെന്ന് നോക്കിയാൽ ആ വീട് കാണാൻ കഴിയും. അങ്ങനത്തെ ഒരു അലങ്കാര വീടൊന്നുമല്ല, താമസിക്കാനുള്ള വീടാണ്. അത് ഈ രൂപത്തിലാണ് സ്ഥാനം കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോഴും ആ ഓടിട്ട ആ പഴയ വീട്ടിൽ ഇങ്ങനെ തെണ്ടുമ്പോൾ കുച്ചിർന്ന് ഈ കിണ്ടി കൊണ്ട് ഒതുണ്ടാക്കുന്ന രൂപമൊക്കെയാണ് അന്ന് ഉസ്താദിന്റെ വീട്ടിലുണ്ടായിരുന്നത്. ആ രൂപത്തന്നെ ഉണ്ടാവുള്ളായിരുന്നു. അപ്പൊ ആ നിലക്കുമൊക്കെ നമുക്ക് എല്ലാ നിലക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു നേതാവ് കൂടിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എന്നതിൽ നിരവധി കൊല്ലത്തെ ബഹുമാനപ്പെട്ടവർ ജാലിയത്ത് ഓതുമ്പോഴും ഞാൻ കണ്ണൂർ പഠിക്കുമ്പോഴൊക്കെ ഉള്ള ആ നിലക്കുള്ള അന്ന് തന്നെ ഉള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതെ നമ്മളെ ഒരു കത്തിയിലായിരുന്നു റാഷിദ് മസറൂയി ആദ്യമോടെ. അവരെങ്ങനെ പലർക്കും അയാളെ കുറച്ച് നല്ല മനുഷ്യനുമാണ്. അപ്പൊ ആ നിലക്ക് മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊക്കെ ബഹുമാനപ്പെട്ട JP ഉസ്താദിന്റെ കൂടെ നിന്നത്. അല്ലാതെ നമ്മളെ വീട്ടിലെ ചെലവ് നടത്തിയിട്ടോ നമുക്ക് എന്തെങ്കിലും ലക്ഷങ്ങൾ തന്നിട്ടോ ഒന്നുമല്ല, അതൊന്നും ഉദ്ദേശവുമില്ല. ആ യാദർശ്യം മനസ്സിലാക്കി നമ്മൾക്ക് അതിൽ കൂടണം, ഒരുങ്ങണം.
അതിനുവേണ്ടി പ്രവർത്തിക്കണം. AP ഉസ്താദിന് പ്രചോദനം നൽകണം. AP ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടും ഇൻഷാ അല്ലാഹ് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും എന്ന ദുആ വസിയ്യത്തോട് കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആയിൽ നിങ്ങൾ ആരും മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യണം.